Good evening. Good evening. Audible ആണല്ലോ അല്ലേ? സോ ഇന്ന് നമ്മള് എസ്സേന്റെ സ്ട്രാറ്റജി സെഷനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു എസ്സേ റൈറ്റിംഗ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ളതാണ് നമ്മുടെ സെഷൻ. ഇതിന് മുന്നേ എസ്സേ എഴുതി എത്ര പേരുണ്ട് ഇവിടെ? മുന്നേ എസ്സേ എഴുതിയിട്ടുള്ളവർ എത്ര പേരുണ്ട്? ഒരാൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ. ആദർശ് എഴുതിയിട്ടുണ്ട്, 2 പേര്. ഓക്കെ. ബാക്കിയുള്ള ആളുകള് ഇതുവരെ എസ്സേ എഴുതാൻ വേണ്ടിയിട്ട് ഒരു എസ്സേയും ബാക്കി ആരും ഒരു എസ്സേ പോലും ഇതുവരെ എഴുതിയിട്ടില്ല. ഫൈൻ. ഓക്കെ. എസ്സേ എഴുതാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്ന സമയത്ത് വാട്ട് കൈൻഡ് ഓഫ് ഡിഫിക്കൽട്ടി, നിങ്ങൾ എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ആണ് എസ്സേ എഴുതുന്നതിനെ പറ്റി ആലോചിക്കുമ്പോൾ, അല്ലെ എസ്സേ എഴുതണം എന്നൊക്കെ വിചാരിച്ച സമയത്ത് എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ആണ് നിങ്ങൾ നേരിട്ടിട്ടുള്ളത്? എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു? സോ ദാറ്റ് നമുക്ക് അതെന്തൊക്കെയാ ഉണ്ടെന്നുള്ളത് അഡ്രസ് ചെയ്ത് പോകാനും പറ്റും. അപ്പൊ എന്തൊക്കെയാണ് നിങ്ങൾക്ക് നേരിട്ട പ്രോബ്ലംസ്? എന്തൊക്കെയാണ് എസ്സേ എഴുതാൻ വേണ്ടി നിങ്ങൾ ആലോചിച്ച സമയത്ത്? കണ്ടന്റിന്റെ ഇഷ്യൂ ഉണ്ട്. 1000 പേജ് എഴുതണം, 1000 പേജിന്റെ കണ്ടന്റ് ഇല്ല എന്നുള്ള ഒരു പ്രോബ്ലം ആണ്. എല്ലാവർക്കും കണ്ടന്റ് ആണ് പ്രോബ്ലം. 2, ടൈം മാനേജ്മെന്റ് പ്രോബ്ലം. കണ്ടന്റ് പ്രോബ്ലം ഉണ്ടാവാൻ കാരണം എന്താണ്? ആക്ച്വലി നമുക്ക് ഇവിടെ പഠിക്കാനായിട്ട് പുതിയതായിട്ടൊന്നും ഇല്ലല്ലോ. നമ്മൾ പഠിച്ച സാധനങ്ങളൊക്കെ തന്നെ, അല്ലെങ്കിൽ ഒരു സ്റ്റോറി, ഒരു ഫിലോസഫിക്കൽ ആസ്പെക്ട്സിലുള്ള എസ്സേസ് അല്ലേ കൂടുതൽ വരുന്നത്. അപ്പൊ അതിനകത്ത് എങ്ങനെയാണ് കണ്ടന്റ്, എങ്ങനെയാണ് പോയിന്റ് അറേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. വെരി ഗുഡ്, ദാറ്റ് ഈസ് എ പ്രോബ്ലം. ടൈം മാനേജ്മെന്റ് ആൻഡ് കണ്ടന്റ് ഈസ് എ പ്രോബ്ലം. ഫ്ലോ ഓഫ് ഐഡിയ, ഓഫ് കോഴ്സ് എസ്സേ ആകുമ്പോൾ ഒരു ഫ്ലോ ഓഫ് ഐഡിയാസ് വേണം. പക്ഷെ ഫ്ലോ ഓഫ് ഐഡിയാസ് എങ്ങനെ കീപ്പ് ചെയ്യണം എന്നുള്ള ഒരു ഡിഫിക്കൽട്ട് സാധനം തന്നെയാണ്. പാരഗ്രാഫ് അറേഞ്ച്മെന്റ് ആയിട്ട് എഴുതുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നുണ്ട്. അഗെയിൻ that is a valid reason. Again, difficult to decipher the inner meaning of the question is, of course, കാരണം ഇപ്പം കുറച്ചുകൂടി മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിലോസഫിക്കൽ ടൈപ്പ് ആയിട്ടുള്ള ടോപ്പിക് ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് പറഞ്ഞു തന്നെയാണോ അതിന്റെ അർത്ഥം, അതോ എന്താണ് ഇതിന്റെ അർത്ഥം എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ ലിറ്ററൽ മീനിങ് എടുത്തു കഴിഞ്ഞാൽ വേറൊരു അർത്ഥവും. പക്ഷെ എസ്സേ പറയുന്നതിനെ പറ്റിയിട്ട് നമ്മൾ ഫിലോസഫിക്കൽ ഐഡിയാസ് വെച്ച് നോക്കുന്ന സമയത്ത് അതിന്റെ അർത്ഥം വേറെ ആയിരിക്കും. അതൊരു പ്രോബ്ലം ആണ്. പിന്നെ ഹൗ ടു ലിങ്ക് വൺ ഏരിയ ടു അനദർ. ഓക്കെ. സോ ഫ്ലോ ഓഫ് ദി ഐഡിയാസിന്റെ പ്രോബ്ലം തന്നെയാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ GS ആൻസർ ആൻഡ് എസ്സേ റൈറ്റിംഗ് ഇറ്റ്സെൽഫ്? ലൈക്ക് അതൊരു കൺഫ്യൂസിംഗ് ആണ് അല്ലെ? GS ആൻസറും എസ്സേ വരുമ്പോഴേക്കും എങ്ങനെയാണ് അതിന്റെ ഡിഫറൻസസ് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതൊരു ഇഷ്യൂ ആണ്. So we have discussed many problems. Most of the problem are related to content aspect. പിന്നെ അതേപോലെ പറഞ്ഞത് ഫ്ലോ ഓഫ് ഐഡിയ, ടൈം മാനേജ്മെന്റ് ഒരു ഇഷ്യൂ ആണെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ടോപ്പിക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, അതേപോലെ തന്നെ എങ്ങനെ പാരഗ്രാഫ് എഴുതാൻ പറ്റും, ഒരു ഐഡിയയിൽ നിന്ന് അടുത്ത ഐഡിയയിലേക്ക് എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും, എന്താണ് എസ്സേ എന്ന് പറയുന്നത്. GS എന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. GSന്റെ ആൻസർ റൈറ്റിംഗ് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷെ കമ്പയർഡ് ടു വെൻ ഇറ്റ് കം ടു എസ്സേ, എങ്ങനെ എസ്സേ GSന്റെ ആൻസറിൽ നിന്ന് ഡിഫറെന്റ് ആവുക എന്നുള്ളതൊക്കെ നമുക്ക് പൊതുവെ ഉള്ള ഒരു പ്രോബ്ലംസ് ആണ് അല്ലെ? അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇന്നത്തെ സെഷന്റെ ഉദ്ദേശം അത് തന്നെയാണ്. സോ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് എസ്സേ, എസ്സേ എന്താണെന്ന് മനസ്സിലാക്കണം, എന്താണ് UPSC ഡിമാൻഡ് ഓഫ് എസ്സേ എന്ന് മനസ്സിലാക്കണം, ഡിഫറെന്റ് കോമ്പോണന്റ് ഓഫ് എസ്സേ എങ്ങനെയാണ് ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഫ്ലോ ഒക്കെ വെച്ചിട്ടുള്ള എസ്സേ എങ്ങനെയാണ് എഴുതാം എന്നുള്ളത് മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഡിഫറെന്റ് തീംസ് ഓഫ് എസ്സേയുടെ ഡിഫറെന്റ് തീംസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുക. സോ ബേസിക് ആയിട്ട് നമ്മൾ നോക്കുന്നത് ഹോളിസ്റ്റിക് ആയിട്ട് എസ്സേ പറ്റിയുള്ള ഒരു കോംപ്രിഹെൻസീവ് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ് ഇന്നത്തെ സെഷന്റെ ഉദ്ദേശം. അപ്പൊ നമുക്ക് എങ്ങനെയാന്ന് തുടങ്ങിയാലോ? റെഡി അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? നമുക്ക് തുടങ്ങുമല്ലേ? സോ ഫസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വാട്ട് ഈസ് എസ്സേ അല്ലെ? എന്താണ് എസ്സേ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. എന്താണ് എസ്സേ? നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് എസ്സേ എന്ന് പറയുന്നത്? വാട്ട് ഈസ് എസ്സേ? ഇപ്പൊ നേരത്തെ ഒരാൾ ചോദിച്ചു GS ആൻസറും എസ്സേയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. അപ്പൊ അത് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാവണം എന്താണ് എസ്സേ എന്നുള്ളത് മനസ്സിലാവണം. നമ്മൾ എപ്പോഴും ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ് എസ്സേ റൈറ്റിംഗ് ഉണ്ട്, വരുന്നുണ്ടോ എന്ന് സ്കൂളിൽ നോട്ട് വിളിക്കുന്നതാണ്. പക്ഷെ ആക്ച്വലി എന്താണ് എസ്സേ എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? വാട്ട് ഈസ് എസ്സേ? ഇഫ് ഐ ആസ്ക് യു ടു ഡിഫൈൻ എസ്സേ, നിങ്ങൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും എസ്സേനെ? എന്താണ് എസ്സേ? നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കേണ്ടവർക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം, കമന്റ് ചെയ്യുന്നവർക്ക് കമന്റ് ചെയ്യാം കേട്ടോ. Essay is a personal view, one idea analytical ആണ്. Okay, our thoughts on a specific theme. Okay, overview points. Okay, anything else? So എന്താണ് one idea എന്ന് പറയുന്നത്, over thoughts of specific themes, over view point ആണ്. Everything is correct. എല്ലാവരും എന്താണ് ഓരോരുത്തരുടെ വ്യൂ പോയിന്റ് ആണ്. എസ്സേയിൽ നിങ്ങൾ പറയുന്ന എല്ലാം ശരിയാണ്. പക്ഷെ we need to have an holistic understanding അല്ലെ എന്താണ് എസ്സേ എന്നുള്ളത്. അപ്പം എന്താണ് UPSC എസ്സേയെ പറ്റി പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. Then we'll come back. So UPSCയുടെ സിലബസിൽ പേപ്പർ 1 എന്ന് പറയുന്നതാണ് എസ്സേന്റെ പേപ്പർ.
സോ പേപ്പർ 1 എന്ന് പറയുന്ന എസ് എ ടോട്ടൽ 250 മാർക്കിനാണ്. ഈ 250 മാർക്കിന് UPSC പറഞ്ഞിട്ടുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എ കാൻഡിഡേറ്റ് മേ റിക്വയർ ടു റൈറ്റ് ആൻ essay on multiple topics. They will be expected to keep closely to the subject of the essay to arrange their idea in orderly fashion. They will be expected to keep closely to the subject. അതായത് നിങ്ങളോട് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാക്ട്ലി ദ സബ്ജക്റ്റിനെ പറ്റി അല്ല പറയുന്നത്. UPSC is expecting you to keep closely to the subject. ഓക്കെ, അതായത് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു സാധനം ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ചുറ്റുപാടിലെങ്കിലും നിങ്ങൾ നിൽക്കണം, വളരെ ദൂരെയായി പോയി നിൽക്കരുത്. അതായത് ഒരു ബന്ധമില്ലാത്ത എഴുതരുത്, പക്ഷേ there should be more closely. എത്രത്തോളം നിങ്ങൾ ടോപ്പിക്കുമായിട്ട് ക്ലോസ് ആയിട്ട് വരുന്നു അത്രത്തോളം നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടും. And you are also required to arrange your idea in an orderly fashion. വെറുതെ തോന്നിയതുപോലെ എഴുതിയാൽ പോരാ, ദർ ഷുഡ് ബി സം ഓർഡർ ഇൻ റൈറ്റിംഗ് എന്ന് UPSC വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങളുടെ ഐഡിയ എങ്ങനെയായിരിക്കണം, ദർ ഷുഡ് ബി സം ഓർഡർ. അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു ഓർഡറിലൂടെ ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എസ്സേ എഴുതേണ്ടത് എന്നുള്ളത് ഓൾറെഡി UPSC സ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് റൈറ്റ് ടു കൺസൈസ്ലി, അത് വാരി വലിച്ച് എഴുതാതെ എന്ത് ചെയ്യണം, ചുരുക്കി ചുരുക്കി കൃത്യമായിട്ട് എഴുതി പോവുകയും വേണം. ആൻഡ് ക്രെഡിറ്റ് വിൽ ബി ഗിവൺ ഫോർ ദി എഫക്റ്റീവ് ആൻഡ് എക്സാക്ട് എക്സ്പ്രഷൻ. വളരെ എഫക്റ്റീവ് ആയിട്ടും എക്സാക്ട് ആ ടോപ്പിക്കിലുള്ള എക്സ്പ്രഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് എഴുതാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് തരും എന്നുള്ളതാണ് UPSC പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എസ്സേ ടോപ്പിക്കിനകത്ത് UPSC സിലബസ് ഒന്നും പറഞ്ഞിട്ടില്ല. UPSC ആകെ പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ, കാൻഡിഡേറ്റ് മേ ബി റിക്വയർഡ് ടു റൈറ്റ് എ മൾട്ടിപ്പിൾ ടോപ്പിക്സ്. ഏതെങ്കിലും മൾട്ടിപ്പിൾ ടോപ്പിക്സിനെ പറ്റിയിട്ട് എസ്സേ എഴുതേണ്ടി വരും. അത് പക്ഷെ എന്ത് ചെയ്യണം, ആ ടോപ്പിക്കിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതിനുമായിട്ട് വളരെ ക്ലോസ് അല്ലെ എന്ത് ചെയ്യണം, കാൻഡിഡേറ്റ് ആൻസർ എഴുതണം. ഇത്ര മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ UPSC ഈ സിലബസിന്റെ ഭാഗമായിട്ട് എസ്സേയുടെ ഡിമാൻഡ് ആയിട്ട് UPSC പറഞ്ഞിട്ടുള്ളൂ. അപ്പം എന്താണ് എസ്സേ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഇതിനകത്ത് കുറെ സാധനങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന് ഫ്ലോ ഓഫ് ഐഡിയ കണ്ടു, ക്ലോസ്ലി ടു അല്ലെ ടോപ്പിക് എന്താണോ അതുമായിട്ട് ടോപ്പിക്കുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കണം എന്നുള്ളത് പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള ഐഡിയാസ് ഒക്കെയാണ് നമ്മളിവിടെ കണ്ടത്. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ എസ്സേ എഴുതണം, അല്ലെങ്കിൽ UPSC എന്തുകൊണ്ടാണ് എസ്സേ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഇടാനുള്ള മേജർ ആയിട്ടുള്ള ഐഡിയാസ് എന്താണെന്ന് നമുക്ക് നോക്കാം. കാരണം ഒരു നല്ല എസ്സേ എഴുതുന്ന ഒരു റൈറ്ററിനെ അല്ല UPSCക്ക് വേണ്ടത്, അല്ലെ. അതായത് ഒരു നല്ല എസ്സേ എഴുതുന്ന ഒരാളെ എടുക്കാനാണെങ്കിൽ UPSC ശരിക്കും കഥാകാരന്മാരെ IAS ഓഫീസറാക്കി എടുത്താൽ മതി. സോ എസ്സേയിലൂടെ UPSCക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതെന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് എസ്സേ എഴുതേണ്ടതെന്ന് മനസ്സിലാവും. ഫസ്റ്റ് തിങ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആസ്പെക്ട് എന്ന് പറയുന്നത് എസ്സേയിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് മറ്റേത് ആൻസർ എഴുതുന്നതിനെക്കാട്ടും വളരെ ക്ലിയർ ആയിട്ട് എസ്സേയിൽ ഒരാളുടെ അനലിറ്റിക്കൽ എബിലിറ്റി പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ബാക്കിയുള്ള ടോപ്പിക്കിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 150 മാർക്കിലും 250 മാർക്കിലും നിങ്ങൾക്ക് കുറെ 150 വേർഡ്സിലും 250 വേർഡ്സിലൊക്കെ നമുക്ക് കുറെ കാര്യങ്ങൾ പഠിച്ചിട്ട് എഴുതാൻ പറ്റും. പക്ഷേ നമ്മൾ എസ്സേയിലേക്ക് വരുന്ന സമയത്തേക്ക് നമ്മൾ കൃത്യമായിട്ട് അനലിറ്റിക്കൽ ആണോ എന്ന് അറിയാൻ പറ്റും. കാരണം ഇത് 1000 to 1200 വേർഡ്സിലാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ നമുക്ക് വെറുതെ ഗ്യാസ് മാത്രം അടിക്കാൻ പറ്റില്ല. എസ്പെഷ്യലി നമുക്ക് എന്തായാലും കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയണം. ഇനി ആ ടോപ്പിക്ക് നമ്മൾ എങ്ങനെ ഡിഫറെന്റ് ഡയമെൻഷനിൽ അനലൈസ് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ ഒരു കപ്പാസിറ്റി ഓഫ് റൈറ്റിംഗ് ആണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള അനലിറ്റിക്കൽ എബിലിറ്റി മനസ്സിലാക്കാൻ ഏറ്റവും അടിപൊളി പേപ്പർ എന്ന് പറയുന്നത് എസ്സേ പേപ്പറാണ്. അതേപോലെ തന്നെ ഹൗ വെൽ യു ആർ ഏബിൾ ടു തിങ്ക്, ക്ലാരിറ്റി ഓഫ് തോട്ട് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്കൊരു ഇഷ്യൂ മനസ്സിലായിട്ടുണ്ടെങ്കിൽ എത്ര ഡീപ്പായിട്ട് നിങ്ങൾക്ക് ആ ഇഷ്യൂ മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവണമെന്നുണ്ടെങ്കിലും ക്ലാരിറ്റി ഓഫ് തോട്ട് കൃത്യമായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ എസ്സേയിലൂടെ കിട്ടും. ആൻഡ് യുവർ ജനറൽ അവയർനെസ് ആസ് വെൽ ആസ് യുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, എത്ര ഈസി ആയിട്ടാണ് നിങ്ങൾ വളരെ എത്ര സിമ്പിൾ ആയിട്ടാണ് ഒരു കാര്യത്തെ പറ്റിയിട്ട് ഒരാളോട് പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ളതും നിങ്ങൾക്ക് എസ്സേയിലൂടെ മനസ്സിലാവാൻ പറ്റും. ആൻഡ് ഇവിടെ എന്താണ് യുവർ റിഫ്ലക്ഷൻ ഓഫ് വാല്യൂ, സംടൈംസ് നിങ്ങൾ ആളുകൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതും അതേപോലെ തന്നെ നിങ്ങൾ എങ്ങനെയാണ് ലോകത്തെ നോക്കി കാണുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എസ്സേ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരാളുടെ പേഴ്സണാലിറ്റിയിൽ ഒരുപാട് കാര്യങ്ങൾ എസ്സേ കൃത്യമായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. അതെങ്ങനെയാണ് മനസ്സിലാവുക? കാരണം അയാളുടെ റൈറ്റിംഗിൽ അയാളുടെ പേഴ്സണാലിറ്റി, അയാളുടെ ക്യാരക്ടർ നമുക്ക് കുറച്ച് റിഫ്ലക്ട് ആവാൻ പറ്റും. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ അറിയാതെ കുറെ കാര്യങ്ങൾ നിങ്ങൾ ഉള്ളിൽ നിന്ന് എഴുതും. നിങ്ങൾ ഓരോ ആളുകളെ, ഓരോ സെക്ഷൻ ഓഫ് പീപ്പിളിനെ പറ്റിയുള്ള നിങ്ങളുടെ വ്യൂ പോയിന്റ് എന്താണ് എന്നുള്ളതൊക്കെ ഒരു എസ്സേ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഒരാളെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഒരാളുടെ റിഫ്ലക്ഷൻ ഓഫ് വാല്യൂസ്, ഐഡിയാസ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് ഒരു എസ്സേയിൽ അല്ലെങ്കിൽ ഒരു എസ്സേ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലാവും. ദെൻ നിങ്ങളുടെ ഐഡിയാസ് നിങ്ങൾക്ക് എത്ര ഈസി ആയിട്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ദ എല്ലാ ആളുകൾക്കും ഐഡിയാസ് ഉണ്ട്. എന്താണ് പ്രോബ്ലം? ഈ ഐഡിയ വളരെ എഫക്റ്റീവ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയുന്ന ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഐഡിയനെ ഒരു റിയാലിറ്റി ആക്കി മാറ്റാൻ പറ്റുള്ളൂ. ദിസ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇപ്പൊ നല്ലൊരു സിവിൽ സർവന്റ് ആകുമ്പോൾ കുറെ ഐഡിയാസ് ഉണ്ടായിട്ട് കാര്യമില്ല. ഈ ഐഡിയ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി ഐഡിയ എന്തല്ല, യൂസ്ഫുൾ അല്ല. അപ്പൊ നല്ലൊരു എസ്സേ എഴുതുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് ഐഡിയാസിനെ ഓർഗനൈസ് ചെയ്യാനും അത് എഫക്റ്റീവ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെയാണ് UPSCക്ക് വേണ്ടത്. So that is why UPSC specifically put essay as a paper, compared to GS1, GS2, GS3, GS4 ഒക്കെ ഉണ്ടായിട്ടും എസ്സേ വേണം എന്ന് UPSC വെക്കാനുള്ളത് കാരണം. പക്ഷേ UPSCയുടെ ഡിമാൻഡ് കണ്ടു. പക്ഷെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ്സേന്റെ ടോപ്പിക്കിലേക്ക് വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു മൾട്ടിപ്പിൾ ടോപ്പിക്കിൽ എസ്സേ എഴുതണം. അപ്പൊ 2019 വരെയുള്ള UPSCയുടെ എസ്സേയുടെ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും.
മോസ്റ്റ് ഓഫ് ദി എസ്സേസ് വെയർ ജനറൽ സ്റ്റഡീസ് എസ്സേസ് ആയിരുന്നു. അതായത് ഇപ്പൊ കാണുന്ന പോലത്തെ പേപ്പർ അല്ല 2019 വരെയുള്ള. 2019 വരെയുള്ള എസ്സേ എന്ന് പറയുന്നത് ഹെൽത്ത് സെക്ടറിനെ പറ്റിയിട്ട് ചോദിക്കാം, അതല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കും എഡ്യൂക്കേഷൻ സെക്ടറിനെ പറ്റിയിട്ട് ചോദിക്കാം, വാട്ട് ആർ ദ പ്രോബ്ലംസ് ആൻഡ് ചലഞ്ചസ് ഓഫ് എഡ്യൂക്കേഷൻ സെക്ടർ ചോദിക്കാം, ഹെൽത്ത് സെക്ടറിലെ ചലഞ്ചസ് ചോദിക്കാം, ഫെഡറലിസത്തെ പറ്റിയുള്ള എസ്സേസ് ചോദിച്ചിട്ടുണ്ട്, റിവർ വാട്ടർ ഷെയറിങ്ങിനെ പറ്റി എസ്സേസ് ചോദിച്ചിട്ടുണ്ട്, ബോർഡർ മാനേജ്മെന്റിനെ പറ്റിയിട്ടുള്ള എസ്സേ 2018 ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ UPSC ചോദിക്കുന്ന ടൈപ്പ് ഓഫ് എസ്സേസ് ഉണ്ടായിരുന്നു, ജനറൽ ടൈപ്പ് ഓഫ് എസ്സേസ് ആയിരുന്നു. പക്ഷെ അൾട്ടിമേറ്റ്ലി UPSCയുടെ എയിം എന്താണ്? ടു അണ്ടർസ്റ്റാൻഡ് ദീസ് തിങ്സ് ഫ്രം എ കാൻഡിഡേറ്റ്. അയാളുടെ അനലിറ്റിക്കൽ എബിലിറ്റി, ക്ലാരിറ്റി ഓഫ് തോട്ട്, ജനറൽ അവയർനെസ്, ഓർഗനൈസ് ഐഡിയ, ഇതൊക്കെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇതൊരു പാറ്റേൺ ആയി മാറിക്കഴിഞ്ഞപ്പം, അതായത് ഇനിഷ്യലി ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിലും ഒരു 2017 തൊട്ട് നിങ്ങൾ UPSCയുടെ പേപ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം, എസ്സേ എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഈസിയസ്റ്റ് സബ്ജക്റ്റ് ആയി മാറി. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി കുറെ ആളുകൾ എന്ത് ചെയ്തു, ഓരോ ഫ്രെയിം വർക്കുകൾ ഉണ്ടാക്കി. ഈ ഫ്രെയിം വർക്കുകൾ കൃത്യമായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ GS ടൈപ്പ് എസ്സേസ് ഒരു എബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. കാരണം നമ്മൾ ഓൾറെഡി GS1 GS2 GS3 പഠിക്കുന്ന അതേ കണ്ടന്റ് ഉപയോഗിച്ച് നമുക്ക് നല്ലൊരു എസ്സേ എഴുതാൻ പറ്റും, ജനറൽ സ്റ്റഡി ഇപ്പൊ എസ്സേ ആണെന്നുണ്ടെങ്കിൽ. കാരണം അതിനകത്തുള്ള വ്യൂ പോയിന്റ്, ഇപ്പം നമുക്ക് ഡോക്ടർ പോപ്പുലേഷൻ റേഷ്യോ എത്രയാണ് നമുക്കറിയാം, അതല്ല എന്നുണ്ടെങ്കിൽ ഹെൽത്ത് സെക്ടറിൽ എത്ര GDP സ്പെൻഡ് ചെയ്യുന്നു അറിയാം. അപ്പൊ ഒരു 3-4-5 പ്രോബ്ലംസും ചലഞ്ചസും അത് ഓരോ പോയിന്റ് ആയിട്ട് ഇച്ചിരി ഇലാബറേറ്റ് ചെയ്ത് എഴുതുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് വെരി ഡിഫിക്കൽട്ട് തിങ് ടു ഡു. പക്ഷെ 2019 ഓൺവേർഡ്സ് UPSC അതുകൊണ്ട് എന്ത് ചെയ്തു, UPSC ഷിഫ്റ്റഡ് ദയർ പാറ്റേൺ ടു ലിറ്റിൽ ബിറ്റ് എന്താണ് ഫിലോസഫിക്കൽ ടൈപ്പ് ഓഫ് എസ്സേ. ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് കുറെ സാധനങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോവാം എന്നുണ്ടെങ്കിലും അവിടെ ചെല്ലുമ്പം ടോപ്പിക് അനുസരിച്ച് നിങ്ങൾ സ്വിച്ച് ചെയ്യേണ്ടി വരും. ടോപ്പിക് അനുസരിച്ച് നിങ്ങൾ കുറച്ചുകൂടി എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾക്ക് എഴുതി ശരിയാക്കി കൊണ്ടുവരേണ്ടി വരും. അപ്പൊ അവിടുത്തെ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം റെഡിമെയ്ഡ് ആയിട്ട് പഠിച്ചു പോകാൻ പറ്റില്ല. ടോപ്പിക്കുകൾ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇത് അല്ലെ, ട്രൂത്ത് നോസ് നോ കളർ, ഇതാണ് ടോപ്പിക് പറഞ്ഞിട്ടുള്ളത്. സത്യത്തിന് എന്താണ്, കളർ ഒന്നുമില്ല, ട്രൂത്ത് നോസ് നോ കളർ എന്നുള്ളതാണ് പറഞ്ഞത്. ഇത് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ഒരു ഇതേ ടോപ്പിക് ട്രൂത്ത് നോസ് നോ കളർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് പോവാന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആണ്. വളരെ ലെക്കിലെങ്ങാനും അങ്ങനെ ഒരു ടോപ്പിക് നിങ്ങൾക്ക് വന്ന് വെട്ടാലായി, അതല്ല എന്നുണ്ടെങ്കിൽ പറ്റില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതെന്താണ് UPSCന്റെ ഐഡിയ എന്താണ്, UPSC വാണ്ടഡ് ടു നോ ദാറ്റ് വാട്ട് ഈസ് ദ ഒറിജിനൽ റൈറ്റിംഗ്. യഥാർത്ഥത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ഒരു എസ്സേ എഴുതുന്നത്, ഒറിജിനൽ റൈറ്റിംഗ് എങ്ങനെയാണെന്നുള്ളതാണ് UPSCക്ക് മനസ്സിലാവേണ്ടത്. 2019 വരെ ഇത് എന്ത് ചെയ്തു, പീക്ക് ചെയ്തു. 2018 ഒക്കെ ആയപ്പോഴേക്കും ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് ആളുകൾ എസ്സേ എഴുതുന്നത് പീക്കിന്റെ ടൈം ആയിരുന്നു. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എസ്സേ ഒരേപോലെ ഉണ്ടാവും, എല്ലാവരെയും ഒരേപോലെ കണ്ടന്റും ഉണ്ടാവും. കാരണം ഇവിടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ UPSCയുടെ ഡിമാൻഡ് ആയിട്ടുള്ള റിക്വയർമെന്റ് ആയിട്ടുള്ള അനലിറ്റിക്കൽ എബിലിറ്റിയോ ക്ലാരിറ്റി ഓഫ് തോട്ടോ ഫ്ലോ ഓഫ് തോട്ടോ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങോ ഡെപ്ത് ഓഫ് അനാലിസിസോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. UPSC എന്ത് ചെയ്തു, പ്ലേറ്റ് മാറ്റി ചവിട്ടി. നൗ പീപ്പിൾ എന്ത് ചെയ്യുന്നു, കുറച്ചുകൂടി ഇനി ഇതും മാറാനുള്ള സമയം ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഏകദേശം ആളുകൾക്ക് ആദ്യത്തെ ഒരു 3-4 വർഷം ബേസിക്കലി ആളുകൾക്ക് എസ്സേ പറ്റിയിട്ട് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. കുറെ ആളുകൾ വളരെ സ്ട്രഗിൾ ചെയ്യുന്നു. നൗ പീപ്പിൾ നോ ദാറ്റ് ദർ ആർ സംതിങ് ആർഗ്യുമെന്റ്, കൗണ്ടർ ആർഗ്യുമെന്റ്, ദർ ഇസ് സംതിങ് കോൾഡ് കൺക്ലൂഡിംഗ് ആർഗ്യുമെന്റ്. കുറെ കാര്യങ്ങളൊക്കെ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി. ഒരു പാറ്റേൺ ഒക്കെ നമ്മൾ ഉണ്ടാക്കി വരുന്നു. എനി ടൈം മേ ബി ദിസ് ഇയർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 3-4 വർഷത്തിനുള്ളിൽ ചിലപ്പോൾ എസ്സേ വീണ്ടും എന്ത് ചെയ്യും, പാറ്റേൺ മാറാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ ആസ് ഓഫ് നൗ ലാസ്റ്റ് 5 ഇയേഴ്സ് നമ്മൾ അല്ലെങ്കിൽ 6 ഇയേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ UPSCയുടെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ എസ്സേയിൽ എന്താണ്, ഫിലോസഫിക്കൽ ടൈപ്പ് ഓഫ് എസ്സേസ് ആണ് UPSC ചോദിക്കുന്നത്. ഇനി ഇങ്ങനെ ഒരു എസ്സേ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് എങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റും, യഥാർത്ഥത്തിൽ ഈ എസ്സേ എന്ന് പറയുന്നത് എല്ലാം പുതിയ പുതിയ ടോപ്പിക്കുകളാണോ എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെഷനിൽ നമുക്ക് അനലൈസ് ചെയ്യാം. അതേപോലെ തന്നെ എങ്ങനെയാണ് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എസ്സേ എഴുതുക എന്നുള്ളതും നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇത് കിടക്കുന്നത്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഇത് ഫസ്റ്റ് സെക്ഷൻ A, സെക്ഷൻ B, 2 ഭാഗമായിട്ട് എസ്സേ ഉണ്ടാവും എന്നൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഞാൻ അത് പറയുന്നില്ല. 2 എസ്സേ ആണ് നമുക്ക് എഴുതേണ്ടത്. ഒരു എസ്സേക്ക് 125 മാർക്കാണ്. ഓരോ എസ്സേയും 1000 to 1250 വേർഡ്സ് ആണ്, 1200 വേർഡ്സ് ആണ് എഴുതേണ്ടത്. ഇതൊക്കെ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ എസ്സേയിലെ ടോപ്പിക് വരുവാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ Aയിൽ 4 ടോപ്പിക് ഉണ്ടാവും, സെക്ഷൻ Bയിൽ 4 ടോപ്പിക് ഉണ്ടാവും. സെക്ഷൻ Aയിൽ നിന്ന് ഒരു എസ്സേയും സെക്ഷൻ Bയിൽ നിന്ന് ഒരു എസ്സേ ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, ദീസ് ആർ ദ ബേസിക് തിങ്. ഐ ഹോപ്പ് എവരിബഡി നോസ്. സോ ഇതിനകത്ത് ഫസ്റ്റ് ടോപ്പിക് നോക്കുകയാണെങ്കിൽ ട്രൂത്ത് നോസ് നോ കളർ. രണ്ടാമത്തെ ടോപ്പിക് നോക്കിക്കേ, the supreme art of war is to subdue the enemy without fighting. അല്ലെ, നമ്മൾ ഈ പരിപാടിക്ക് നമ്മൾ ഫൈറ്റ് ചെയ്യാനേ നമുക്കില്ല, നമ്മളോടാണ് പറയുന്നത് എന്താണ്, സുപ്രീം ആർട്ട് ഓഫ് വാർ ഇസ് ടു സബ്ഡ്യൂ ദ എനിമി വിത്തൗട്ട് ഫൈറ്റിംഗ്. മൂന്നാമത് എന്താണ്, തോട്ട് ഫൈൻഡ് എ വേൾഡ് ആൻഡ് ക്രിയേറ്റ് വൺ ഓൾസോ. തോട്ട് എന്ത് ചെയ്യുന്നു, ഫൈൻഡ് എ വേൾഡ് ആൻഡ് ക്രിയേറ്റ് വൺ ഓൾസോ. എഗെയിൻ ഇത് വായിക്കുമ്പോൾ എന്ത് ചെയ്യും, 2 വേൾഡ്,
വീണ്ടും നമുക്ക് പണിവാളും. ബെസ്റ്റ് ലെസൺസ് ആർ ലേൺഡ് ത്രൂ ബിറ്റർ എക്സ്പീരിയൻസ്. ഇത് ചിലപ്പോൾ കുറച്ച് പേർക്കൊക്കെ ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലെ. ബെസ്റ്റ് ലെസൺസ് ആർ ലേൺഡ് ത്രൂ ബിറ്റർ എക്സ്പീരിയൻസ്. കയ്പുള്ള മധുരമുള്ള ഓർമ്മകൾ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും ബെസ്റ്റ് ലെസൺസ് ആർ ലേൺ ത്രൂ ബിറ്റർ എക്സ്പീരിയൻസ് ഉള്ളത് വീണ്ടും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള ടോപ്പിക്കുകളാണ്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ സെക്ഷൻ എയിലേക്ക് നോക്കിക്കേ, മഡി വാട്ടർ ഈസ് ബെസ്റ്റ് ക്ലിയർഡ് ബൈ ലിവിംഗ് ഇറ്റ്സ് അലോൺ. ആറാമത്തെ ടോപ്പിക് നോക്കിയാൽ ദ ഇയേഴ്സ് ടീച്ച് മച്ച് വിത്ത് ദ ഡേയ്സ് നെവർ നോ. അതേപോലെ ഇറ്റ് ഈസ് ബെസ്റ്റ് ടു സീ ലൈഫ് ആസ് എ ജേർണി നോട്ട് ആസ് എ ഡെസ്റ്റിനേഷൻ. ഇത് കൂടുതൽ നിങ്ങൾ കേട്ടിട്ടുള്ള കോട്ടായിരിക്കും അല്ലെ, ലൈഫ് ആസ് എ ജേർണി നോട്ട് ആസ് എ ഡെസ്റ്റിനേഷൻ. അതേപോലെ തന്നെ കണ്ടന്റ്മെന്റ് ഈസ് നാച്ചുറൽ വെൽത്ത് ആൻഡ് ലക്ഷറി ഈസ് എ ആർട്ടിഫിഷ്യൽ പോവർട്ടി. ഇങ്ങനെയുള്ള 8 ടോപ്പിക്കുകളാണ് നമ്മളെ മുന്നിൽ തന്നിട്ടുള്ളത്. ഈ 8 ടോപ്പിക്കുകൾ പറ്റി നിങ്ങൾ വായിക്കുമ്പോൾ മേ ബി ഇറ്റ് ഓൾ ലുക്ക് ലൈക്ക് സെയിം. കാരണം എന്താണ്, എല്ലാം എന്തൊക്കെയൊക്കെയോ പറയുന്നു, അവിടെ ഇവിടെയൊക്കെ 1 or 2 അറിയുന്ന കോട്ടുകൾ ഉണ്ടാവും, പക്ഷെ ഇത് എങ്ങനെ എഴുതും എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ചലഞ്ചുമായി വരുന്നത്. പക്ഷെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. കഴിഞ്ഞ ഒരു 5-6 വർഷത്തെ എസ്സേയുടെ ടോപ്പിക്കുകളെല്ലാം എടുത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി UPSC പുതിയൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് വളരെ കാലങ്ങളായി. അതായത് UPSC എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, സിമിലർ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതായത് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ടോട്ടൽ എക്സാമിന്റെ ടോപ്പിക്കിനെ നമുക്ക് 8 ടോപ്പിക്കുകളായിട്ട് തരംതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 8 ടോപ്പിക്കുകളുടെ വേർഡിങ് മാറുന്നു, പക്ഷെ ടോപ്പിക് എന്താണ്, സിമിലർ ആണ്. അതായത് UPSC ഒരു പുതിയ ടോപ്പിക് ഓഫ് എസ് ചോദിച്ചിട്ട് തന്നെ കാലങ്ങളായി. നിങ്ങൾ ഈ 5ാമത്തെ എസ് നോക്കിക്കേ, മഡി വാട്ടർ ഈസ് ബെസ്റ്റ് ക്ലിയർഡ് ബൈ ലിവിംഗ് ഇറ്റ് അലോൺ അല്ലെ. എന്താണ് ഇതിന്റെ അർത്ഥം? ചെളിയുള്ള വെള്ളം അല്ലെ മഡി വാട്ടർ എന്താണ്, അതിനെ വൃത്തിയാക്കണം എന്നുണ്ടെങ്കിൽ അതിനെ വീണ്ടും കൊണ്ട് ഇളക്കി കഴിഞ്ഞാൽ അത് വൃത്തിയാവില്ല. പകരം എന്ത് ചെയ്യണം, ഇറ്റ് ഹാസ് ടു ഗിവ് സം ടൈം അല്ലെ, കുറച്ച് സമയം കൊടുത്തു കഴിഞ്ഞാൽ ഇത് ബെറ്റർ ആവും. അതൊരു സിമ്പിൾ ടോപ്പിക് അല്ലേ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്തുകൂടെ. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മഡി വാട്ടർ ഈസ് ബെസ്റ്റ് ക്ലിയർഡ് ബൈ ലിവിംഗ് അലോൺ മീൻസ് ഇഫ് സംതിങ് ഹാപ്പൻ ഇൻ അവർ ലൈഫ് നമ്മൾ എന്ത് ചെയ്യണമെന്നില്ല, വീണ്ടും അതിനകത്ത് ചില സമയത്ത് എപ്പോഴും ആക്ഷൻ എടുക്കണം എന്നല്ല, ചില സമയത്ത് നമ്മൾ ആക്ഷൻ എടുക്കാതിരുന്നു കഴിഞ്ഞാലായിരിക്കും ബെറ്റർ ആവുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പം എന്തെങ്കിലും ഒരു അടി ഉണ്ടായി വീട്ടിൽ, അടി ഉണ്ടാകുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെക്കാട്ടും നല്ല ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ തർക്കിക്കുന്നതിനെക്കാട്ടും നല്ല സൈലന്റ് ആയിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് തന്നെ ശരിയായി വരും. ചില സമയത്ത് നിങ്ങൾക്ക് ഇപ്പം സിവിൽ സർവീസ് എക്സാമിനേഷന്റെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനകത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും സെൽഫ് കോൺഫിഡൻസിനെ ബാധിക്കും. അപ്പം ചില സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര ഇതെന്താ ചെയ്യണം എങ്ങനെയാണെന്നൊന്നും അറിയില്ല. പക്ഷെ ഒരു ദിവസം ഒന്ന് കിടന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. സോ ലിവിങ് ഇറ്റ് അലോൺ, എല്ലാ സമയത്തും നമ്മൾ എന്ത് ചെയ്യണമെന്നില്ല, ഇടപെടണമെന്നില്ല. ടൈം എന്ത് ചെയ്യും, കുറെ സാധനങ്ങൾ ശരിയാക്കും എന്നുള്ളതല്ലേ. മഡി വാട്ടർ ഈസ് ബെസ്റ്റ് ക്ലിയർഡ് ബൈ ലിവിങ് ഇറ്റ് അലോൺ, കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മനസ്സിലാക്കിക്കൂടെ? ഓക്കെ, അങ്ങനെ മനസ്സിലാക്കാവേ. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു അതൊരു ടോപ്പിക്കാണ് നമുക്ക് മനസ്സിലായി. 2ാമത്തെ ടോപ്പിക്ക് നോക്കിക്കേ, ദ ഇയേഴ്സ് ടീച്ച് മച്ച് വിത്ത് ദി ഡേയ്സ് നെവർ നോ. അതായത് ഇവിടെ എന്താണ് പറയുന്നത്, വർഷങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും, പക്ഷെ ഡേയ്സ് എന്താണ്, വിച്ച് ദ ഡേയ്സ് നെവർ നോ. ദിവസങ്ങൾക്ക് അറിയാത്ത സാധനങ്ങൾ എന്താണ്, ഇതും എന്ത് ചെയ്യുന്നു, വർഷങ്ങൾ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, പക്ഷെ ദിവസത്തിന് അതറിയില്ല. അതിന് ബേസിക് ആയിട്ട് അതെന്താണ് ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യത്തിന്റെ ഗുണങ്ങളൊന്നും നമുക്ക് ഇന്നിപ്പോ നോക്കുമ്പോൾ എന്താണ്, ഇപ്പൊ നിങ്ങൾ സിവിൽ സർവീസ് പഠിക്കുന്നു, നിങ്ങൾക്ക് ഒന്നും അറിയാൻ പറ്റുന്നില്ല. ഇപ്പൊ എന്താ ഇപ്പൊ നിങ്ങൾ കയറിയോ ഇല്ലയോ, എന്താ ലൈഫ് എങ്ങോട്ടാ പോകുന്നത് ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഒരു 5-6 വർഷം കഴിഞ്ഞ് നിങ്ങൾ പുറകോട്ട് നോക്കുമ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓക്കെ ദിസ് ഈസ് വാട്ട് നൗ ദിസ് ഈസ് മേക്ക് സെൻസ് അല്ലെ. എന്താണ്, ടൈം എടുത്തു കഴിയുമ്പം, അതായത് ഓരോ ദിവസവും നിങ്ങൾ ഒരു ഭാഗം മാത്രമേ അച്ചീവ് ചെയ്യുന്നുള്ളൂ. അത് ഹോളിസ്റ്റിക് ആയി കാണുന്നുണ്ടെങ്കിൽ ആ ഇയർ മൊത്തം കാണുമ്പോഴാണ് നിങ്ങൾക്ക് അത് ഹോളിസ്റ്റിക് ആയിട്ടുള്ള പിക്ചർ കിട്ടുള്ളൂ. അതുവരെ നിങ്ങൾക്ക് ഇത് എന്താന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവില്ല. സോ ദാറ്റ് ഇസ് വൈ ദി ഇയേഴ്സ് ടീച്ച് മച്ച് വിത്ത് ദി ഡേയ്സ് നെവർ നോസ്. ആക്ച്വലി 5ാമത്തെ ടോപ്പിക്കും 6ാമത്തെ ടോപ്പിക്കും ഒരേ കാര്യത്തെ പറ്റി അല്ലേ പറയുന്നത്. രണ്ടും എന്തിനെ പറ്റിയാണ് പറയുന്നത്, ഇന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് അല്ലെങ്കിൽ ഇന്ന് തന്നെ റിസൾട്ട് ഉണ്ടാവണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചില സമയം നടക്കില്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം. എപ്പോഴും നമ്മൾ ആക്ഷൻ ചെയ്യണമെന്നില്ല അല്ലെ. രണ്ടും എന്താണ്, സിമിലർ ടോപ്പിക്കാണ്. ഓൾമോസ്റ്റ് 5ാമത്തെ എസ്സേയിൽ എഴുതുന്ന ടോപ്പിക്കിന്റെ അതേ എക്സാമ്പിൾസുകളും അതേ പോയിന്റുകളും വെച്ചിട്ട് നിങ്ങൾക്ക് 6ാമത്തെ ടോപ്പിക്കും എഴുതാൻ പറ്റും. ദാറ്റ് മീൻസ് വേറൊരു പ്രോബ്ലം കൂടി ഇവിടെ ഉണ്ട്. 5ാമത്തെ ടോപ്പിക്ക് എഴുതാൻ നിങ്ങൾക്ക് കണ്ടന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും 6ാമത്തെ ടോപ്പിക്കും എഴുതാൻ നിങ്ങൾക്ക് കണ്ടന്റ് ഇല്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ എന്ത് ചെയ്യുന്നു, സെക്ഷൻ B എഴുതാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ടോപ്പിക്ക് വായിച്ചു. ഫസ്റ്റ് ടോപ്പിക്ക് വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ്, അതായത് നിങ്ങൾ എല്ലാ കാര്യത്തിലും ഇടപെടണം എന്നില്ല, ടൈം എന്ത് ചെയ്യണം, ഇറ്റ് ഹാസ് ടു ടേക്ക് ടൈം. ചില സാധനങ്ങളിൽ എന്ത് ചെയ്യണം, ലിവിങ് ഇറ്റ് അലോൺ ആണ്, ലോങ് ടൈമിലാണ് കാര്യങ്ങൾ ശരിയാവുക. 2ാമത്തെ ഇത് എഴുതാൻ നിങ്ങളിൽ കണ്ടന്റ് ഇല്ല. സോ യു റിമൈൻഡ് വിത്ത് 3 ടോപ്പിക്സ്. സോ 6ാമത്തെ ടോപ്പിക്കിലേക്ക് വന്നു. 6ാമത്തെ ടോപ്പിക്കിൽ ദ ഇയേഴ്സ് ടീച്ച് മച്ച് വിത്ത് ദ ഡേയ്സ് നെവർ നോസ്. എന്താണ് അതിനെ പറ്റി പറയുന്നത്, വീണ്ടും അതായത് ഓരോ ദിവസം കൊണ്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ലൈഫിനെ സെൻസിബിൾ ആവില്ല. ഇറ്റ് ഹാസ് ടു ടേക്ക് ആസ് എ ഹോളിസ്റ്റിക് ആയിട്ട് നമ്മൾ നോക്കിക്കഴിയുമ്പോഴാണ് ലൈഫിനെ മൊത്തത്തിൽ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇന്ന് നമ്മൾ ആക്ഷൻ എടുക്കുമ്പോൾ ഇന്ന് തന്നെ റിസൾട്ട് വേണമെന്ന് പറഞ്ഞാൽ നമുക്കത് കിട്ടില്ല. നമ്മൾ ലോങ് ടൈം ഗ്രാറ്റിഫിക്കേഷനിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക.
രണ്ടും എന്ത് തന്നെയാണ് പറയുന്നത്? ടൈം ഫാക്ടറിനെ പറ്റി തന്നെയാണ് പറയുന്നത്. അപ്പൊ 6ാമത്തെ എസ് എഴുതാൻ അറിയാത്ത ഒരാൾക്ക് അഞ്ചാമത്തെ എസ് എഴുതാൻ പറ്റാത്ത ഒരാൾക്ക് 6ാമത്തെ എസ് എഴുതാൻ പറ്റില്ല. ഇവിടുത്തെ ട്രാപ്പ് എന്താണ്? ഇനി നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനേ ബാക്കി വരുന്നുള്ളൂ. ഓക്കെ, വീണ്ടും എന്ത് ചെയ്തു? നിങ്ങൾ കുടുങ്ങി, 2 ഓപ്ഷൻ ഉള്ളൂ. അങ്ങനെ നിങ്ങൾ 7ാമത്തെ ടോപ്പിക് എടുക്കാൻ നോക്കി. ഇറ്റ് ഈസ് ബെസ്റ്റ് ടു സീ ലൈഫ് ആസ് എ ജേർണി ആൻഡ് നോട്ട് ആസ് എ ഡെസ്റ്റിനേഷൻ. എഗെയിൻ 7ാമത്തെ ടോപ്പിക്ക് എന്ത് തന്നെയാണ് പറയുന്നത്? 6ാമത്തെ ടോപ്പിക് എന്താണോ പറയുന്നത് അത് തന്നെയാണ് 7ാമത്തെ ടോപ്പിക്കും പറയുന്നത്. എന്താണ്? ലൈഫിനെ എന്ത് ആയിട്ട് കാണണം? ലൈഫിനെ സിമിലർ ആയിട്ട്, ജേണി ആയിട്ട് കാണണം, നോട്ട് ആസ് എ ഡെസ്റ്റിനേഷൻ. അതായത് ഒരു സ്ഥലത്ത് എത്തിപ്പെടുക എന്നുള്ളതല്ല, ആ പ്രോസസ്സാണ് നമ്മൾ എൻജോയ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇവിടെ ഡേയ്സ് എന്ന് പറയുന്നത് എന്താണ്? പ്രോസസ് ആണ്. ഇവിടുത്തെ ഡേയ്സും എന്താണ്? പ്രോസസ് ആണ്. ഇവിടുത്തെ ഇയേഴ്സ് എന്താണ്? ഡെസ്റ്റിനേഷൻ ആണ്. ഏകദേശം 6ഉം 7ഉം സിമിലർ ടോപ്പിക് തന്നെയാണ്. അതായത് 5ാമത്തെയും 6ാമത്തെയും 7ാമത്തെയും എസ്സേക്ക് നിങ്ങൾക്ക് വേണ്ട കണ്ടന്റിന് ഒരു സിമിലാരിറ്റി ഉണ്ട്. That means if you are not comfortable with the essay number 5, you won't be comfortable with the 6, you won't be comfortable with the 7. That means ultimately if you do not know any one of these essay, ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതാൻ പറ്റാത്ത ഒരാൾക്ക് ഈ 3 എണ്ണം എഴുതാൻ പറ്റില്ല. അതിന്റെ പ്രോബ്ലം എവിടെ പറ്റും? നിങ്ങൾക്ക് യു ആർ ഓൺലി ലെഫ്റ്റ് വിത്ത് 1 ഓപ്ഷൻ, ദാറ്റ് ഈസ് 8ാമത്തെ എസ്സേ എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായോ? അതായത് ഒരു ടോപ്പിക് എന്ന് പറയുന്നത് എല്ലാ ടോപ്പിക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളല്ല. എന്താണ്? ഓരോ സമയത്തും എന്ത് ചെയ്യുന്നു? ഓരോ ടോപ്പിക്കും ഓരോ പാറ്റേൺ ആണ്. ആ പാറ്റേണിന്റെ അണ്ടർസിൽ വരുന്ന ഓരോരോ വേർഡ്സിംഗ് ആണ്. അതിനകത്ത് വരുന്ന കോർ കോൺസെപ്റ്റുകൾ എന്തായിരിക്കും? ഏകദേശം സിമിലർ ആയിരിക്കും. നിങ്ങൾക്ക് ആ ടോപ്പിക്ക് കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന ഒരു ടോപ്പിക്കും നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. അതൊരു ലെക്കാണ്. ചില സമയത്ത് അങ്ങനെ വരും. ഇനി നിങ്ങൾ നോക്കിക്കോ. ഇനി നമ്മൾ ഇത് ഫസ്റ്റ് സെക്ഷൻ ബി ഇങ്ങനെ കണ്ടേ, സെക്ഷൻ എയിലേക്ക് നോക്കിക്കേ. സെക്ഷൻ എയിൽ നോക്കുമ്പോൾ ട്രൂത്ത് ഹാസ് നോ കളർ. ട്രൂത്ത് ഹാസ് നോ കളർ എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു ടോപ്പിക്കാണ്. നമുക്കൊരു 1200 വേർഡ്സ് എഴുതുന്ന സമയത്ത് ചില സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനകത്ത് കണ്ടന്റ് ജനറേറ്റ് ചെയ്യാൻ പ്രോബ്ലം വരും. ഇഫ് യു ആർ നോട്ട് വെൽ നോൺ അബൌട്ട് ദ കറണ്ട് അഫേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ കുറച്ച് ഫിലോസഫിക്കൽ ആംഗിളിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടി വരും. അപ്പൊ നിങ്ങൾ ഒന്ന് അവിടെ മാറ്റി വെച്ചു. 2 നോക്കിക്കേ, ദ സുപ്രീം ആർട്ട് ഓഫ് വാർ ഈസ് ദ സബ്ഡ്യൂ ദ എനിമി വിത്തൗട്ട് ഫൈറ്റിംഗ് എന്നുള്ളതാണ്. ഇത് നല്ലൊരു ടോപ്പിക്കാണ്. ഇന്നത്തെ ഒരു പ്രസന്റ് കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് പോയിന്റ്സ് എഴുതാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ സാധനം. വളരെ നല്ല, ഇപ്പൊ നിങ്ങൾ മറ്റേ ചൈനീസ് ആർട്ട് ഓഫ് വാറിൽ വരുന്ന കോട്ടാണ്, ദ സുപ്രീം ആർട്ട് ഓഫ് വാർ ഈസ് സബ്ഡ്യൂ വിത്തൗട്ട് ഫൈറ്റിംഗ് ദ എനിമി. അതായത് എന്താണ്? ആർട്ട് ഓഫ് വാർ എന്ന് പറഞ്ഞാൽ ഫൈറ്റ് ചെയ്യലല്ല, ഫൈറ്റ് ചെയ്യാതെ തന്നെ എനിമീനെ കീഴടക്കലാണ് ഏറ്റവും വലിയ ആർട്ട് ഓഫ് വാർ എന്നുള്ളതാണ്. സോ അത് നമുക്ക് ഇന്നത്തെ സൊസൈറ്റി വെച്ച് നോക്കുക, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ഇന്റർനാഷണൽ റിലേഷൻഷിപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് പ്രസന്റ് എക്സാമ്പിൾസുകൾ കിട്ടും. അതല്ലാതെ നമുക്ക് ലൈഫിൽ കുറെ കാര്യങ്ങൾ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്ത് എഴുതാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ കോട്ടാണ് അത് ആക്ച്വലി. ഓക്കെ, സം പീപ്പിൾ വുഡ് ഹാവ് ചൂസൺ ദിസ് പർട്ടിക്കുലർ ടോപ്പിക്. 3ലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തോട്ട് ഫൈൻഡ് എ വേൾഡ് ആൻഡ് ക്രിയേറ്റ് വൺ ഓൾസോ. എഗെയിൻ ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസിംഗ് ആണ് അല്ലെ? തോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? തോട്ട് ഫൈൻഡ് എ വേൾഡ് ആൻഡ് ക്രിയേറ്റ് എ വൺ ഓൾസോ. ഒരു വേൾഡ് കണ്ടെത്തുന്നുണ്ട്, ഒരു പുതിയൊരു വേൾഡിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ദർ ആർ 2 വേൾഡ്സ്. വൺ ഈസ് തോട്ട് എന്ത് ചെയ്യുന്നു? ഫൈൻഡ് ചെയ്ത വേൾഡും, ഒന്ന് ക്രിയേറ്റ് ചെയ്ത വേൾഡും. എഗെയിൻ കണക്ട് ചെയ്ത് എഴുതുക എന്ന് പറയുന്നത് എല്ലാവർക്കും കംഫർട്ടബിൾ ആവണമെന്നില്ല. മജോറിറ്റി വോണ്ട് ചൂസ് ദിസ് ടോപ്പിക്. ദേ വിൽ സ്വിച്ച്. അവരെന്ത് ചെയ്യില്ല, മജോറിറ്റി ഈ ടോപ്പിക് എടുക്കല്, ഈ ടോപ്പിക് എന്ത് ചെയ്യും? ഒഴിവാക്കി വെക്കും. അതേപോലെ തന്നെ ഈ ടോപ്പിക്ക് ഒഴിവാക്കി വെക്കും. ട്രൂത്ത് ഹാസ് നോ കളർ കുറെ പേര് എഴുതില്ല. ഇതിനകത്ത് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ആളുകൾ എഴുതാൻ ചാൻസ് ഉള്ള സെക്ഷൻ 7 എഴുതിയിട്ടുള്ള ടോപ്പിക് ഇതായിരിക്കും. ദ ബെസ്റ്റ് ലെസൺസ് ആർ ലേൺ ത്രൂ ദ ബിറ്റർ എക്സ്പീരിയൻസ്. ബെസ്റ്റ് ലെസൺസ് ലേൺ ചെയ്യുന്ന എന്തിലായിരിക്കും? ബിറ്റർ എക്സ്പീരിയൻസിൽ നിന്നായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ 4ാമത്തെ എസ്സേ എഴുതി. ഈ 4ാമത്തെ എസ്സേക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. 4ാമത്തെ എസ്സേ നമ്മൾ കാരണം ഏറ്റവും കംഫർട്ടബിൾ ഇവിടെ എഴുതുന്നതിൽ ഏറ്റവും ആളുകൾ കൂടുതൽ എഴുതിയിട്ടുണ്ടാവും 4ാമത്തെ എസ്സേ ആയിരിക്കും. ഈ 4ാമത്തെ എസ്സേ എന്താ പറയുന്നത്? ഏറ്റവും അടിപൊളി പാഠങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലെ ഏറ്റവും ലെസൺസ് ഒക്കെ കിട്ടിയപ്പോഴാണ് നമ്മൾ ഏറ്റവും മോശപ്പെട്ട, അതായത് നമുക്കൊരു ഡൗൺ ടൈം ഉണ്ടാകുമ്പോഴോ ഫെയിലിയർ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും അടിപൊളി ലെസൺസ് കിട്ടിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഇപ്പൊ ഫെയിലിയർ നമുക്ക് എന്ത് ചെയ്യുന്നു? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ? ഫെയിലിയറിൽ നിന്ന് നമുക്ക് ആക്ച്വലി നമ്മളെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റും. ഫെയിലിയർ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി എന്താണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളൊരു സെൽഫ് അനാലിസിസും സെൽഫ് റിഫ്ലക്ഷനും നമുക്ക് ചെയ്യാൻ പറ്റും. ആളുകൾ ഫെയിലിയറിന് ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഫെയിലിയറിന് മുന്നേയും ഫെയിലിയറിന് ശേഷവും ആളുകൾ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ചില ആളുകൾ ആ മാറിയ ആളുകളാണ് മുന്നോട്ട് എന്ത് ചെയ്യുക? മുന്നോട്ട് പുതിയ പുതിയ സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് വരിക. കാരണം ഈ ഫെയിലിയറിന്റെ സമയത്ത് ദേ വിൽ ബി വെരി എലോൺ. ആ സമയത്ത് അവരെന്ത് ചെയ്യും? സെൽഫ് റിഫ്ലക്ഷൻ ഉണ്ടാവും. ആ ഫെയിലിയറിൽ എന്ത് ചെയ്യും? അവർക്ക് ഒരുപാട് ടീച്ചിങ്സ് കിട്ടിയിട്ടുണ്ടാവും. അതിനകത്ത് അവർക്ക് കുറെ റെക്ടിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ സെൽഫ് റിഫ്ലക്ഷൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഏറ്റവും അടിപൊളി ലെസൺ കിട്ടുന്നതെല്ലാം ഫെയിലിയറിൽ നിന്നാണ്. ഇതിനകത്തുള്ള സിമിലാരിറ്റി ഓഫ് എക്സാമ്പിൾസുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇനി നോക്കിക്കുക. നിങ്ങൾ 4ാമത്തെ എസ്സേ എഴുതി.
നാലാമത്തെ എസ് എഴുതി 5, 6, 7, 7 ഇനി നിങ്ങൾക്ക് എടുക്കുന്നതിൽ ചെറിയൊരു പ്രശ്നം ഇവിടെ ഉണ്ട്. ഇനി നിങ്ങൾ സപ്പോസ് തിങ്ക് ദാറ്റ് യു നോ ഫിഫ്ത്ത് അല്ലെങ്കിൽ 5, 6, 7 ഇതിൽ ഏതെങ്കിലും ഒരു എസ് എഴുതാം എന്ന് നിങ്ങൾ വിചാരിച്ചാൽ ഇവിടെ വരുന്ന അടുത്ത ട്രാപ്പ്, സെക്കൻഡ് ട്രാപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 എസ്സേയും ഈ 4ാമത്തെ എസ്സേയിൽ ഉപയോഗിക്കേണ്ട എക്സാമ്പിൾസുകൾ ഏകദേശം സിമിലർ ആണ്. സോ തിങ്ക് ദാറ്റ് യു ഹാവ് 10 എക്സാമ്പിൾസ് വിത്ത് യു, അല്ലെങ്കിൽ ഒരു 5 എക്സാമ്പിൾസ് അങ്ങനെ നിങ്ങളിൽ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റോറി നിങ്ങളിൽ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ 4ാമത്തെ എസ്സേയിൽ നിങ്ങൾ എന്ത് ചെയ്തു? ഒരുപാട് സാധനങ്ങൾ നിങ്ങളിലുള്ള ബെസ്റ്റ് സാധനം നിങ്ങൾ എന്ത് ചെയ്തു? ഈ 10 10 ബെസ്റ്റ് ആയിരിക്കില്ലല്ലോ, നമുക്കൊരു 4, 5 ബെസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിക്കാം. ആ ബെസ്റ്റ് ആയ എല്ലാ സാധനവും നിങ്ങൾ എന്ത് ചെയ്തു? 4ാമത്തേൽ കൊണ്ട് എഴുതി. 5, 6, 7 ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ വീണ്ടും യു വിൽ ഫൈൻഡ് എ പ്രോബ്ലം, ഓർ യു വിൽ ഫൈൻഡ് ദാറ്റ് ദർ ഈസ് എ ലാക്ക് ഓഫ് കണ്ടന്റ്, or there is a high chance that you will rewrite the content or the example you already written the 4th essay. അവിടുത്തെ പ്രോബ്ലം എന്ത് വരും? എക്സാമിനർ വുഡ് ഫീൽ ലൈക്ക് 4ാമത്തെ എസ്സേയും നിങ്ങൾ 5ാമത്തെ എസ്സേയോ 6ാമത്തെ എസ്സേയോ 7ാമത്തെ എസ്സേയോടോ കണ്ടന്റ് സിമിലർ ആണല്ലോ എന്നുള്ളതും തോന്നാം. എഗെയിൻ ദിസ് ഈസ് എ ട്രാപ്പ്. അപ്പൊ ഇവിടുത്തെ പ്രോബ്ലം എന്താണ്? ഫസ്റ്റ് ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞു 8 എസ്സേ ഉണ്ട്, അതിൽ 2 എഴുതിയാൽ മതി. പക്ഷെ പ്രോബ്ലം എന്താണ്? ആക്ച്വലി 8 എസ്സേ ഉണ്ടാവണം എന്നില്ല. ഇവിടെ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ ഡിയിൽ ആകെ 2 ഓപ്ഷനേ ഉള്ളൂ. സെക്ഷൻ എയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള എന്ന് പറയുന്നത് ഇത് കുറെ ആളുകൾക്ക് ഇത് കംഫർട്ടബിൾ ആണ്, കുറെ ആളുകൾക്ക് ഇത് കംഫർട്ടബിൾ ആണ്, കുറെ ആളുകൾക്ക് ഇത് കംഫർട്ടബിൾ ആണ്, കുറെ ആളുകൾക്ക് ഇത് അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള എസ്സേ അല്ല. മജോറിറ്റി കംഫർട്ടബിൾ, വളരെ മൈനോറിറ്റിക്ക് മാത്രമേ അത് എഴുതാൻ പറ്റുള്ളൂ. അപ്പം ഒരു 3 മൊത്തം എന്താണ് 5 ടോപ്പിക്കാണ് UPSC ആക്ച്വലി തന്നിട്ടുള്ളത്. അപ്പൊ ബാക്കിയെല്ലാം സിമിലർ ടോപ്പിക്കാണ്. ഒരെണ്ണം ശരിയാവുന്ന ആൾക്ക് മറ്റെന്തായാലും എന്തില്ല. ഇത് ഇപ്പൊ 5th എഴുതാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് 5th, 6th, 7th എഴുതാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതാൻ പറ്റും. പക്ഷെ അവിടുത്തെ പ്രോബ്ലം എന്താണ്? നിങ്ങൾ ഓൾറെഡി 4th ആണ് എഴുതിയിട്ടുണ്ടെങ്കിൽ ദർ വിൽ ബി സിമിലാരിറ്റി. ഇനി അപ്പൊ നിങ്ങൾക്ക് എന്താ ഓപ്ഷൻ ഉള്ളൂ? 4th എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ ഓൺലി ഓപ്ഷൻ ഈസ് ദാറ്റ് ഇഫ് യു വാണ്ടഡ് ടു ക്രിയേറ്റ് എനി ഡിഫറൻസസ് ഇൻ എസ്സേ, ദ ഓൺലി ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? 8ാമത്തെ ഓപ്ഷൻ ആണ്. നിങ്ങൾക്ക് ഒരു ഡിഫറൻസസ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ. ശ്രീകാന്ത ചോദിച്ചോളൂ. ശ്രീകാന്ത്, okay, my battery is low. Okay, doubt. ചോദിച്ചോ ശ്രീകാന്ത്. സർ ഓഡിബിൾ ആണ്? ഓഡിബിൾ ആണ്. സാർ, ഈ എസ്സേ കൊണ്ട് എസ്സേയുടെ ഫിലോസഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന എക്സാമ്പിൾസ് കണ്ടംപ്ലേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഐഡിയസ് ആണ്? അല്ല, ഞാൻ ഐ എം കമ്മിങ് ടു ദാറ്റ് പോയിന്റ്. അതിലേക്ക് എഴുതുന്നതിലേക്ക് വരാം കേട്ടോ. അല്ല, എക്സാമ്പിൾ ആണ്. നമ്മൾ എന്താണ് എല്ലാവരും എന്ത് ചെയ്യുന്നത്? നമുക്ക് അറിയുന്ന എക്സാമ്പിൾസ് എഴുതുക എന്നുള്ളതാണ് എസ്സേ കൊണ്ട് കുറെ പേര് തുടക്കത്തിൽ വിചാരിക്കുന്നത്. പക്ഷെ അതല്ല എസ്സേ എന്ന് പറയുന്നത്. അങ്ങനെ എഴുതി കഴിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. ഒരു 80, 90 മാർക്കൊക്കെ കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് എക്സാമ്പിൾസുകൾ മാത്രം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയുള്ള ഒരു 90 മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. പക്ഷെ ദാറ്റ് ഈസ് നോട്ട് അവർ ടാർഗറ്റ്. അവർ ടാർഗറ്റ് അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യണം? ഒരു 120+ അല്ലെങ്കിൽ 120 അറൗണ്ട്. ഇപ്പോഴത്തെ ഒരു മാർക്കിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 115+ എന്താണ് എസ്സേയിൽ നല്ല മാർക്കാണ്. 115+ എന്താണ് ഇപ്പോഴത്തെ ഒരു ലാസ്റ്റ് ഇയർ മാർക്കിംഗ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. 115+ എന്ന് പറയുന്നത് എബോ ആവറേജ് മാർക്കാണ്. സോ അവർ ടാർഗറ്റ് ഈസ് ടു അറ്റ്ലീസ്റ്റ് സ്കോർ 120+ ആയിരിക്കണം. എന്താണോ ആ വർഷത്തെ ഒരു ആവറേജ് മാർക്കിംഗ്, ആ ആവറേജ് മാർക്കിന്റെ എബോ ആവറേജ് മാർക്കിംഗ് നിങ്ങൾക്ക് എസ്സേ കിട്ടണം. ബിക്കോസ് ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് എസ്സേ എന്ന് പറയുന്നത്. ഐ വിൽ കം ടു ദാറ്റ് പോയിന്റ്. എക്സാമ്പിൾ ആണോ അതോ ആണോ എന്നുള്ളത് നമുക്ക് വരാം. അപ്പൊ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടത്തേക്ക് പോയിന്റ്സ് നിങ്ങൾ എസ്സേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ്സേയിൽ 8 ഓപ്ഷൻസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു എന്നുണ്ടെങ്കിലും, ഓക്കെ, 2 ഡിഫറെന്റ് ടോപ്പിക്കുകൾ ചൂസ് ചെയ്യണം എന്ന് പറയാനുള്ള റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, സോ വൈ ഐ സെഡ് ദാറ്റ്, സി ഇതൊരു 120 നിങ്ങൾ നോക്കേണ്ടത് എസ്സേ എന്ന് പറഞ്ഞാൽ 1000 to 1200 വേർഡ്സ് ആണ്. അതായത് ഓൾമോസ്റ്റ് കഴിഞ്ഞ വർഷത്തെ പേപ്പർ വെച്ചിട്ട് 17 പേജാണ് UPSC എസ്സേ എഴുതാൻ വേണ്ടി തന്നിട്ടുള്ളത്. പക്ഷെ 17 പേജ് എഴുതേണ്ട കാര്യമില്ല. ഒരു 11, 12 പേജോളം ആയിരിക്കും നിങ്ങൾ എസ്സേ എഴുതുക. ഓക്കെ, സോ 12 പേജോളം നിങ്ങൾ എസ്സേ എഴുതുന്നു. ഒരു എക്സാമിനർ 12 പേജോളം നിങ്ങൾ വായിക്കണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് അത് എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. ആ ഇൻട്രസ്റ്റിംഗ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ആദ്യത്തെ സെക്ഷൻ എയിൽ നിങ്ങൾ സാധനം എഴുതി, അത് അടിപൊളി സാധനം ആയിരുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ 125ലാണ് ഞാൻ മാർക്ക് ഇടുന്നത്. ലെറ്റ്സ് സേ ദാറ്റ് ഐ ഗിവ് യു 80 മാർക്ക് ഫോർ സെക്ഷൻ എ. ഓക്കെ, എന്നിട്ട് ഞാൻ രണ്ടാമത്തെ എസ്സേയിലേക്ക് വരുന്നു. ഇവിടെ ഞാൻ നോക്കുമ്പോൾ ഐ ഫീൽ ലൈക്ക് ഇന്നൊരു ഫസ്റ്റ് എഴുതിയതിന്റെ ഒരു റിപ്പീറ്റേഷൻ ആണല്ലോ, ഇയാൾക്ക് പുതിയതായിട്ടൊന്നും പറയാനില്ലല്ലോ എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് എസ്സേയിൽ 125ൽ ലെറ്റ്സ് സേ ദാറ്റ് ഐ പുട്ട് 50 മാർക്ക് എന്നിടുവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആവറേജ് മാർക്കിംഗ് എന്ത് ചെയ്യും? വീണ്ടും താഴോട്ട് പോകും. നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഇപ്പൊ 80 ഭയങ്കര ഹൈ മാർക്ക് ഇട്ടിരിക്കുന്നത് 130 ലെവലിലേക്ക് പോകും. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യായിരുന്നു? 80 തന്നെ മേടിക്കായിരുന്നു. ഇപ്പൊ 80 ഒന്നും ഇപ്പം
150, 170 ഒക്കെ എസ് എക്ക് പോയുള്ള സമയങ്ങളുണ്ട്. പക്ഷെ ഇപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നില്ല, ഒരു 140 ആണ്, 141, 140 ഒക്കെയാണ് എസ് ഒരു ടോപ്പർ ആയിട്ട് വരുന്നത്. സോ ലെറ്റ്സ് സേ ദാറ്റ് 60, 70 ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇവിടെ എന്ത് ചെയ്യുന്നു 50 ആണെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ആ മാർക്ക് താഴോട്ട് പോകും എന്നുള്ളതാണ്. അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിഫറെന്റ് ഒരേ സാധനം കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആവില്ല. നമ്മൾ അതിനകത്ത് എന്ത് ചെയ്യും, ഡിഫറെന്റ് എലമെന്റ്സ് ആഡ് ചെയ്ത് ഇത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും. അതെന്തുകൊണ്ടാണ് നമുക്ക് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് എ ടോപ്പിക്സുകൾ, എന്റെ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് എ ടോപ്പിക്കുകൾ ഡിഫറെന്റ് ആയിട്ട് കാണുമെന്നുണ്ടെങ്കിലും ആക്ച്വലി എസ് എ ടോപ്പിക് എന്തല്ല, ഡിഫറെന്റ് അല്ല, സിമിലാരിറ്റി ഉണ്ട്. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഒരു ടാക്കിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പോയിന്റ്. അതിലേക്ക് നമുക്ക് വരാം. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ചലഞ്ചസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അബ്സ്ട്രാക്ട് ടോപ്പിക് ആണ് നമ്മൾ കണ്ടു. രണ്ട്, നിങ്ങൾക്ക് എല്ലാവരും പറഞ്ഞ പോലെ ഒരു സ്റ്റാൻഡേർഡ് കണ്ടന്റ് മെറ്റീരിയൽ പഠിച്ചിട്ട് പോകാൻ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് ഇല്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് കണ്ടന്റ് എഴുതുന്ന സമയത്ത് കണ്ടന്റ് ഇല്ല എന്നുള്ളൊരു ക്ഷാമം വരും. അതേപോലെ തന്നെ എസ് എയിൽ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ചെറുതായിട്ട് ഒരു ക്രിയേറ്റീവ് റൈറ്റിംഗിന്റെ നീഡ് എന്തുണ്ട്, എസ് എയിലുണ്ട്. അപ്പൊ ഡിമാൻഡ് ഫോർ ക്രിയേറ്റീവ് റൈറ്റിംഗ് എസ് എയിൽ ഒരു ഡിമാൻഡ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ക്രിയേറ്റീവ് റൈറ്റിംഗ് എഴുതാത്തവർ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ അതിലേക്ക് കൊണ്ടുവരണം. അപ്പൊ അത് കൊണ്ടുവരിക എന്നുള്ളത് ചില ആളുകളെ സംബന്ധിച്ചോളം കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ അത് എഴുതി പ്രാക്ടീസ് ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതൊരു ഓരോരുത്തരുടെ ആളുകളുടെ എബിലിറ്റി പോലെ ഉണ്ടാവും. അതിപ്പോ ആളുകൾ എങ്ങനെയാണോ, ആളുകൾക്ക് കുറച്ചുകൂടി ഇങ്ങനെ ക്രിയേറ്റീവ് റൈറ്റിംഗ് ഒക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് പെട്ടെന്ന് അത് എന്ത് ചെയ്യാൻ പറ്റും, ഇതാവാനും പറ്റും. അതിനർത്ഥം ക്രിയേറ്റീവ് റൈറ്റിംഗ് പറ്റാത്തൊരു എസ്സേ എഴുതാൻ പറ്റില്ല എന്നുള്ളതല്ല, എല്ലാവർക്കും പറ്റും. പക്ഷെ ക്രിയേറ്റീവ് റൈറ്റിംഗിന് ഒരു ഡിമാൻഡ് വരുന്നുണ്ട്, അതൊരു ചലഞ്ചാണ്. അതെങ്ങനെ ടാക്കിൾ ചെയ്യാൻ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ ക്രിയേറ്റിവിറ്റി മാത്രം പോരാ, അത് റെലവെന്റ് ആയിരിക്കണം. അടുത്ത പ്രോബ്ലം, വെറുതെ കഥ മാത്രം അടിച്ചാൽ പോരാ, റെലവെന്റ് ആയിട്ടുള്ള അനാലിസിസ് ആയിരിക്കണം എന്നുള്ളതാണ്. ആൻഡ് യു ഓൾസോ നീഡ് ടു കീപ് ദ ഡെപ്ത് ഓഫ് യുവർ അണ്ടർസ്റ്റാൻഡിങ്. വെറുതെ അതിന് ചുറ്റുമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ പോരാ, ഡെപ്ത് വേണം എസ്സേക്ക്. ഇന്നർ മീനിങ്ങിൽ പോയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റണം. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല, റിപ്പീറ്റേഷൻ വരാനും പാടില്ല. അതേപോലെ തന്നെ മൾട്ടി ഡയമെൻഷൻസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ മിസ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ക്വസ്റ്റ്യൻ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം ആണ്. ചില സമയത്ത് നമ്മൾ ചോദ്യം ചോദിച്ചതേ ആയിരിക്കില്ല നമ്മൾ എഴുതുന്നത്. പല ആളുകളെയും ചോദ്യവും എസ്സേയും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. അതെന്താണ്, നിങ്ങളുടെ മാർക്ക് ഓൾറെഡി നമ്മൾ ഡിമാൻഡിൽ കണ്ടു. എന്താണ് UPSC എന്തിനാണ് മാർക്ക് കൊടുക്കുക, ദോസ് ഹു റൈറ്റ് ക്ലോസ്ലി ടു ദ ടോപ്പിക് ഓഫ് ദി എസ്സേ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇൻക്ലൂഷൻ ഓഫ് കേസ് സ്റ്റഡി എക്സാമ്പിൾ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ്. അതേപോലെ അനദർ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആരും ഇപ്പൊ നമ്മൾ കണ്ടു, ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ തന്നെ ചോദിച്ചത് എത്ര പേര് എസ്സേ എഴുതി എന്നുള്ളതാണ്. അതിനകത്ത് ഞാൻ കണ്ടത് ആകെ 3 പേര് എസ്സേ എഴുതിയതാണ് കണ്ടത്. നമ്മളൊരു 50 പേര് ഇവിടെ ഇരുന്നിട്ട് 3 പേരാണ് എന്ത് ചെയ്യുന്നത്, എസ്സേ എഴുതിയതായിട്ട് കണ്ടത്. അത് തന്നെയാണ് എസ്സേയിൽ ആളുകൾക്ക് മാർക്ക് കിട്ടാത്തതിനുള്ള വേറെ ഒരു വലിയ പ്രോബ്ലം എന്ന് പറയുന്നത്. കാരണം എന്താണ്, ആരും എസ്സേയിൽ എന്ത് ചെയ്യുന്നില്ല, പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ഇല്ല എന്നുള്ളതാണ് എസ്സേന്റെ പ്രോബ്ലം. അപ്പൊ അതും നമുക്ക് എന്ത് ചെയ്യണം, അഡ്രസ് ചെയ്യണം. സോ എസ്സേ എങ്ങനെയാണ് നമുക്ക് ചെയ്യുക, എന്തൊക്കെയാണ് എസ്സേയിൽ നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തെ പ്രോബ്ലം നമുക്ക് 1 by 1 ആയിട്ട് തുടങ്ങാം. അതായത് ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്യുന്നത് മുതൽ എസ്സേ അവസാനം എഴുതുന്നവരെ എങ്ങനെയാണെന്നുള്ള രീതിയിൽ നമുക്ക് പോവാം. ഫസ്റ്റ് എസ്സേന്റെ ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കേണ്ടത്, ആദ്യം നമുക്ക് ആ ടോപ്പിക്കിന്റെ മീനിങ് മനസ്സിലാവുക എന്നുള്ളതാണ് ബേസിക് സാധനം. അതായത് ഇത് വായിച്ചിട്ട് യഥാർത്ഥത്തിൽ എന്താണ് അതിന്റെ മീനിങ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ഇപ്പൊ ഇവിടെ ഒരു ടോപ്പിക് എന്ത്, ഇഫ് ദ ഡെവലപ്മെന്റ് ഈസ് നോട്ട് എൻഡേഞ്ചേർഡ് ഇറ്റ് ഈസ് എൻഡേഞ്ചേർഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ മീനിങ് എന്താണെന്നുള്ളത് ആക്ച്വലി ആർക്കും അറിയില്ല. യഥാർത്ഥത്തിൽ ഇതിന് മൾട്ടിപ്പിൾ മീനിങ് ഉണ്ട്. ഇതിനൊരു ജെൻഡർ ഡയമെൻഷൻ ആയിട്ട് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഇതിനൊരു എൻവയോൺമെന്റൽ ഇഷ്യൂ ആയിട്ട് കാണാൻ പറ്റും. അപ്പം ഇതിന് എന്ത് രീതിയിലാണ് ഇതിന്റെ മീനിങ് എന്നുള്ളത് എക്സാക്ട്ലി ഇത് 2016 UPSC ചോദിച്ചുള്ള ഒരു എസ്സേ ആണ്. 2016 ശശി തരൂർ ഇതിനെപ്പറ്റി ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഇന്റർപ്രറ്റ് ദിസ് പർട്ടിക്കുലർ ടോപ്പിക്. ആൻഡ് ഏത് മീനിങ് ആണ് ഒരു കുട്ടി, ഒരു സിവിൽ സർവന്റ് ആസ്പിറന്റ് ഈ ഒരു ടോപ്പിക്കിൽ എടുക്കേണ്ടത് എന്നുള്ളതാണ് ശശി തരൂർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ലാസ്റ്റ് എന്താ ഇതിന്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു മീനിങ്ങോ അണ്ടർസ്റ്റാൻഡിങ്ങോ എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാവുന്നില്ല. അപ്പം ഇതിനകത്ത് ഇന്റർപ്രിട്ടേഷൻ പീപ്പിൾ ടു പീപ്പിൾ ചേഞ്ച് ചെയ്യാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ എടുക്കാൻ പറ്റും? അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ടോപ്പിക്കിന്റെയും മീനിങ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ ടോപ്പിക് എടുക്കാവുള്ളൂ. മനസ്സിലാവാത്ത ടോപ്പിക് ഒരിക്കലും എടുക്കരുത്. കാരണം നിങ്ങളുടെ എഴുതുന്നത് ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. ഇനി എത്ര നന്നായി നിങ്ങൾ എഴുതിയാലും നിങ്ങൾ ആ ടോപ്പിക്കുമായിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. കാരണം ഏറ്റവും ഇമ്പോർട്ടന്റ് ക്രൈറ്റീരിയ അതിന്റെ ഇന്റർപ്രിട്ടേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ടോപ്പിക്കുമായിട്ട് ക്ലോസ്ലി റിലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ ക്ലോസ്ലി റിലേഷൻ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ കോസ്റ്റ് ഓഫ് ബീയിങ് റോങ് ഈസ് ലെസ് ദാൻ ദ കോസ്റ്റ് ഓഫ് ഡൂയിങ് നത്തിങ്. ഇത് കുറച്ചുകൂടി റിലേറ്റബിൾ അല്ലേ, നമുക്ക് കുറച്ചുകൂടി അറിയാം അല്ലെ. ദ കോസ്റ്റ് ഓഫ് ബീയിങ് റോങ് ഈസ് ലെസ് ദാൻ ദ കോസ്റ്റ് ഓഫ് ഡൂയിങ് നത്തിങ്. എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരിക്കുന്നല്ലേ, തെറ്റ് പറ്റുന്നതിനെക്കാട്ടും വലിയ കോസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഒന്നും ചെയ്യാതിരിക്കുന്നത്. അപ്പം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ പ്രോഗ്രസ് ഉണ്ടാവും, ചെയ്തില്ലെങ്കിൽ ഒരു പ്രോഗ്രസ്സും ഉണ്ടാവില്ല. അപ്പൊ ഏറ്റവും വലിയ തെറ്റെന്താണ്, ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. തെറ്റ് പറ്റുക എന്നുള്ളതല്ല.
അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ എന്താണ് കുറച്ചൊരു റിലേറ്റബിൾ ടോപ്പിക് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ടോപ്പിക്കാണ്. അപ്പൊ രണ്ടാമത്തെ ടോപ്പിക്കാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഇവിടെ എടുക്കേണ്ടത്. അതേപോലെ തന്നെ അപ്പൊ ഞാൻ പറഞ്ഞു ഫസ്റ്റത്തെ ആസ്പെക്ട് എന്താണ്, ഒരു ടോപ്പിക് എങ്ങനെ എടുക്കാം, ആ ടോപ്പിക്കിൽ നമുക്ക് ആദ്യം മനസ്സിലാവേണ്ട അതിന്റെ മീനിങ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. രണ്ടാമത് ആ ടോപ്പിക്കിൽ നിങ്ങൾക്ക് ആർഗ്യുമെന്റും കൗണ്ടർ ആർഗ്യുമെന്റും ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള എക്സാമ്പിളുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതേപോലെ തന്നെ നിങ്ങൾക്ക് അതിനകത്ത് ഇഷ്ടപ്പെട്ട വാല്യൂസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അതിലേക്ക് വരുന്നതിന് മുമ്പ് എന്താണ് ആർഗ്യുമെന്റ്, എന്താണ് കൗണ്ടർ ആർഗ്യുമെന്റ് ഇനി നമുക്ക് നോക്കണം അല്ലെ. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു അതിനകത്ത് ആർഗ്യുമെന്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ കൗണ്ടർ ആർഗ്യുമെന്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കി. അപ്പൊ ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എസ്സേ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എസ്സേന്റെ ടോപ്പിക് എടുക്കുകയാണെങ്കിൽ എസ്സേ ടോപ്പിക് എടുക്കട്ടെ. ഓക്കെ, നമ്മൾ നേരത്തെ എടുത്തപ്പോ ഇറ്റ് ഈസ് ബെസ്റ്റ് ടു സീ ലൈഫ് ആസ് എ ജേർണി നോട്ട് ആസ് എ ഡെസ്റ്റിനേഷൻ, ആ ടോപ്പിക് തന്നെ എടുക്കാം. സോ ഇറ്റ് ഈസ് ബെസ്റ്റ് ടു സീ ലൈഫ് ആസ് എ ജേർണി നോട്ട് ആസ് എ ഡെസ്റ്റിനേഷൻ. ഇതാണ് നമ്മൾ എടുക്കുന്ന ടോപ്പിക് എന്ന് വിചാരിക്കുക. ഇനി എന്താണ് ആർഗ്യുമെന്റ്, എന്താണ് കൗണ്ടർ ആർഗ്യുമെന്റ്? ഒരു എസ്സേ എഴുതുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വേണ്ടത് ആർഗ്യുമെന്റും കൗണ്ടർ ആർഗ്യുമെന്റും ആണ് നമുക്ക് ആദ്യം വേണ്ടത്. അപ്പം നമ്മൾ അതിന്റെ മീനിങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രയോറിറ്റി അതിൽ നിന്ന് നമുക്ക് ആർഗ്യുമെന്റും കൗണ്ടർ ആർഗ്യുമെന്റും ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. പക്ഷെ എന്താണ് ആർഗ്യുമെന്റ് എന്നുള്ളതും എന്താണ് കൗണ്ടർ ആർഗ്യുമെന്റ് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കണം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ ടോപ്പിക്കിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ദ ബെസ്റ്റ് സീ ലൈഫ് ആസ് എ ജേർണി നോട്ട് ആസ് എ ഡെസ്റ്റിനേഷൻ. അപ്പൊ ലൈഫിനെ എന്തായിട്ട് കാണണം, ഒരു ജേർണി ആയിട്ട് കാണണം, പക്ഷെ എന്തായിട്ട് കാണരുത്, ഡെസ്റ്റിനേഷൻ ആയിട്ടല്ല കാണേണ്ടത് എന്നാണ് നമ്മൾ പറയുന്നത്. ഇതാണ് ടോപ്പിക്. ഇനി എന്താണ് ഇതിന്റെ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ ആ ടോപ്പിക്, ഇനി നമ്മളൊരു സയന്റിസ്റ്റ് ആയിട്ട് നമ്മൾ സയന്റിഫിക് ആയിട്ട് റിസർച്ച് ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പം എന്താണോ ടോപ്പിക് എന്നുള്ളത് ആ ടോപ്പിക് തന്നെയാണ് ആക്ച്വലി ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണോ ടോപ്പിക് അതാണ് ആ ടോപ്പിക്കിന്റെ ആർഗ്യുമെന്റ്. ഇവിടുത്തെ ആർഗ്യുമെന്റ് എന്താണ്, ലൈഫിനെ എന്തായിട്ട് കാണണം, ജേണി ആയിട്ട് കാണണം, ഇതിനെ ഡെസ്റ്റിനേഷൻ ആയിട്ട് കാണരുത്. അപ്പം എസ്സേയുടെ ടോപ്പിക് എന്താണോ ആ എസ്സേയുടെ ടോപ്പിക്കാണ് നിങ്ങളുടെ ആർഗ്യുമെന്റ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തുകൊണ്ടാണ് വൈ ലൈഫിന് എന്ത് ചെയ്യരുത്, ജേണി ആയിട്ട് കാണണം, ഒരിക്കലും ഡെസ്റ്റിനേഷൻ ആയിട്ട് കാണരുത് എന്ന് പറയാനുള്ള റീസൺസ് ആണ് നിങ്ങൾ ആദ്യം ഉണ്ടാക്കേണ്ടത്. ഓക്കെ, ആർഗ്യുമെന്റിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്തു, വൈ ലൈഫ് ഷുഡ് ബി സീൻ ആസ് എ ജേർണി നോട്ട് ആസ് എ ഡെസ്റ്റിനേഷൻ. ഇതാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഈ വൈ പാർട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് ഓരോ എക്സാമ്പിൾ, ഓരോന്നിനും നിങ്ങൾക്ക് ഓരോ എക്സാമ്പിൾ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓരോ വൈക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരുപാട് വൈ പാർട്ടുകൾ ജനറേറ്റ് ചെയ്യുന്നു. ആ വൈയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ എക്സാമ്പിളുകൾ കണക്ട് ചെയ്യാം. ഈ വൈയിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ എക്സാമ്പിളിലേക്ക് പോവാം എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. ഇനി നിങ്ങൾ നോക്കിയേ, ഒന്ന് ഞാനിപ്പോ ചോദിക്കുകയാണ്, ലൈഫിനെ നിങ്ങൾ ഒരു ജേർണി ആയിട്ട് കാണണം, പക്ഷെ ഡെസ്റ്റിനേഷൻ ജേർണി ആയിട്ടാണ് കാണേണ്ടത്, ഡെസ്റ്റിനേഷൻ ആയിട്ടല്ല കാണേണ്ടത്. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എക്സാമ്പിൾ ഒന്നും എനിക്ക് വേണ്ട, ഞാൻ വെറുതെ നിങ്ങൾ ഒരാളോട് ചോദിക്കുകയാണ്, ലൈഫിനെ നമ്മൾ ഒരു ജേർണി ആയിട്ടാണ് കാണേണ്ടത്, ഡെസ്റ്റിനേഷൻ ആയിട്ടല്ല. കാരണം എന്താണ്? ഡെസ്റ്റിനേഷനിൽ എത്തണമെന്ന് ഗ്യാരണ്ടി ഒന്നുമില്ലല്ലോ. ഡെസ്റ്റിനേഷൻ എത്തണമെന്നുള്ള ഗ്യാരണ്ടി ഇല്ല, പക്ഷെ ജേർണി ആയിട്ടാണെന്നുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ റീസൺ എന്താണ്? അതൊരു നെഗറ്റീവ് അല്ല, അതിനൊരു പോസിറ്റീവ് ആക്കി പറയോ? അത് തന്നെ, അതിനെ ഒന്നുകൂടി ഇലാബറേറ്റ് ചെയ്താൽ പോസിറ്റീവ് ആവും. ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്യൂച്ചർ ആണ് അല്ലെ? ഡെസ്റ്റിനേഷൻ ഈസ് ഫ്യൂച്ചർ. പക്ഷെ എന്താണ്, ജേർണി എന്താണ്? പ്രസന്റ് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്യൂച്ചറിൽ ഡെസ്റ്റിനേഷൻ ഫ്യൂച്ചർ എത്തുമെന്നുള്ള നമുക്ക് ഉറപ്പില്ല, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, പ്രസന്റിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ ഫെയിലിയർ എന്ന് പറയാൻ കാരണം എന്താണ്? റിവാർഡ് നോക്കരുത്. ഓക്കെ, റിവാർഡ് നോക്കരുത് എന്നുള്ളത് പറയാൻ പറ്റും. അപ്പൊ എന്താണ്, ലൈഫിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റിവാർഡ് അല്ലെങ്കിൽ അതിന്റെ ഔട്ട്കം ഫോക്കസ് ചെയ്യരുത്. ഇന്ന് എന്താണോ ഉള്ളത് അത് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യാം. റിവാർഡിന്റെ കാര്യം ഞാൻ എഴുതി. ഓക്കെ, പിന്നെ ബി മൈൻഡ്ഫുൾ. ഓക്കെ, പ്രസന്റ് കോണ്ടസ്റ്റിൽ തന്നെ പോവുക, അല്ലെങ്കിൽ മൈൻഡ്ഫുൾ ആവും. സെയിം സിമിലർ പോയിന്റ്സ് ആണ് അതെല്ലാം. ഹാപ്പിനെസ് ത്രൂ ഔട്ട് ഉണ്ടാവില്ല. ഹാപ്പിനെസ് ത്രൂ ഔട്ട് ഉണ്ടാവില്ല എന്ന് പറയുന്നത് പ്രോസസ്. എന്തുകൊണ്ട് എങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയുന്നത് നെഗറ്റീവ് അല്ലേ? നമ്മളിവിടെ പോസിറ്റീവ് അല്ലേ? ലൈഫിനെ ജേർണി ആയിട്ട് കാണണമെന്നല്ലേ പറയുന്നത്. ത്രൂ ഔട്ട് ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ പ്രോസസ്സിൽ ഉണ്ടാവില്ല എന്ന് പറയുന്ന പോലെ ആയില്ലേ? അത് ഒന്ന് മാറ്റിയാൽ മതി. ലോസ് ഓഫ് ബ്യൂട്ടി ഓഫ് ലൈഫ്. ഡെസ്റ്റിനേഷനിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്യൂട്ടി ഓഫ് ലൈഫ് ഫോക്കസ് ആവും അല്ലെ? ഫെയിലിയർ നോട്ട് എൻഡ് ഓഫ് ദ ലൈഫ്. അതിവിടെ പറയാൻ കാരണം എന്താ? ഡെസ്റ്റിനേഷൻ ഫെയിലിയർ ഈസ് നോട്ട് ദ എൻഡ് ഓഫ് ദ ലൈഫ് എന്ന് പറയാൻ കാരണം എന്താ? ആ ടോപ്പിക്കും ഇതുമായിട്ട് ബന്ധം എന്താ? UPSC അല്ല, അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ഓക്കെ, ലൈഫിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് അത് ഈ ടോപ്പിക്കായിട്ട് ഒന്ന് ലിങ്ക് ചെയ്തേ. നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷെ ടോപ്പിക്കായിട്ട് നിങ്ങൾ ഒന്ന് ലിങ്ക് ചെയ്താൽ മതി.
Journey is certain and destination is uncertain. Okay. Help you to stay positive. How? Process over result. Okay, very good. So it's a long process, so be disciplined. Do the job, salary will flow. Okay. Okay, you have the right to put the seed, but not expecting the fruit of it. The moment is real. Bhagavad result is a destination. Okay, result is a destination. Bhagavad Gita പറയുന്നത് മനു പറയുന്നു. See, നമ്മൾ ഇതുവരെ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് എസ് ഒരു ടോപ്പിക് പറയുന്നു. ലൈഫിന് എന്തായിട്ട് കാണണം, ലൈഫിന് ഒരു ജേണി ആയിട്ട് കാണണം, എന്തായിട്ട് കാണരുത്, ഡെസ്റ്റിനേഷൻ ആയിട്ട് കാണരുത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞ ടോപ്പിക്. സോ ഇറ്റ് ഈസ് ബെസ്റ്റ് ടു സീ ലൈഫ് ആസ് എ ജേണി, നോട്ട് ആസ് എ ഡെസ്റ്റിനേഷൻ. ഇവിടെ ഈ എസ് എന്ത് പറയുന്നു, ഇതാണ് നിങ്ങളുടെ ആർഗ്യുമെന്റ്. ഇതൊരു തീസസ് ആയിട്ട് എടുക്കുക. ഇനി നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇത് പ്രൂവ് ചെയ്യണം, ഇത് ശരിയാണെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യാണ് വേണ്ടത്. ഇതിന്റെ എക്സാമ്പിൾസ് എഴുതുകയല്ല വേണ്ടത്, ഇത് ശരിയാണ്. എന്താണ് ശരി? ലൈഫിനെ എങ്ങനെ കാണണം? ബെസ്റ്റ് ടു സീ ആസ് എ ജേണി, നോട്ട് ആസ് എ ഡെസ്റ്റിനേഷൻ എന്ന് പറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ തന്നെയാണ് കാരണങ്ങൾ. അപ്പൊ ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ഇവിടുത്തെ ആർഗ്യുമെന്റ് കിട്ടി. അതായത് ലൈഫിൽ എന്താണ് നമ്മൾ പ്രോസസ്സിൽ ഫോക്കസ് ചെയ്യണം, ഡെസ്റ്റിനേഷൻ അല്ല ഫോക്കസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പം നമുക്ക് ലോങ് ടൈം എന്താന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല, ഇപ്പോഴുള്ള സാധനം നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ സ്റ്റേ പോസിറ്റീവ് ആയിട്ട് ഇരിക്കണം. ലൈഫ് ആകുമ്പോൾ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ഡെസ്റ്റിനേഷനിൽ മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പക്ഷേ ആ ഡെസ്റ്റിനേഷൻ അപ്പ് ആൻഡ് ഡൗൺസ് എനിക്ക് മാച്ച് ആവുന്നില്ല. ഫെയിലിയർ ഈസ് നോട്ട് എൻഡ് ഓഫ് ദ ലൈഫ് എന്നുള്ളതും ഡെസ്റ്റിനേഷൻ ആണ്. ഫെയിലിയർ ആണോ സക്സസ് ആണോ എന്നുള്ളത് തീരുമാനിക്കുന്നതൊക്കെയും അതും നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നില്ല. പക്ഷെ എന്താണ്, നമുക്ക് വേണമെങ്കിൽ ജേണി ആയിട്ട് കാണുന്ന സമയത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റും, പീസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റും, പ്രസന്റ് മൊമെന്റിൽ ഇരിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഡെസ്റ്റിനേഷൻ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ റോങ് ഫുൾ മീൻസ് എടുക്കും, റൈറ്റ്ഫുൾ മീൻസ് അല്ല. കാരണം നമ്മൾ ഡെസ്റ്റിനേഷൻ മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ മതി. അപ്പൊ നമ്മൾ എപ്പോഴും റോങ് ഫുൾ ആയിട്ടുള്ള മീൻസ് എടുക്കും, റൈറ്റ്ഫുൾ മീൻസ് എടുക്കില്ല, അൺഎത്തിക്കലാവാം. അതേപോലെ തന്നെ നമ്മൾ ഷോർട്ട് കട്ട് എടുക്കാൻ നോക്കും, അത് ചിലപ്പോൾ അൺഎത്തിക്കിലേക്ക് പോയി കേൾക്കാം. പക്ഷെ ഡെസ്റ്റിനേഷൻ ആണെങ്കിൽ നമ്മൾ ലോങ് റൺ എടുക്കും. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കൂടെ ജേണി ആകുമ്പോൾ നമ്മൾ എന്താണ്, കൂടെയുള്ള ആളുകളെയുടെ കൂടെ എടുക്കും. പക്ഷെ ഡെസ്റ്റിനേഷൻ ആകുമ്പോൾ നമ്മൾ സെൽഫിഷ് ആയിരിക്കും, നമ്മളെ കാര്യം മാത്രമേ നോക്കുള്ളൂ. ഇതൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ 7ാമത്തെ ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് ബെസ്റ്റ് ടു സീ ലൈഫ് ആസ് എ ജേണി എന്ന് പറയുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആർഗ്യുമെന്റുകളാണ്. ഇനി നമ്മൾ എഴുതേണ്ടത് ഇതിങ്ങനെ കോമന്റ് എഴുതി കഴിഞ്ഞാലും ശരിയാവില്ല. ഇതൊക്കെ എഴുതാനുള്ള നിങ്ങൾക്ക് ക്ലക്സ് മാത്രമാണ്. ഇനി ഇത് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ ഇലാബറേറ്റ് ചെയ്യണം. എങ്ങനെയാണ് ഇതിനെ ഇലാബറേറ്റ് ചെയ്യുക? അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാണ്, ഇതിനകത്ത് എന്താണ്, ഇറ്റ് ഈസ് ബെസ്റ്റ് ടു സീ ലൈഫ് ആസ് എ ജേണി നോട്ട് ആസ് എ ഡെസ്റ്റിനേഷൻ ബിക്കോസ് ഡെസ്റ്റിനേഷൻ ഈസ് സംതിങ് എൻഡ് ആണ്. വെൻ ഇറ്റ് ഈസ് എൻഡ് ആയി വരുന്ന സമയത്ത്, വെൻ വി ഓൺലി ഫോക്കസ് ഓൺ ദി എൻഡ്, we won't be able to enjoy the process of or the process of the life. ബട്ട് പ്രോസസ് ഓഫ് ദ ലൈഫ് എന്ന് പറയുന്നത് എന്താണ്, ഓരോ സ്റ്റേജസിൽ. ഇപ്പൊ നമ്മൾ ഹിന്ദു ഫിലോസഫി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ സ്റ്റേജ് ഓഫ് ലൈഫ് ഉണ്ട്. ഈ ഓരോ സ്റ്റേജ് ഓഫ് ലൈഫിലും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രോസസ്സിലേക്ക്, ജേണിയിലേക്ക് ഫോക്കസ് ചെയ്യണം. ഡെസ്റ്റിനേഷൻ ഈസ് ഔട്ട്കം ഓഫ് ദാറ്റ്. ഒൺലി നമുക്ക് കൺട്രോൾ ഉള്ളത് മാത്രം എന്ത് മാത്രമാണ്, ജേണി മാത്രമല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വി ക്യാൻ ഓൺലി കൺട്രോൾ ദി ജേണി ആസ്പെക്ട്, നോട്ട് ദ ഡെസ്റ്റിനേഷൻ ആസ്പെക്ട്. അപ്പൊ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല, ഡെസ്റ്റിനേഷൻ ഓട്ടോമാറ്റിക്കലി നമ്മൾ എത്തിക്കോളും എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പറയുന്നു. ഇനി അതൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു എക്സാമ്പിൾ അതിനെ കണക്ട് ചെയ്തിട്ട് അത് നമ്മൾ കണക്ട് ചെയ്ത എക്സാമ്പിളുമായിട്ട് എഴുതണം. അപ്പൊ ഇവിടെ നമ്മൾ എഴുതുന്ന ഒക്കെ ആർഗ്യുമെന്റ് ആണ്. ഇനി ഞാൻ പറഞ്ഞു ഇതിനകത്ത് കൗണ്ടർ ആർഗ്യുമെന്റ് വേണം. കൗണ്ടർ ആർഗ്യുമെന്റ് ഇതിന്റെ എന്തായിരിക്കും? അതായത് ഈ ടോപ്പിക് ശരിയാണെന്നാണ് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്, അതിനുള്ള പോയിന്റുകളാണ് നിങ്ങൾ പറഞ്ഞതെല്ലാം, അതിനുള്ള പോയിന്റുകളാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ടോപ്പിക് തെറ്റാണെന്നാണ്. അതായത് ലൈഫ് ദ ബെസ്റ്റ് ടു സീ ലൈഫ് ആസ് എ ജേണി അല്ല, ലൈഫിനെ എന്തായിട്ട് കാണണം, ഡെസ്റ്റിനേഷൻ ആയിട്ട് കാണണം. അതായത് ജേണി പോലെ തന്നെ ഡെസ്റ്റിനേഷൻ ഇമ്പോർട്ടൻസ് ഇല്ലേ. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ സ്റ്റാർട്ടിങ് എന്ത് ചെയ്യുന്നു, ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുന്നു. ഇഫ് യു ഡു നോട്ട് നോ ദ ഡെസ്റ്റിനേഷൻ, യു എൻഡ് അപ്പ് സംവെയർ എൽസ് വിച്ച് യു നോട്ട് ഡിസേർവ് ടു ബി. അല്ലെങ്കിൽ നിങ്ങളുടെ പൊട്ടൻഷ്യൽ ഇല്ലാത്ത സ്ഥലത്തായിരിക്കും നിങ്ങൾ എത്തിപ്പെടുക. കാരണം നമുക്കൊരു എയിം ഇല്ല. ഇപ്പൊ നിങ്ങൾ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇറങ്ങി, പക്ഷെ നിങ്ങൾക്ക് ഒരു ഗോൾ ഇല്ല. 2027 നിങ്ങൾ പാസ് ആവണം എന്നുള്ള ഒരു ഗോൾ ഇല്ല. നിങ്ങൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തോണ്ടേ ഇരിക്കും. അല്ലെങ്കിൽ നമുക്കിത് പറയാം, ജേണി വിത്തൗട്ട് കോമ്പസ് ആയിരിക്കും. കോമ്പസിന്റെ ഗുണം എന്താണ്, കോമ്പസ് നമുക്ക് ഡയറക്ഷൻ തരും. നിങ്ങൾക്ക് ഡെസ്റ്റിനേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഒരു ഡയറക്ഷൻ ഉണ്ടാവില്ല. നിങ്ങൾ എന്ത് ചെയ്യും, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പ്രിപ്പറേഷൻ, കാണുന്നതെല്ലാം നിങ്ങൾ വായിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഡെസ്റ്റിനേഷൻ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഡെസ്റ്റിനേഷൻ ഇമ്പോർട്ടൻസ് എന്താണ്, ഡെസ്റ്റിനേഷൻ വിൽ ഗിവ് യു ഡയറക്ഷൻ. ഡെസ്റ്റിനേഷൻ ഓൾവേസ് എൻഷുർ ദാറ്റ് യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. Destination will also ensure that you are getting the reward for your journey. Destination will also ensure that എന്താണ്, നിങ്ങൾക്കുള്ള ഡിസർവിംഗ് ആയുള്ള പ്ലേസിലേക്ക് നിങ്ങൾക്ക് എത്തുന്നു. അപ്പൊ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ ഡെസ്റ്റിനേഷൻ അല്ല ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നു, ജേണിക്കാണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നു. രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ എന്താ പറഞ്ഞത്, ഡെസ്റ്റിനേഷൻ ആണ് ഇമ്പോർട്ടൻസ്, എന്തല്ല, ജേണിക്കല്ല ഇമ്പോർട്ടൻസ്. ദിസ് ഈസ് യുവർ കൗണ്ടർ ആർഗ്യുമെന്റ്.
കൗണ്ടർ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ എസ് എന്ത് പറയുന്നു അതിന് നേരെ ഓപ്പോസിറ്റോ അല്ലെങ്കിൽ അതിന്റെ മറ്റ് ഡയമെൻഷൻസോ എടുത്ത് കാണിക്കുന്നതിനാണ് നമ്മൾ കൗണ്ടർ ആർഗ്യുമെന്റ് എന്ന് പറയാം. സിമ്പിൾ ആക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ എസ് എന്ത് ചെയ്യുന്നു, എസ് എന്നെ നേരെ തിരിച്ച് പറയുന്നു. ഇത് എസ് എ നോക്ക്, എസ് എന്റെ ടോപ്പിക്കിന് എസ് എക്ക് എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ? എസ് എ പറയുന്നതെല്ലാം അബ്സല്യൂട്ട് സ്റ്റേറ്റ്മെന്റുകളാണ്. ദി ഇയർ ടീച്ച് മച്ച് വിത്ത് ദി ഡേയ്സ് നെവർ നോ. ഡൗട്ട് ഒന്നുമില്ല. എസ് എ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുന്നു, പറയാണ് ഇതാണ് ശരി. ഇനി നമ്മൾ പറയാണ് ഇത് ശരിയല്ല, ഇതിനകത്ത് തെറ്റാവാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ഡെസ്റ്റിനേഷൻ ആകുമ്പോൾ പ്രിപ്പറേഷൻ സ്ട്രെസ് കുറയുന്നു. ലൈക്ക് വി ക്യാൻ സിസ്റ്റമാറ്റിക്കലി അറേഞ്ച് തിങ്സ്. അത് ഒന്നുകൂടി കണക്ട് ചെയ്ത് പറയണം, കുറച്ചുകൂടി ക്ലിയർ ആയിട്ടില്ല എനിക്ക് പറഞ്ഞത്. എന്നാലും എന്താണ്, ഓക്കെ. അപ്പം സ്വാഭാവികമായിട്ട് എന്താണ്, ഡെസ്റ്റിനേഷൻ എന്ത് ചെയ്യുന്നു, ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന സമയത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയി പറയുന്നു. ദാറ്റ് ഈസ് കൗണ്ടർ ആർഗ്യുമെന്റ്. അപ്പൊ ഇവിടെ നമുക്ക് ആർഗ്യുമെന്റും ജനറേറ്റ് ചെയ്യാൻ പറ്റി, കൗണ്ടർ ആർഗ്യുമെന്റും ജനറേറ്റ് ചെയ്യാൻ പറ്റി. അതിനർത്ഥം എന്താണ്, ഈ ടോപ്പിക്കിൽ എഴുതാൻ നിങ്ങൾക്ക് കുറെ പോയിന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞു ഇൻട്രൊഡക്ഷൻ എടുക്കുമ്പോൾ ഒരു ടോപ്പിക് എന്ന് പറയുന്ന ടോപ്പിക് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആർഗ്യുമെന്റും എടുക്കണം, കൗണ്ടർ ആർഗ്യുമെന്റും എടുക്കണം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ ആർഗ്യുമെന്റും ഡെവലപ്പ് ചെയ്തു, കൗണ്ടർ ആർഗ്യുമെന്റും ഡെവലപ്പ് ചെയ്തു. അതിനുമായി ബന്ധപ്പെട്ട് എഴുതാൻ പറ്റുന്ന ഇതുമായി മാച്ച് ചെയ്ത് വരുന്ന എക്സാമ്പിൾസുകളും നമ്മൾ കണ്ടെത്തുന്നു പറഞ്ഞു. ഇനി നമ്മുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എസ്സേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ എഴുതുക എന്നുള്ളതാണ്. ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയ റോൾ ഉണ്ട്. കാരണം ഇൻട്രൊഡക്ഷനകത്താണ് ഒരു എസ്സേ എഴുതുന്ന ഒരു റീഡർ അല്ലെങ്കിൽ എസ്സേ വായിക്കുന്ന ഒരു റീഡറാണ് നമ്മുടെ മുന്നിൽ ഉണ്ടാവേണ്ടത്. ഈ റീഡറിനെ സംബന്ധിച്ചോളം നിങ്ങൾ എന്താ എഴുതുന്നത് എന്നുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ അയാൾ കുറെ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനെ സംബന്ധിച്ചോളം നിങ്ങൾ ഒരു 1200ഓളം വേർഡ്സ് വായിക്കണം എന്നുണ്ടെങ്കിൽ മിനിമം ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് എടുക്കും ഒരു എസ്സേ മൊത്തം വായിക്കണം എന്നുണ്ടെങ്കിൽ. പക്ഷെ ഈ 15 മിനിറ്റ് എടുത്ത് നിങ്ങളുടെ ഒരു എസ്സേ വായിക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിനകത്തേക്ക് അയാൾക്ക് എൻഗേജ്ഡ് ആവണം എന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി സം റീസൺ, അല്ലെ? ആ റീസൺ ആണ് നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ കൊടുക്കേണ്ടത്. ഇറ്റ് ഈസ് സിമിലർ ലൈക്ക് നിങ്ങൾ ഒരു മൂവിന്റെ ടീസർ കാണില്ലേ, ടീസർ കാണുമ്പോൾ തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്യും ഈ സിനിമ കൊള്ളാവോ അല്ലെ മോശമാണോ നല്ലതാണോ എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ രാമായണത്തിന്റെ ടീസർ ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ടീസർ കണ്ടിട്ട് നിങ്ങൾ ആ സിനിമയെ പറ്റി ഒരു ജഡ്ജ്മെന്റ് എടുത്തില്ലേ, ആ സിനിമ നല്ലതായിരിക്കോ, നിങ്ങൾക്ക് അത് കാണാൻ ഇഷ്ടമുണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? അതായത് എക്സാമിനർ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ് നിങ്ങളുടെ പേപ്പറാണ്. ഇനി നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുറത്ത് നിൽക്കുന്ന ആളെ നിങ്ങൾ എക്സാമിനറിനെ ഈ പേപ്പറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇൻട്രൊഡക്ഷൻ ഉദ്ദേശം. അയാൾ കുറെ കാര്യം ചിന്തിക്കുന്നുണ്ടാവും. അയാൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അയാൾ രാവിലെ ഭാര്യയുമായിട്ട് തല്ലുണ്ടാക്കിയത് ചിന്തിക്കുന്നുണ്ടാവും, ഭക്ഷണം കഴിക്കാതെ ചിന്തിക്കുന്നുണ്ടാവും, കുറെ തോട്ട് ഉണ്ട്. ഈ തോട്ട് എൻഡ് ചെയ്ത് നിങ്ങളുടെ തോട്ടിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ യു ഷുഡ് ക്രിയേറ്റ് സം കൈൻഡ് ഓഫ് ക്യൂരിയോസിറ്റി ടു ദ പേഴ്സൺ. ദിസ് ഈസ് വാട്ട് എസ്സേന്റെ ഇൻട്രൊഡക്ഷൻ ഈസ്. അപ്പൊ എസ്സേന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു 1.5 പേജോളം എഴുതാം. എസ്സേന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പാരഗ്രാഫ് അല്ല, 1.5 പേജോളം എഴുതാം. ഒരു സൈഡ് അതേപോലെ തന്നെ മറ്റേ സൈഡും എഴുതാം. വേണമെന്നുണ്ടെങ്കിൽ മാക്സിമം 2 പേജ്, 1.5 പേജ് മുതൽ 2 പേജ് വരെ. അതായത് ഒരു 100 to 120 വേർഡ്സ് നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും, എസ്സേന്റെ ഇൻട്രൊഡക്ഷൻ എഴുതാൻ പറ്റും. അതായത് നിങ്ങളുടെ ഒരു GSന്റെ ആൻസറിന്റെ ഒരു 3/4 ഭാഗത്തോളം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എസ്സേയുടെ ഇൻട്രൊഡക്ഷൻ എഴുതാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം അത്രയും സ്പേസ് ഉണ്ട് നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം, നിങ്ങൾ വളരെ റെലവെന്റ് ആയിട്ടുള്ള രീതിയിലേക്ക് ആളുകളുടെ മൈൻഡ് എന്ത് ചെയ്യാൻ പറ്റണം, ആ റീഡറിന്റെ മൈൻഡ് നിങ്ങളിൽ അട്രാക്ട് ആവുന്ന രീതിയിലേക്ക് വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എസ്സേന്റെ ഇൻട്രൊഡക്ഷൻ എഴുതേണ്ടത്. അപ്പൊ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ മാത്രമാണ് എന്ത് ചെയ്യുക, അയാൾക്ക് നിങ്ങളെടുത്ത് എന്ത് ചെയ്യുക, കുറച്ചുകൂടി നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ വായിക്കുന്ന സമയത്ത് പെട്ടെന്ന് അതിലേക്ക് അയാൾക്ക് കണക്ട് ചെയ്യാനും പെട്ടെന്ന് എക്സാമിനർ എന്ത് ചെയ്യും, ഇതിലേക്ക് മാത്രം ഫോക്കസ് കൊണ്ടുവരാൻ നോക്കും. അപ്പൊ അങ്ങനെ ഫോക്കസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എസ്സേ എഴുതാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, അപ്പൊ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് കൺസൈസ് ആയിരിക്കണം. എന്ത് ചെയ്യണം, എക്സാമിനറിനെ നിങ്ങൾക്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റണം. ഒരു ടീച്ചർ പോലെയാണ് നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ ഉണ്ടാവുക. ഇനി ഇൻട്രൊഡക്ഷൻ എഴുതാൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റോറി വെച്ച് തുടങ്ങും. ഓക്കെ, സ്റ്റോറി വെച്ച് തുടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അനിക്ഡോട്ട്, ഓൾറെഡി സംഭവിച്ച ഒരു സിറ്റുവേഷനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിലിംഗ് ആയിട്ട് പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡാറ്റ വെച്ച് പറയാം. പക്ഷേ ഈ ഡാറ്റ എന്നൊക്കെ പറയുന്നത് GS ടൈപ്പ് ഓഫ് എസ്സേയിലാണ് മാച്ച് ആവുക. ഫിലോസഫിക്കൽ ടൈപ്പ് ഓഫ് എസ്സേയിൽ അത്ര മാച്ചിങ് അല്ല. അവിടെ നിങ്ങൾ എഴുതണ്ട. GS ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ മെൻഷൻ സ്റ്റാറ്റിക്കൽ ഡാറ്റ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് വെച്ച് എസ്സേ സ്റ്റാർട്ട് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കൊട്ടേഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, പോയം വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കോണ്ടെക്സ്റ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, ഡെഫിനിഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഫിലോസഫിക്കൽ എസ്സേ ആയി, ഇതൊക്കെ GS ടൈപ്പും ഫിലോസഫിക്കൽ എസ്സേയും രണ്ടിനൂടെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. പക്ഷെ നമ്മൾ ഇനി ഒരു ഫിലോസഫിക്കൽ എസ്സേ വരുവാണെന്നുണ്ടെങ്കിൽ ഡെഫിനിഷൻ എന്നുള്ളത് ഒരു ഓപ്ഷൻ അല്ല, ഓപ്ഷൻ കളഞ്ഞു. അതേപോലെ തന്നെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നതും ഓപ്ഷൻ അല്ല, ഓപ്ഷൻ കളഞ്ഞു. കുറച്ചുകൂടി നിങ്ങൾക്ക് പോയം കൊടുക്കാം, പ്രോസ് ഓഫ് ക്വസ്റ്റ്യൻസ് കൊടുക്കാം. അതേപോലെ തന്നെ മെൻഷൻ ഡാറ്റ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. നരേറ്റ്, അനിക്ഡോട്ട്, ടെൽ എ സ്റ്റോറി. അപ്പൊ 1, 2 അതുപോലെ തന്നെ 1, 2 എന്താണ് ബേസിക്കലി 2 ആണ് നിങ്ങൾക്കുള്ള ഓപ്ഷൻസ്. ഓക്കെ, എന്തിന്, ഫിലോസഫിക്കൽ ടൈപ്പ് ഒരു എസ്സേ ആണെന്നുണ്ടെങ്കിൽ.
ജനറൽ സ്റ്റഡീസ് എസ് ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം എന്താണ് ഓപ്ഷൻസ് ആണ്. ഈ 8 ടൈപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ഏതെങ്കിലും ഒന്ന് കേട്ടോ, 8 ടൈപ്പ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും ജനറൽ സ്റ്റഡീസ് ആണെന്നുണ്ടെങ്കിൽ. പക്ഷെ അതിൽ തന്നെ ഈ ഡെഫിനിഷനും അതേപോലെ തന്നെ ഈ സ്റ്റാറ്റിക്കൽ ഡാറ്റയൊക്കെ എന്ന് പറയുന്നത് ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ടൈപ്പ് ഓഫ് ഇൻട്രൊഡക്ഷൻസ് ആണ് ഇങ്ങനെയുള്ള ഇൻട്രൊഡക്ഷൻ. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഇൻട്രൊഡക്ഷൻസിലാണ് കൂടുതൽ പോകാൻ വേണ്ടിയിട്ട് നല്ലത്. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഇപ്പൊ സ്ട്രെങ്ത് ഓഫ് എ നാഷൻ ഡിറൈവ്സ് ഫ്രം ദി ഇന്റഗ്രിറ്റി അറ്റ് ഹോം. സോ ഇവിടെ എന്താണ്, പ്ലേറ്റോ ഇൻ ഹിസ് ബുക്ക് റിപ്പബ്ലിക്കിനെ പറ്റിയിട്ട് സ്റ്റേറ്റിനെ പറ്റി പറയുന്നുണ്ട്. ഒരു ഫിലോസഫിക്കൽ ആംഗിൾ എന്താണ്, ഒരു ബുക്കിനെ പറ്റിയൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് ഇൻട്രൊഡക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഡിഫറെന്റ് ആയ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇൻട്രൊഡക്ഷൻസ്. ഇപ്പൊ ഇവിടെ ബുദ്ധനെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ബുദ്ധ വാസ് ബോൺ ഇൻ ലുംബിനി ഡ്യൂറിംഗ് ഹിസ് ബർത്ത് മെനി ആളുകൾ എന്ത് ചെയ്തു, ഇൻവൈറ്റ് ചെയ്തു. അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ വെച്ച് കഥ വെച്ച് തുടങ്ങും. അതൊരു സ്റ്റോറിയാണ്, ഒരു അനിക്ഡോട്ട് വെച്ചിട്ടാണ് അവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. In a gentle way, you can shake the world. An old man in a simple cloth decided to, wrestle the world mightiest empire. He started from the Sabarmati Ashramam. ഇത് ആരെ പറ്റിയായിരിക്കും പറയുന്നത്? ഇത്രയും വായിച്ചു കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾ വായിക്കരുത്. സബർമതി ആശ്രമം വരെ വായിച്ചേ. ആരെ പറ്റിയായിരിക്കും? ഗാന്ധിയെ പറ്റി. ഉറപ്പല്ലേ? ഇത് ഗാന്ധിയെ പറ്റിയല്ല എന്നുള്ളത് ഇത് മൊത്തം വായിക്കണം എന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് ഗാന്ധിയെ പറ്റിയാന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതോ ഇത്രയും വരെ വായിച്ചാൽ മതിയോ? ഇനി അത് വേണോ? എ ഓൾഡ് മാൻ വിത്ത് സിമ്പിൾ ക്ലോത്ത് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഇന്ത്യ തരുന്നില്ലേ അത് ഗാന്ധിയാണെന്നുള്ളത്? ദാറ്റ് മീൻസ് ഈ ഇൻട്രൊഡക്ഷൻ ഒരു എക്സാമിനർ മൊത്തമായിട്ട് എൻഗേജ് ചെയ്ത് വായിക്കുമോ അതോ എൻഗേജ് ചെയ്ത് വായിക്കില്ലേ? അയാൾ പെട്ടെന്ന് അയാൾക്ക് കാര്യം മനസ്സിലായി അയാൾ പാസീവ് ആവോ അതോ ഡീപ്പായിട്ട് വായിക്കോ? അയാൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? അയാള് എൻഗേജ് ചെയ്യില്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് അയാളെ സംബന്ധിച്ചോളം അയാൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, ആ ടോപ്പിക് എന്താണെന്ന് മനസ്സിലാവും. അപ്പൊ സ്വാഭാവികമായിട്ടും അയാൾ പെട്ടെന്ന് ഓക്കെ ഗാന്ധി, അപ്പൊ ഇത് ഓക്കെ ഗാന്ധിയെ പറ്റി, ഗാന്ധിയുടെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. സിമ്പിൾ വേ, ഈ ഷെയ്ത് ഡ്രസ് ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ എന്താണ് ചെറിയ വസ്ത്രം ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുന്നു, അയാൾ ഒരു ഇൻഡിപെൻഡൻസ് നേടിയതിന്റെ കഥയിലേക്കാണ് ഈ ടോപ്പിക് വരുന്നത് എന്നുള്ളത് ഈസി ആയിട്ട് മനസ്സിലാവും. എക്സാമിനർ പെട്ടെന്ന് വായിച്ചു തീർക്കും. എൻഗേജ്മെന്റ് കുറവായിരിക്കും എന്നാണ് ഈ ഇൻട്രൊഡക്ഷന്റെ പ്രോബ്ലം. അതായത് ഇവിടുത്തെ പ്രോബ്ലം എന്താണ്, ഈ ഒരു ഇൻട്രൊഡക്ഷൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് എല്ലാവർക്കും അറിയുന്ന സാധനം തന്നെ ഇൻട്രൊഡക്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എക്സാമിനറിന് പെട്ടെന്ന് തന്നെ ആ ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് മനസ്സിലാവുകയും അയാളുടെ ഇൻട്രസ്റ്റ് പെട്ടെന്ന് പോകും. അപ്പൊ ഇൻട്രസ്റ്റ് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യണം. ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നിങ്ങൾ അറിയാത്ത സാധനങ്ങളെ പറ്റി നിങ്ങൾ കൂടുതൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ പോയം വെച്ചുള്ള ഇൻട്രൊഡക്ഷൻ, പല ടൈപ്പ് ഓഫ് ഇൻട്രൊഡക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വാട്ടർ എവരിവെയർ നോ ഡ്രോപ്പ് എബോ ലൈൻ ഈസ് നോ റിം ഓഫ് ആൻഷ്യന്റ് മറൈൻ ടൈമിനെ പറ്റിയാണ് പറയുന്നത് എന്നുള്ളതിനെ പറ്റിയൊക്കെ ടോപ്പിക് പറയുന്നു. അപ്പൊ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? എപ്പോഴും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. നിങ്ങൾ ക്യൂരിയസ് ആയിട്ടുള്ള ഒരാളുകളായിരിക്കണം എന്ത് ചെയ്യുന്നത്, ഇൻട്രൊഡക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത്രത്തെ രീതിയിലേക്കായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യുക ഇൻട്രൊഡക്ഷൻ ചെയ്തത്. നിങ്ങൾ എല്ലാം ഭയങ്കര പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എഴുതി കഴിഞ്ഞാൽ പ്രോബ്ലം, പെട്ടെന്ന് എക്സാമിനർ വായിക്കുന്നു, പെട്ടെന്ന് ആൾക്ക് മനസ്സിലാവുന്നു, ഓക്കെ എൻഗേജിങ് അല്ല, ഓക്കെ ആയി കണ്ടത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാണ്, ബുദ്ധന്റെ സ്റ്റോറി എഴുതുന്നു. അപ്പം നിങ്ങൾ പറയുന്നു there was a one prince who was living in luxuries. One day he decided to he was born in Lumbini. ബുദ്ധ പാട് വിട്ടിറങ്ങി എൻലൈറ്റ്മെന്റ് ആയി. അത് തന്നെ കഥ. അതിനാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഇത്രയും തള്ളുന്നത് എന്നുള്ളത് എക്സാമിനർ പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ ഇവിടെ ഇതൊക്കെ പ്രോബ്ലം എന്താണ്? എൻഗേജ്മെന്റ് ഇല്ല. അതായത് നിങ്ങളുടെ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ മാത്രമുള്ള ഇൻട്രൊഡക്ഷൻ ഇതിനകത്തില്ല. എക്സാമിനറിനെ മൊത്തത്തിൽ അറ്റൻഷൻ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് ഒരു എസ്സേയിൽ പോസിബിൾ അല്ല. കാരണം അതിന് വേണ്ടിയുള്ള റൈറ്റേഴ്സ് അല്ല നമ്മൾ. ഒരു 1200 വേർഡ്സും എക്സാമിനർ ഭയങ്കരമായിട്ട് വായിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോസിബിൾ ആണ്. ആര് വായിക്കും? നിങ്ങളെ ടെസ്റ്റ് സീരീസ് നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഇരുന്ന് വായിക്കും. കാരണം ഞങ്ങൾക്ക് ഇത് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് റിവ്യൂ തരണം. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്ത് എഴുതിയാലും ഞങ്ങൾ വായിക്കും. പക്ഷെ എക്സാമിനെ സംബന്ധിച്ചോളം ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പേപ്പർ നോക്കി തീർക്കുക എന്നുള്ള ഉദ്ദേശം അയാൾക്ക് ഉണ്ടാവും. അതേപോലെ തന്നെ അയാൾക്ക് ഇതിനകത്ത് കമന്റ് എഴുതാനോ നിങ്ങളെ ഇമ്പ്രൂവ്മെന്റ് പറയാനോ ഒന്നും ആവശ്യമില്ല. അത് വായിക്കുക, അതിൽ നിന്ന് ഒരു മാർക്ക് ഇടുക, ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു എസ്സേ പ്രോപ്പർ ആയിട്ട് വായിക്കണം എന്നുണ്ടെങ്കിൽ അത് മൊത്തം വായിക്കണം എന്നില്ല. അത് വായിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവും. എന്തിനെ പറ്റിയൊക്കെയാണ് ഇത് പറയാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് എന്ത് ചെയ്യുന്നു, മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ പല രീതിയിൽ നമുക്ക് എക്സേ ഇൻട്രൊഡക്ഷൻ എഴുതാം. അപ്പൊ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ടോപ്പിക് തരാം. ഇപ്പം suppose let's say that it is not the questions, it is not the answers, but the questions that enlighten. Okay, the topic and it is not the
ടോപ്പിക് പറയുന്നത് ക്വസ്റ്റ്യൻ അല്ല, സോറി ആൻസർ അല്ല, ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എൻലൈറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ആർഗ്യുമെന്റ് ആണ്. നിങ്ങൾ അപ്പൊ ആർഗ്യുമെന്റ് പാർട്ട് ഒന്ന് വെറുതെ ഒന്ന് ആർഗ്യുമെന്റ് എന്തൊക്കെയായിരിക്കും ഇതിനകത്ത് ആർഗ്യുമെന്റ് നമ്മളിപ്പം ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളൂ, എങ്ങനെ എഴുതണം നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല, അതിലേക്ക് ഞാൻ വരാം. പക്ഷെ ഇതിനകത്ത് ആർഗ്യുമെന്റ് എന്തായിരിക്കും, ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു ടോപ്പിക്കിന്റെ ആർഗ്യുമെന്റ് എന്തായിരിക്കും? ഇറ്റ് ഈസ് നോട്ട് ദ ആൻസേഴ്സ് ബട്ട് ദ ക്വസ്റ്റ്യൻ ദാറ്റ് എൻലൈറ്റൻസ് എന്നാണ് ടോപ്പിക് പറഞ്ഞുള്ളത്. ഇതിന്റെ ഒരു ആർഗ്യുമെന്റ് സൈഡ് എന്തായിരിക്കും, എന്തൊക്കെ ആർഗ്യുമെന്റ് ആയിരിക്കും നമുക്ക് ഇതിനകത്ത് എഴുതാനുണ്ടാവുക? ക്വസ്റ്റ്യൻസിനല്ല ഇമ്പോർട്ടൻസ് ഇവിടെ കൊടുക്കേണ്ടത്, ആൻസറിനാണോ? ഇനി എന്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ, ഇനി ഇതിന്റെ ആർഗ്യുമെന്റ് എന്തൊക്കെ ഉണ്ടാകാൻ പറ്റും? ഫ്രീഡം റൈറ്റ്സുമായിട്ട് എന്താ ബന്ധം? അത് എക്സാമ്പിൾ അല്ലേ? യെസ്, ഇവിടെ എന്താണ് ഇമ്പോർട്ടന്റ്? ക്വസ്റ്റ്യൻസ് എന്താണ്? ക്വസ്റ്റ്യൻ കം ഫ്രം ക്യൂരിയോസിറ്റി. സോ ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ബെറ്റർ ആൻസറിലേക്ക് എത്തുള്ളൂ. അപ്പൊ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ എങ്ങനെയാണ്, വൈ ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടന്റ്? നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. നിങ്ങളോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, ആൻസർ നല്ല ഇമ്പോർട്ടന്റ്, ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നതിന് നിങ്ങൾ ഉത്തരം പറയാൻ പറഞ്ഞാൽ നിങ്ങൾ എക്സാമ്പിൾ ആണോ പറയാ, അതോ നമ്മൾ അതിനുള്ള റീസൺസ് ആണോ പറയാ? നമ്മൾ അതിനുള്ള റീസൺസ് ആണ് പറയാ, അല്ലെ? അതേപോലെ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പെട്ടെന്ന് പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാനുള്ള ടെക്നിക്കാണ് പറയുന്നത്. അതായത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇപ്പൊ നിങ്ങളോട് വെറുതെ ഇരുന്നിട്ട് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടില്ല. പകരം നിങ്ങളോട് ഒരാൾ ചോദിക്കുന്നതായിട്ട് അസ്യൂം ചെയ്യാം. നിങ്ങളോട് ചോദിക്കുകയാണ്, എടാ ആൻസർ നല്ല ഇമ്പോർട്ടന്റ്, ഒരാൾ ചോദ്യം ചോദിക്കുന്നു, ആ ചോദ്യത്തിലാണ് ഒരാൾ എൻലൈറ്റ്മെന്റ് ആവുന്നത്, അതിനുള്ള കാരണങ്ങൾ പറ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ബുദ്ധ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഗാന്ധി അങ്ങനെ പറഞ്ഞു അതല്ല നിങ്ങൾ പറയാം. പകരം എന്ത് ചെയ്യും, എടാ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, പുതിയ പുതിയ കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, കുറെ ആൻസേഴ്സ് കിട്ടും. പിന്നെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മാത്രമല്ലേ ആൻസർ വരുള്ളൂ. അങ്ങനെ നമുക്ക് കുറെ പോയിന്റ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ, question generate curiosity, multiple views from different people, critical thinking than the passive acceptance, genius minds ask questions compels us to think. Yes, the process of thinking thoughts വരുന്നു, we are filling the voids, അല്ലേ? So we are filling the voids കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് പറയണേ, question will reveal the truth. Okay, so ഇതൊക്കെ എന്താണ്, ക്വസ്റ്റ്യൻ ആണ് എൻലൈറ്റ് ചെയ്യുന്നത്, അല്ലാതെ ആൻസേഴ്സ് അല്ല എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെ? ആൻസറിന്റെ പ്രോബ്ലം എന്താണ്, ആൻസർ വിച്ച് ജസ്റ്റ് ഗിവ് എ സൊല്യൂഷൻ. പക്ഷെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നു, ഫർദർ നമ്മൾ ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഒരു കാര്യം. ഇപ്പൊ ഒരു കുട്ടി പഠിച്ചു വരുന്നു, ഒരു കുട്ടി ജനിച്ചു വരുമ്പോൾ അയാൾ എങ്ങനെയാണ് കാര്യങ്ങൾ പഠിക്കുന്നത്, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട്. സോ ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മൾ ലേണിംഗ്സ് നടക്കുന്നത്, ക്വസ്റ്റ്യൻസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ് വരുന്നത്, ക്വസ്റ്റ്യനിലൂടെയാണ് നമ്മൾ ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്, ക്വസ്റ്റ്യനിലൂടെയാണ് നമുക്ക് നോളജ് ജനറേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ദാറ്റ് ആക്ച്വലി സസ്റ്റെയിൻ ദ ഡെമോക്രസി ഇറ്റ്സെൽഫ്, അല്ലെ? ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ ഡെമോക്രസി ഇല്ല. അപ്പൊ ക്വസ്റ്റ്യൻ ആണ് ലോകത്തെല്ലാം എൻലൈറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ, ഓക്കെ, ഇനി ബുദ്ധന്റെ കാര്യം എടുത്ത് നോക്കിക്കേ. ബുദ്ധ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യന്റെ ഉത്തരം അല്ലേ ബുദ്ധ എൻലൈറ്റഡ് ആയ? വാട്ട് ഈസ് ദ കോസ് ഓഫ് സഫറിങ് ഇൻ ദിസ് വേൾഡ് എന്നാണ് ബുദ്ധ ചോദിച്ചത്, അല്ലെ? കോസ് ഓഫ് സഫറിങ് എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടി ബുദ്ധ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പം അതിന് ഉത്തരമാണ് ആക്ച്വലി എന്ത് ചെയ്തത്, ബുദ്ധയ്ക്ക് എൻലൈറ്റ്മെന്റ് വന്നിട്ടുള്ളത്. ആ സഫറിങ്ങിന്റെ റീസൺ തപ്പിപ്പോയതാണ്, എൻലൈറ്റ്മെന്റ് വന്നു. അപ്പൊ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ എക്സാമ്പിളും ശരിയാണ്, അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ആണ് എൻലൈറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി. ക്വസ്റ്റ്യൻ കീപ് ദ വേൾഡ് മൂവിംഗ്, സ്റ്റാർട്ട് ഫ്രം ദ ക്വസ്റ്റ്യൻ. എല്ലാം ക്വസ്റ്റ്യനെ പറ്റിയാണെന്ന് പറയുന്നത്. എന്തായിരിക്കും ഇതിന്റെ കൗണ്ടർ ആർഗ്യുമെന്റ്? ഇതാണ് ആർഗ്യുമെന്റ് എങ്കിൽ വാട്ട് ഈസ് ദ കൗണ്ടർ ആർഗ്യുമെന്റ്സ്, വാട്ട് ആർ ദ പോയിന്റ് ഫോർ ദ കൗണ്ടർ ആർഗ്യുമെന്റ്സ്? ഇതൊക്കെ നിങ്ങൾ ഇപ്പൊ എന്താ ചെയ്തിരിക്കുന്നത്, ഈ ടോപ്പിക് ശരിയാണെന്നാണ് വാദിച്ചിരിക്കുന്നത്. അത് വാദിക്കാനുള്ള റീസൺസ് ആണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞുള്ള ആർഗ്യുമെന്റ് ആയിട്ട് നിങ്ങൾ കാണുന്ന ഈ സ്റ്റേറ്റ്മെന്റുകളെല്ലാം. വാട്ട് ഈസ് ദ കൗണ്ടർ ആർഗ്യുമെന്റ് ഓഫ് ദിസ് ടോപ്പിക്? What if I ask you the right question, but I have delivered the wrong answer? Will that lead to enlightenment? ഞാനൊരു റൈറ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തു, എനിക്ക് തെറ്റായുള്ള ഒരു നുണയായുള്ള ഉത്തരം പറഞ്ഞു തന്നു. അതുകൊണ്ട് എനിക്ക് എൻലൈറ്റ്മെന്റ് വരുമോ? എനിക്ക് എൻലൈറ്റ്മെന്റ് കിട്ടുമോ? ഞാനൊരു ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾ എനിക്ക് ഒരു തെറ്റുത്തരം പറഞ്ഞു തരുന്നു, എൻലൈറ്റ്മെന്റ് കിട്ടുമോ? എനിക്ക് എൻലൈറ്റ്മെന്റ് കിട്ടില്ല, അല്ലേ? കറക്റ്റ് അല്ലേ? റെസ്പോണ്ട് ചെയ്തൊന്ന്. നിങ്ങൾ കൂടെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻസ് ആണെന്ന് പറയുമ്പം ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആയതുപോലെ തന്നെ ഉത്തരങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പം അതിൽ തെറ്റായ ഉത്തരം പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഞാനും തെറ്റായിട്ട് തന്നെ കാര്യങ്ങൾ പഠിക്കുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് എനിക്ക് എൻലൈറ്റ്മെന്റ് കിട്ടില്ല. സോ ഇറ്റ് ഈസ് ഈക്വലി ഇമ്പോർട്ടന്റ് ദാറ്റ് നോട്ട് ഓൺലി ദ ക്വസ്റ്റ്യൻ ബട്ട് ആൻസേഴ്സ് ആർ ഓൾസോ വെരി ഇമ്പോർട്ടന്റ്, അല്ലെ? ആൻസേഴ്സും എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആൻസറിന് എന്തുകൊണ്ടാണ് ആൻസർ ഇമ്പോർട്ടന്റ്? നൗ ടെൽ മീ വൈ ആൻസേഴ്സ് ആർ മോർ ഇമ്പോർട്ടന്റ് ഓർ ആൻസേഴ്സ് ലീഡ്സ് ടു എൻലൈറ്റ്മെന്റ് നോട്ട് ജസ്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ക്വസ്റ്റ്യൻസ് മാത്രമല്ല ആൻസേഴ്സോട് കൂടിയാണ് നമ്മൾ എൻലൈറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എന്തൊക്കെ ഉത്തരം പറയും?
Proper answers provide the strong base in the topic. Okay, answer ഉണ്ടെങ്കിൽ ബേസിക് ഉള്ളൂ. Unanswered question is wrongly answered by പ്രശ്നമാവും. Yes, very good. Without answers, no progress in society. Very good. റൈറ്റ് ഗൈഡൻസ് നീഡഡ് ആണ്. റൈറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ റൈറ്റ് ആൻസർ കൊടുത്തിരിക്കണം. രണ്ടെന്താണ്, ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, ക്വസ്റ്റ്യൻ ഉത്തരം കിട്ടുമ്പോൾ മാത്രമാണ് അത് കംപ്ലീറ്റ് ആവുന്നത് അല്ലെ. രണ്ട്, നോളജ് കിട്ടണം എന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ മാത്രം പോരാ, ആൻസർ അതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ആൻസറിലാണ് എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യന്റെ പ്രോബ്ലംസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആൻസറിലൂടെയാണ്. വെരി ഗുഡ്. ആൻസേഴ്സ് എന്ത് ചെയ്യുന്നു, ആൻസേഴ്സ് ന്യൂ ക്വസ്റ്റ്യൻ ആൻഡ് ഡീപ് ഡൗൺ ടു റിസർച്ചിലേക്ക് പോകുന്നു. ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് എന്ത് ചെയ്യുന്നു, അത് നമുക്ക് അവിടെ വെക്കാട്ടോ, അത് നമുക്ക് മാറ്റി വെച്ചു. ആ മനുവിന്റെ തോട്ട് ഈസ് വെരി ഗുഡ് തോട്ട്, ബട്ട് ദാറ്റ് ഇസ് നോട്ട് റൈറ്റ്. ഇപ്പൊ അത് എടുക്കാനായിട്ടില്ല, അത് ഇപ്പൊ എടുക്കരുത്, അവിടെ വെച്ചിരിക്കാൻ മതി. ഓക്കെ, ഇപ്പൊ ആൻസേഴ്സിന്റെ ഇമ്പോർട്ടൻസ് മാത്രം പറയാം. എന്തുകൊണ്ടാണ്, കാരണം നമ്മൾ കൗണ്ടർ ആർഗ്യുമെന്റ് ഇപ്പൊ പറയുന്നത്. ആൻസർ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് എന്നാണ് പറയുന്നത്. ആൻസർ സാറ്റിസ്ഫൈ ദ ക്യൂരിയസ് മൈൻഡ്. വെരി ഗുഡ്. സോ ദീസ് ആർ ദ കൗണ്ടർ ആർഗ്യുമെന്റ്. നൗ if you wanted to write an introduction, ഇനി നിങ്ങൾ അതൊക്കെ നോക്കിയേ, തീസസ് നീഡ്, ആന്റി തീസസ്. ഓക്കെ, വെരി ഗുഡ്. എന്ത് ചെയ്യുന്നു, ഇനി നിങ്ങൾക്ക് ഇതിന്റെ കൗണ്ടർ ആർഗ്യുമെന്റും നിങ്ങൾ കണ്ടെത്തി. നൗ ദ ക്വസ്റ്റ്യൻ ഈസ് യു നീഡ് ടു റൈറ്റ് എ ഗുഡ് ഇൻട്രൊഡക്ഷൻ. ഈ ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ നിങ്ങൾ എന്ത് ഇൻട്രൊഡക്ഷൻ എഴുതും? ലെറ്റ്സ് സേ ദാറ്റ് വി ആർ ഗോയിങ് ടു റൈറ്റ് എ സ്റ്റോറി ഓർ ആനിക്ഡോട്ട്, വാട്ടെവർ ഇറ്റ് ഈസ്. ഇതാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ഇൻട്രൊഡക്ഷൻ അത് ചൂസ് ചെയ്യും. ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ നമ്മൾ എന്തിനാണ് ഫോക്കസ് ചെയ്യേണ്ടത്? ആൻസറിനെയാണോ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, ക്വസ്റ്റിനാണോ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്? അതായത് നമ്മൾ എന്താണ്, ടോപ്പിക് ശരിയാണ് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതായത് ഇവിടെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. കൗണ്ടർ ആർഗ്യുമെന്റ് എന്താണ്, നമ്മൾ ഇപ്പൊ കാണിച്ചു കൊടുക്കുകയില്ല, എക്സാമിനറിന് അറിയില്ല നമ്മൾ കൗണ്ടർ ആർഗ്യുമെന്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കൗണ്ടർ ആർഗ്യുമെന്റ് നമ്മൾ സർപ്രൈസ് ആണ്. നമ്മളിങ്ങനെ എഴുതി വരുമ്പം നമ്മൾ എക്സാമിന് ഇങ്ങനെ കുറച്ച് ചെയ്യുമ്പോൾ പാസീവ് ആവും. എക്സാമിന് വായിച്ച് കുറച്ച് എത്തുമ്പോൾ എക്സാം പറയും, അയാൾ മൊത്തം ക്വസ്റ്റിനെ പറ്റിയാണല്ലോ പറഞ്ഞത്. കുറച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആൻസറിനെ പറ്റി പറഞ്ഞു. എക്സാം ഓഹോ ആൻസറിനെ പറ്റിയും പറയുന്നുണ്ടോ, ആ രീതിയിലേക്ക് മാറുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും കൗണ്ടർ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് എന്താണ്, പിന്നീട് എഴുതാറ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, നമ്മൾ ഇങ്ങനെ ഒരു തോട്ടൊന്നും കൊടുക്കില്ല, നമ്മൾ ആദ്യം ആർഗ്യുമെന്റ് മാത്രമേ കൊടുക്കുള്ളൂ. ആർഗ്യുമെന്റ് എന്താണ് പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് ദ ആൻസേഴ്സ് ബട്ട് ദ ക്വസ്റ്റ്യൻ ദാറ്റ് എൻലൈറ്റൻ. അതാണ് നമ്മുടെ ആർഗ്യുമെന്റ്. സോ വി നീഡ് ടു സ്റ്റാർട്ട് റൈറ്റിംഗ് ഫ്രം ദാറ്റ് പർട്ടിക്കുലർ പോയിന്റ്. അപ്പൊ അവിടെ നമ്മൾ എഴുതുവാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്തായിരിക്കും എഴുതുക, നിങ്ങൾ എന്ത് സ്റ്റോറി എഴുതും, നിങ്ങൾ എന്ത് കഥ എഴുതും, എന്ത് അനിക്ഡോട്ട് എഴുതും, ഓരോരുത്തർ എന്ത് എഴുതും ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. യു ക്യാൻ ടേക്ക് 1 minute ഇഫ് യു വാണ്ടഡ് ടു തിങ്ക്. ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന് കിട്ടുന്നവരെന്ന് പറഞ്ഞു. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ലൈക്ക് യു നോ there is only few people are participating, you can all participate. Okay, Newton apple question again. What is the problem? Very good, correct ആണ് അല്ലെ. ബാക്കി എല്ലാവരും എന്താണ്, ആ ക്വസ്റ്റ്യനിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഗ്രാവിറ്റി തിയറിയിലേക്കും പിന്നീട് അങ്ങോട്ട് വന്നത്. പക്ഷെ പ്രോബ്ലം എന്താണ്, പ്രെഡിക്റ്റബിലിറ്റി. ന്യൂട്ടൺ എന്ന് പറഞ്ഞ ആപ്പിൾ എന്ന് പറഞ്ഞ് കാണുമ്പോ തന്നെ മറ്റേ എക്സാമിനർ ന്യൂട്ടൺ ഡാർക്ക് അടിക്കും. അതായത് ഡാർക്ക് അടിക്കില്ല, കറക്റ്റ് ആണ്, ടോപ്പിക് ആണ്, അബ്സല്യൂട്ട്ലി കറക്റ്റ് ആണ്. പക്ഷെ എന്താ പ്രശ്നം, എൻഗേജ്മെന്റ് ക്രിയേറ്റ് ചെയ്യില്ല. ഡിബേറ്റ് ഓൺ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ട്രാപ്പ് ദാറ്റ് മേക്കിംഗ് ലിവിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അത് എങ്ങനെ പറയുന്നുള്ളതിനനുസരിച്ചിരിക്കുവേ, എങ്ങനെയാണ് അത് റൈറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ന്യൂട്ടന്റെ കഥ എനിക്ക് അറിയുന്നതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലായി. ഇത് എങ്ങനെയാണ് എഴുതാൻ പോകുന്നത് എന്നുള്ളത് പോലെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. വേറെ എന്തെങ്കിലും, ബൈ ആസ്കിംഗ് ക്വസ്റ്റ്യൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി. ഓക്കെ, പക്ഷെ അതിനെ സ്റ്റോറി ആയിട്ട് നരേറ്റ് ചെയ്യാൻ പറ്റണേ. ദ ബിഗസ്റ്റ് ക്വസ്റ്റ്യൻ വൺ ക്യാൻ ആസ്ക് ഹു ഐ ആം ആൻഡ് വിച്ച് ഇൻ ദ വേ ഈസ് ഇറ്റ്സെൽഫ് ഈസ് ആൻ ഇൻട്രോസ്പെക്ഷൻ. അത് ഇൻട്രൊഡക്ഷനിലേക്ക് വരുത്തണോ അത് നമ്മൾ ഒരു ആർഗ്യുമെന്റിലേക്ക് കൊണ്ടുവന്നാൽ മതിയോ? ഈ ഒരു ടോപ്പിക്, ശ്രീ എഴുതിയ ടോപ്പിക്. കാരണം എന്താ, ഇൻട്രൊഡക്ഷനിൽ തന്നെ അങ്ങനെ ഒരു ടോപ്പിക് നമ്മൾ ഇടുമ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യില്ലേ? എഗ് ആൻഡ് ഹെൻ വിച്ച് വൺ ഈസ് ഫോംഡ്. ഓക്കെ, അത് എങ്ങനെ കണക്ട് ചെയ്യുന്നുള്ളതാണ്. വീണ്ടും കണക്ട് ചെയ്യുന്ന പോലെ ഉണ്ടാവും. അത് എഴുതി ഞാൻ പറഞ്ഞ 1.5 പാരഗ്രാഫോളം 1.5 പേജോളം നമുക്ക് എഴുതാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആ 1.5 പേജിലേക്ക് നമ്മൾ എങ്ങനെ അതിനെ കൊണ്ടുവരുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ എങ്ങനെയാണ് അത് എഴുതുന്നത് എന്നുള്ളത്. അപ്പൊ അതും നമുക്ക് പറയാം. പിന്നെ okay, space sector has made a great progress nowadays. The recent mission of India is reaching its heights, and the reason behind the success throughout the curious minds in the space sector who never stop asking. Again, GS പോലെ വരുന്നുണ്ട്, കുഴപ്പമില്ല, എഴുതാം. ഇമ്പോർട്ടൻസ് ഓഫ് ക്വസ്റ്റ്യൻ ഈസ് ഇൻ ദ ഡെമോക്രസി വിത്ത് റിലേറ്റഡ് ടു. എഴുതാം, കുറച്ചുകൂടി നിങ്ങൾ ക്രിയേറ്റീവ് ആയിക്കേ. കോൺവെർസേഷൻ ഓഫ് അർജുന ആൻഡ് കൃഷ്ണ ഡ്യൂറിംഗ് ദ കുരുക്ഷേത്ര. ഓക്കെ, വീണ്ടും പ്രെഡിക്റ്റബിലിറ്റി കുറച്ച് കൂടുതലാണ്, എന്നാലും
Okay, let's say that എല്ലാവരും പറഞ്ഞ ഇൻട്രൊഡക്ഷൻ നല്ല ഇൻട്രൊഡക്ഷൻ ആണ്. എല്ലാവർക്കും ഈ ഇൻട്രൊഡക്ഷൻ ഒക്കെ എഴുതാട്ടോ, ഒന്നിനും തെറ്റൊന്നുമില്ല. റൈറ്റ് ടു ഇൻഫർമേഷൻ അങ്ങനെ അത്രയും അബ്സ്ട്രാക്ട് ആക്കരുത്. റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ കുറച്ചുകൂടി വേണമെങ്കിൽ അത് വേറെ രീതിയിൽ, കാരണം ഭയങ്കര പ്രെഡിക്റ്റബിലിറ്റി ഉണ്ട് ആ ടോപ്പിക്കിലൊക്കെ. അതൊക്കെ ബോഡി പാർട്ടിലേക്ക് പോട്ടെ. റെലവൻസ് ഓഫ് അതും ബോഡി പാർട്ടിലായിരിക്കും. റിഷാദ് പറഞ്ഞതും ബോഡി പാർട്ടിൽ നല്ലതാണ്, നല്ല തോട്ടാണ്. അത് ബോഡി പാർട്ടിലായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരിക. അല്ലെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യണം, അത് വേറൊരു രീതിയിൽ അതിനെ സ്റ്റോറി ആക്കി മാറ്റണം. അതിനകത്തൊരു ഒരു ഫ്ലഷ് കയറ്റണം. Which is dedicated to success mother who instead of asking what. Okay, അത് എഴുതാം. In childhood asking your mom about the things that okay. ഇതൊക്കെ എഴുതാം. Okay, let's that now you understood that how to write an introduction, right? So ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രൊഡക്ഷനിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വേറെ എക്സാമ്പിൾ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആലോചിക്കുക, ഇത് കുറച്ചുകൂടി നരേറ്റ് ചെയ്ത് എഴുതുക എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെ നരേറ്റ് ചെയ്യണം? ഇതായത് നമ്മളൊരു ചെറിയ കാര്യം, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ എല്ലാം ചെറിയ സാധനങ്ങളല്ലേ, ഈ ചെറിയ സാധനങ്ങളൊക്കെ വലുതാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് വളരെ ചെറിയ സാധനത്തിനെ, ഇപ്പൊ ഒരു ഉറുമ്പ് ഒരു ചോറിന്റെ ഒരു അരിമണി കൊണ്ടുപോകുന്നു, ഇത് ജസ്റ്റ് എന്താണ് ഒരു ഉറുമ്പ് അരിമണി കൊണ്ടുപോകുന്നു എഴുതിയാൽ മതി. പക്ഷെ എസ്സേയിൽ ഇൻട്രൊഡക്ഷനിൽ വരുമ്പോഴേക്കും അത് അങ്ങനെ എഴുതിയാൽ പോരാ. ഒരു ഉറുമ്പ് നടന്ന് വരുന്ന 4 കാലുള്ള ഉറുമ്പ് ഒരു ചെറിയ അരിമണീനെ അത് കഴുത്തി തലയെ കൊണ്ടുവച്ച് അതെന്ത് ചെയ്യുന്നു, പതുക്കെ നടന്നു പോവാണ്. അങ്ങനെ എഴുതുമ്പോഴാണ് ഇൻട്രൊഡക്ഷനകത്ത് ഫീലിങ്സ് വരിക. അതായത് ചെറിയ കാര്യമാണ്. നിങ്ങൾ ഈ പറഞ്ഞ എമ്മൻ ഇപ്പൊ ഈ 2 സ്റ്റോറി വളരെ സിമ്പിൾ ആയിട്ട് എഴുതാം. പക്ഷെ ഇതിനെന്ത് ചെയ്യണം, ഡ്രമാറ്റൈസ് ചെയ്യണം. ഡ്രമാറ്റൈസ് ചെയ്യുന്നത് എന്തിനാണ്? ഇമോഷൻസ് ഇൻവോക്ക് ചെയ്യണം എന്നുണ്ടെങ്കിലും റീഡറിന് റീഡിങ് ഇൻട്രസ്റ്റ് ഉണ്ടാവണം എന്നുണ്ടെങ്കിലും ഇത്രയും ലെങ്തി പേപ്പർ അല്ലേ, ആ പേപ്പർ വായിക്കണം എന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം, ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്ന് ഞാൻ പറഞ്ഞത് ഇതാണ്. ഇവിടെ എന്ത് ചെയ്യണം, ഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ഒറ്റയടിക്ക് പറയാതെ അത് ക്രിയേറ്റീവ് ആയ രീതിയിലേക്ക് നിങ്ങൾ മാറ്റി എഴുതുക എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ വേണമെങ്കിൽ പറഞ്ഞു കേൾക്കാം. ഫോർ എക്സാമ്പിൾ, ദർ ഈസ് എ പ്ലേസ് കോൾഡ് കുടജാത്രി ഇൻ കർണാടക. അറിയോ നിങ്ങൾക്ക് കുടജാത്രി? Okay, so there is a place called, in the southern Karnataka, there is a place called Gudajatri. So there is a, there is something called Sarvajnana Peedam, which is considered as the highest, place of knowledge. A person who learned everything and every shastra under the sun will able to climb that Sarvajnana Peedam. And one day, Shankaracharya, after learning everything around the world, all the shastras, all the knowledge of the universe, after knowing everything, every answers to every question, he started, moving to, or he started climbing to Sarvajnana Peedam. But on this way, the path was so narrow, there is only one person could walk in at the same time. While he and his disciples were, walking to the Sarvajnana Peedam, opposite to Shankaracharya, there was one person coming. He was a Chandala. Suddenly, Shankaracharya got, angry because the Chandala is, coming, just opposite to Shankaracharya. There is only one person could pass to that particular path. And Shankaracharya, immediately said, "Hey Chandala, do you know that I am coming? You know that, you should give the way." But Chandala and Chandala is on the mind. They still started walking towards Shankaracharya. So he was so, so anxious and so Desham on the Mangara, he started, Shankaracharya got shivering. And Shankaracharya said that, do you know that you are a Chandala? You are an untouchable. You should not come in my sight. But immediately Chandala started asking few questions. How do I become, untouchable to you? You are using the, flowers which I cultivated in the land. You are eating the food which I cultivated. And my, the color of, the color of my blood and yours also the same. Then how come I become an untouchable to you? Chandala, so immediately Shankaracharya is not got any answers. The questions of Chandala, was so accurate and direct that Shankaracharya is not able to answer this question. And Shankaracharya understood that he haven't learned everything. And he immediately accepted Chandala as his guru and, lay down his feet. That question enlightened Shankaracharya, and thereon he, started walking towards
the Sarvajnana Peedam and finally sat on it. So it is the question that enlightened Shankaracharya, not the answers of the world. Though he has learned everything, the questions of Chandala led him to the enlightenment. സംഭവം എന്താണ്? ചെറിയ കഥയാണ്. ചണ്ടാല അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ എന്താണ്, വി ആർ ജസ്റ്റ് ഓവർ നരേറ്റിംഗ്. ഇമോഷൻസ് പറഞ്ഞ സ്റ്റോറി ഉണ്ടാക്കി നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സാമിനറിനെ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് ഫീലിങ്സ് കൊടുക്കുന്നു എന്ന് മാത്രം. ഓക്കെ, continue asking question, result Vaishak. Yes, that you can write, same thing you can write. Only thing is that you should provoke the thought. Blah 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 does the work. Yes. Same thing, all the blah 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 should be there in the introduction, so that. And one more thing, എന്താണ് ടോപ്പിക് അത്ര പെട്ടെന്ന് എല്ലാവരും എഴുതുന്നത്. ഇപ്പം മഹാത്മാഗാന്ധിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗാന്ധിയുടെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു ഗോ ടു എനി ഇന്ത്യൻ സിറ്റി യു ക്യാൻ സീ MG road. Tirunelveli also there is MG road. Kochi there is MG road. Kozhikode there is MG road. Everywhere there is MG road. Just like MG roads are there in every city, Mahatma Gandhi will be there in every example. So it is better to write, not to write in introduction. ഗാന്ധിനെ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്തത്, ഇൻട്രൊഡക്ഷനിൽ കൊണ്ടുപോയി എഴുതാതിരിക്കുന്നതാണ് നല്ലത്. അതെന്താണ്, ഹൈലി പ്രെഡിക്റ്റബിൾ ആണ്. അപ്പൊ അങ്ങനെയുള്ള ടോപ്പിക്കുകൾ ഇൻട്രൊഡക്ഷൻ ഒഴിവാക്കുക. ടോപ്പിക്ക് കുറച്ചുകൂടി പ്രെഡിക്റ്റബിൾ അല്ലാത്ത ടോപ്പിക്കുകൾ എന്ത് ചെയ്യാൻ നോക്കുക, ഇൻട്രൊഡക്ഷനിലേക്ക് കയറ്റുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഇൻട്രൊഡക്ഷൻസ് മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പൊ നമ്മൾ ഇപ്പൊ സ്റ്റോറി പറഞ്ഞു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ടോപ്പിക്കിലേക്ക് കണക്ട് ചെയ്യണം. ടോപ്പിക്കിലേക്ക് കണക്ട് റീജിയണൽ ഫ്ലോക്ക് സ്റ്റോറീസ് കൊടുക്കാം, എന്തും കൊടുക്കാം. പക്ഷെ അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം റൈറ്റിംഗ് എന്നുള്ളത് മാത്രമേ ഒരു ക്രൈറ്റീരിയ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ബോഡി പാർട്ടിലേക്ക് വരുന്നു. ബോഡി പാർട്ടിൽ നമ്മൾ പറഞ്ഞു എന്താണ് എഴുതേണ്ടത്, ബോഡി പാർട്ടിൽ നമുക്ക് ആർഗ്യുമെന്റ് ആണ് എഴുതേണ്ടത്. ഈ ആർഗ്യുമെന്റ് എഴുതുമ്പോൾ നമുക്ക് ചില ആളുകൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഓർഡർ ക്രിയേറ്റ് ചെയ്യണം. ഓർഡർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, നമ്മൾ ഈ എക്സാമ്പിൾസ് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എഴുതാം. പക്ഷെ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് വാക്സ് ഓഫ് ലൈഫ് എഴുതാം. അതായത് ഇൻഡിവിജ്വലിൽ നിന്ന് നിങ്ങൾക്ക് തുടങ്ങാം, ഫാമിലിയിലേക്ക് വരാം, അതിൽ നിന്ന് വർക്ക് സ്പേസിലേക്ക് പോവാം, സൊസൈറ്റിയിലേക്ക് വരാം, നാഷണലിലേക്ക് പോവാം, വേൾഡിൽ വരാം. ഇങ്ങനെ ഒരു ഓർഡർ കീപ്പ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടോ, എന്താണ്, ദർ ഷുഡ് ബി ഫ്ലോ ഓഫ് തോട്ട്. ഈ ഫ്ലോ ഓഫ് തോട്ട് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ആർഗ്യുമെന്റ് എല്ലാം വേറെ വേറെ ആയിരിക്കും. പക്ഷേ ഈ എക്സാമ്പിളുകൾ നമ്മളൊരു ഓർഡർ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അറിയാതെ ഫ്ലോ ഓഫ് തോട്ട് വരും. അതായത് കാരണം എന്താണ്, ഇതൊരു ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോവാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചു, ഇപ്പൊ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. ഫോർ എക്സാമ്പിൾ, യു ആർ ഡിസ്കസിങ് അബൌട്ട് 1947. Immediately you are started discussing about 1857. Then later 2026. ഇവിടെ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിച്ചില്ല, ഇവിടെ ഓട്ടോമാറ്റിക്കലി എന്ത് പറ്റി, ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇവിടുത്തെ കണ്ടിന്യൂറ്റി പോയി അല്ലെ. കണ്ടിന്യൂറ്റി എന്താണ് പോയത്, നിങ്ങൾ 1947 ഡിസ്കസ് ചെയ്തിട്ട് പിന്നീട് അങ്ങോട്ട് പോയി പാസ്റ്റിലേക്ക് പോയി, പിന്നെ പോകുന്ന ഫ്യൂച്ചറിലേക്കാണ്. പകരം എങ്ങനെ പോകണമായിരുന്നു, 1857, 1947, 2026. then that will be okay. അല്ലെങ്കിൽ എന്നിട്ട് എന്ത് ചെയ്യണം, 2047 എന്ത് ചെയ്യുന്നു, ഇന്ത്യ എന്താണ് ആവാൻ പോകുന്നത്. സോ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എക്സാമ്പിളുകൾ അതിനനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എസ്സേയിൽ എന്ത് ചെയ്യും, ഒരു ഫ്ലോ ഓഫ് എസ്സേ അവിടെ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഡിഫറെന്റ് വാക്സ് ഓഫ് ലൈഫ്. ഡിഫറൻസ് വാക്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് എന്താണ്, അതായത് ഇൻഡിവിജ്വൽ. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഇതിനകത്ത് നിങ്ങൾ കൃത്യമായിട്ടുള്ള എല്ലാ സാധനവും വേണമെന്നില്ല. എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ഇത് പറയുന്നത് കേട്ടോ. ഇൻഡിവിജ്വൽ ലൈഫിനെ പറ്റി എഴുതാം, അത് കഴിഞ്ഞ് ഫാമിലിയെ പറ്റി എഴുതാം, അത് കഴിഞ്ഞ് വർക്ക് സ്പേസിനെ പറ്റി എഴുതാം. ഇനി നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ആദ്യം സൊസൈറ്റിയെ പറ്റി എഴുതി, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, വേൾഡിനെ പറ്റി എഴുതി, എന്നിട്ട് നിങ്ങൾ നാഷനെ പറ്റിയാണ് എഴുതുന്നതെങ്കിൽ അതെന്തല്ല, ഒരു ഫ്ലോ അവിടെ ഓട്ടോമാറ്റിക്കലി ആ ഫ്ലോ ഇവിടെ എന്ത് ചെയ്തു, ഡിസ്റപ്റ്റഡ് ആയി. പകരം എന്ത് ചെയ്യണം, ഈ ഫ്ലോ മെയിൻറ്റെയിൻ. അതിനനുസരിച്ച് ഇതെല്ലാം ഒരേപോലെ എഴുതുന്നുണ്ടോ, അത് വേണമെന്നില്ല. അതായത് ഇപ്പൊ ഫാമിലി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും വർക്ക് സ്പേസ് എഴുതണമെന്ന് നിർബന്ധമില്ല. പകരം എന്ത് ചെയ്യാം, ഇൻഡിവിജ്വൽ എഴുതി നേരെ നിങ്ങൾക്ക് വേണേൽ സൊസൈറ്റി പോവാം, സൊസൈറ്റിയിൽ നിന്ന് നേരെ വേണേൽ നാഷണൽ, പിന്നെ വേൾഡിലേക്ക് പോവാം. പക്ഷെ എന്ത് ചെയ്യരുത്, ഇൻഡിവിജ്വൽ എഴുതി സൊസൈറ്റി എഴുതി തിരിച്ച് പിന്നെ എന്ത് ചെയ്യരുത്, ഫാമിലിയിലേക്ക് വരാൻ പാടില്ല. കാരണം അവിടെ ഫ്ലോ ഓഫ് എന്ത് ചെയ്യും, കട്ടാവും. അപ്പൊ ഒന്നെങ്കിൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോവാം, അല്ലെങ്കിൽ വലുതിൽ നിന്ന് എന്ത് ചെയ്യാം, ചെറുതിലേക്ക് പോവാം. ഓക്കെ, അതേപോലെ തന്നെയാണ് ഇവിടെ. ഒന്നുകിൽ പാസ്റ്റിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് പോവാം. പക്ഷെ ഫ്യൂച്ചറിൽ നിന്ന് ഇൻട്രൊഡക്ഷൻ വേണമെങ്കിൽ ഫ്യൂച്ചറിൽ എഴുതിയിട്ട് പിന്നെ പാസ്റ്റിലേക്ക് പോവാം. പക്ഷെ എന്ത് ചെയ്യരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫ്ലോ കട്ടാവും. അപ്പൊ ഇത് ഞാൻ പറയുന്നത് ഫ്ലോ ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഐഡിയാസ് ആണ്. അതായത് ഇങ്ങനെ ഈ ഒരു ഐഡിയയിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാം. അതേപോലെ തന്നെ ഇതിന്റെ ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പ്രോബ്ലം സൊല്യൂഷൻ അങ്ങനെയും ഡിസ്കസ് ചെയ്യാം. ഇത് കൂടുതൽ ചേർന്ന് വരുന്നത് ഡിബേറ്റ് പോലുള്ള ടോപ്പിക്കുകളിലാണ് ഇത് എന്ത് ചെയ്യുക, കൂടുതലായിട്ട് ചേർന്ന് വരിക. അതായത് ഒരു പ്രോബ്ലം സൊല്യൂഷൻ ആ രീതിയിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരും. പക്ഷെ അതൊരു ഡിബേറ്റബിൾ ടോപ്പിക്. ഇപ്പം സോഷ്യൽ മീഡിയ, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ആണോ, അല്ലെങ്കിൽ അതിനകത്തൊരു ബൂണാണോ പെയിനാണോ, അങ്ങനെയുള്ള ടോപ്പിക്കുകളാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി ഈസി ആയിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇതും ഡിബേറ്റിംഗ് ചെയ്യാന്ന് പറയുന്നത് ഇതൊക്കെ രണ്ട് ഐഡിയാസ് ഉള്ളതാണ്. 3 സെക്ടോറൽ ഐഡിയാസ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. സെക്ടോറൽ ഐഡിയാസിൽ ഒന്നാമത്തെ കാര്യം, സെക്ടോറൽ ഐഡിയാസിൽ പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, സോഷ്യൽ, അഡ്മിനിസ്ട്രേറ്റീവ്, ഇന്റർനാഷണൽ
എന്ന് ഞാൻ പറഞ്ഞത് അതേപോലെ എഴുതാൻ വേണ്ടിയിട്ടല്ല, ചിന്തിക്കാൻ വേണ്ടി മാത്രമാണ്. ഒരിക്കലും നിങ്ങൾ പോയിട്ട് ആൻസറിൽ പൊളിറ്റിക്കൽ, സോഷ്യൽ, എക്കണോമിക്കൽ, ഇന്റർനാഷണൽ എന്ന് ഓരോ പാരഗ്രാഫിലും എഴുതരുത്. എന്താ അതിന്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പഴയ മോഡൽ ഓഫ് റൈറ്റിംഗ് ആണ്. 2018 വരെ ആളുകൾ ഇങ്ങനെ എഴുതുമായിരുന്നു. ഫസ്റ്റ്, സെക്കൻഡ്, പൊളിറ്റിക്കലി ഇഫ് ഐ ലുക്ക് അറ്റ് ദിസ് തിങ് വെരി ഗുഡ്, അങ്ങനെ എഴുതുമായിരുന്നു. അങ്ങനെ എഴുതരുത്. അത് പക്ഷെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പല സ്ഥലത്തുനിന്ന് എക്സാമ്പിളുകളും പല സ്ഥലത്തുനിന്ന് തോട്ടും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പൊളിറ്റിക്കൽ സ്ഫിയറിൽ നിന്ന് എന്ത് കൊണ്ടുവരാം, എൻവയോൺമെന്റൽ സ്ഫിയറിൽ നിന്ന് എന്ത് കൊണ്ടുവരാം, അതല്ലെങ്കിൽ എക്കണോമിക്കൽ ആസ്പെക്ട്സ് എന്ത് കൊണ്ടുവരാം, അഡ്മിനിസ്ട്രേറ്റീവ് ആസ്പെക്ട്സ് നിന്ന് എന്ത് കൊണ്ടുവരാം, അങ്ങനെ ചിന്തിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. പക്ഷെ എന്തിനു വേണ്ടി എടുക്കരുത്, ഇത് ഒരിക്കലും നിങ്ങൾ എഴുതാൻ വേണ്ടി ഉപയോഗിക്കരുത്. അതേപോലെ ഇരുന്ന് ഇങ്ങനെ ഹിസ്റ്റോറിക്കൽ, എക്കണോമിക്കൽ അങ്ങനെ എഴുതരുത്. തോട്ട് പ്രോസസ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതൊക്കെ ഏരിയയിൽ നിന്ന് എക്സാമ്പിളുകൾ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ബേസിക്കലി നിങ്ങൾ ഇതിനകത്ത് നിന്ന് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയി പോകുന്നത്, ഓൾറെഡി 8:30 എത്താനായി. ഞാൻ വിചാരിച്ചതിനെക്കാട്ടും കുറേ ടൈം എടുത്ത് കുറേ സാധനം കവർ ചെയ്ത് പോകാനുണ്ട്. അപ്പം നമുക്ക് സെഷൻ എടുക്കുന്ന സമയത്ത് ആക്ച്വലി നമ്മൾ നാളെ ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻ ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓരോ സെഷന് മുന്നേ വീണ്ടും സെഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് കുറേ കൂടി ഇലാബറേറ്റ് ചെയ്ത് അവിടെ പോവാം. ഐ എം ഗിവിംഗ് ആൻ ഓവറോൾ ഐഡിയ ഓഫ് എസ്സേ. ഓക്കെ, കൺക്ലൂഷൻ പാർട്ടിലേക്ക് വരുമ്പം നമുക്ക് നേരത്തെ എടുത്ത അതേ ടോപ്പിക് എടുക്കാം. ബിക്കോസ് സിൻസ് മനു സെഡ് വൺ ഐഡിയ, ഐ വിൽ കണക്ട് വിത്ത് ദാറ്റ് പർട്ടിക്കുലർ ഐഡിയ. ഓക്കെ, സോ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു ക്വസ്റ്റ്യൻസിനെ, നേരത്തെ എന്താ പറഞ്ഞത്, ക്വസ്റ്റ്യൻസിനെ എൻലൈറ്റൻ ചെയ്യുന്നു, അല്ലാതെ എന്തല്ല, ആൻസർ അല്ല, ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടൻസ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലെ. ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ ദാറ്റ് മോർ ഇമ്പോർട്ടന്റ് ദാൻ ആൻസേഴ്സ് എന്ന് പറയുന്നു. കൗണ്ടർ ആർഗ്യുമെന്റ് നമ്മൾ എന്താ പറഞ്ഞത്, ക്വസ്റ്റ്യൻ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ക്വസ്റ്റ്യൻ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ആൻസർ ആണ് ഇമ്പോർട്ടന്റ്, ക്വസ്റ്റ്യൻ അല്ല എന്നുള്ളത് നമ്മൾ പറയുന്നു. ഓക്കെ, നൗ ഇഫ് യു ലുക്ക് അറ്റ് ദ ഡിസ്കഷൻ, നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഒന്ന്, പിപിടി ഷെയർ ആക്കട. ഒന്ന്, നമ്മൾ ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നു ഒരു ഭാഗത്ത്. രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ പറയുന്നു ആൻസറിനാണ് ഇമ്പോർട്ടന്റ്. ഒരു ഭാഗത്ത് നമ്മൾ പറയുന്നു ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടന്റ്, ദാറ്റ് ഈസ് ദ മേജർ പാർട്ട്. 60% ഓഫ് എസ്സേ മീൻസ് ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടന്റ്, ദാറ്റ് ഈസ് ദി ആർഗ്യുമെന്റ് പാർട്ട്. ഓക്കെ, ആൻഡ് 40% അല്ലെങ്കിൽ ഒരു 25% ഓഫ് നിങ്ങളുടെ എസ്സേ മാത്രമേ എന്ത് വരുള്ളൂ, ഇവിടെ നിങ്ങളുടെ ആൻസറിനാണ് ഇമ്പോർട്ടന്റ് എന്നുള്ളതിലേക്ക് വരുള്ളൂ. 50-60% എന്താണ്? ഫോർ എക്സാമ്പിൾ, ഞാൻ ഇവന് കട്ട് ചെയ്യാണ് എന്റെ ഒരു പേഴ്സണെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. നിങ്ങൾ 1.5 പേജ് നിങ്ങൾ ഇൻട്രൊഡക്ഷൻ എഴുതി, എന്നിട്ട് നിങ്ങൾ ആർഗ്യുമെന്റ് എഴുതി. ഓക്കെ, ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ടോപ്പിക് എന്താണോ പറയുന്നത് അത് തന്നെയാണ് നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ. അപ്പൊ ഈ ടോപ്പിക്കും ഈ ഇൻട്രൊഡക്ഷനും ആർഗ്യുമെന്റും ഏകദേശം സിമിലർ ആണ്. സോ സ്വാഭാവികമായിട്ടും 60% ഓഫ് നിങ്ങളുടെ എസ്സേ ഇതാണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കൺക്ലൂഡിങ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, കൗണ്ടർ ആർഗ്യുമെന്റ് എഴുതുന്നു. ഈ കൗണ്ടർ ആർഗ്യുമെന്റ് നിങ്ങൾ എഴുതാൻ പോകുന്ന ഒരു 20% എഴുതിയാൽ മതി. അതായത് ഫസ്റ്റ് എഴുതി അത്രയും തന്നെ ഇമ്പോർട്ടൻസ് കൗണ്ടർ ആർഗ്യുമെന്റിന് കൊടുക്കരുത്. കൗണ്ടർ ആർഗ്യുമെന്റ് എന്തിനാണ്? അതായത് നിങ്ങൾക്ക് അനലിറ്റിക്കൽ എബിലിറ്റി ഉണ്ട്. നിങ്ങൾ എന്താണ് ഒരു സാധനം ഡിസൈഡ് ചെയ്യുമ്പോൾ, ഇനി ഞാൻ സയൻസിന്റെ ഡിസ്കഷൻ പറയാം. ഒരു സയൻസിൽ ഒരു സാധനം പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുക? ഫോർ എക്സാമ്പിൾ H2O വാട്ടർ ആണെന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആദ്യം എന്ത് ചെയ്യും? H2O എടുത്തിട്ട് എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യും? ഈ H2O വെച്ചിട്ട് വാട്ടർ ആവുന്നത് ഞാൻ ടെസ്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ടെസ്റ്റ് ട്യൂബിൽ H2O ഉണ്ടായപ്പോൾ വാട്ടർ ആയി നോക്കി. അതേപോലെ തന്നെ വേറെ ന്യൂയോർക്കിൽ പോയിട്ട് ഞാൻ H2O ഉണ്ട്, അവിടെയും വാട്ടർ. എത്ര പ്രാവശ്യം ഞാൻ അത് റിപ്ലിക്കേറ്റ് ചെയ്താലും അത് വാട്ടർ തന്നെയാണ്. അപ്പൊ ഞാനിവിടെ എന്താണ്, ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. H2O എന്ന് പറയുന്ന വാട്ടർ ആണ്. രണ്ടാമത് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഐ ട്രൈ ടു ഫാൾസിഫൈ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഫോർ എക്സാമ്പിൾ ഇതൊരു പെൻസിലാണ്, ഈ പെൻസിലിന് പറക്കാൻ പറ്റും എന്നാണ് ഞാൻ പറയുന്നതെങ്കിൽ ഞാൻ ആദ്യം എന്താ പറയുന്നത്? ഇതിന് പറക്കാൻ പറ്റും, കാരണം ഇത് ഇങ്ങനെ എറിഞ്ഞ് ഇങ്ങനെ പോകും, ഇതിന് മൊനയുണ്ട്, ഇതിന് നീളത്തിലാണ്. ഇതൊക്കെ എന്താണ്? ഇതിന്റെ ആർഗ്യുമെന്റ് ആണ്. പറക്കാൻ പറ്റില്ല എന്ന് പറയുന്നതാണ് ഇതിന്റെ കൗണ്ടർ ആർഗ്യുമെന്റ്. ഇതെന്താണ്? ഇത് പറക്കാൻ ചാൻസ് ഇല്ല, ഞാൻ എറിഞ്ഞു നോക്കും, നിലത്ത് വീഴുന്നുണ്ട്. അതുപോലെ തന്നെ H2O ഫാൾസിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുക? അതായത് ഹൈഡ്രജൻ അല്ലാതെ വേറെ എങ്ങനെയൊക്കെ വാട്ടർ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റി പോസിബിലിറ്റി ഉണ്ടോ എന്ന് ഞാൻ നോക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിനകത്ത് ക്ലോറിൻ ഇട്ട് നോക്കും, ഇപ്പൊ ക്ലോറിൻ അല്ലെങ്കിൽ കാർബൺ ഇട്ട് നോക്കും. അപ്പൊ കാർബണും ഓക്സിജനും വരുമ്പോൾ വാട്ടർ വരുന്നുണ്ടോ എന്ന് നോക്കും. അപ്പൊ അവിടെ എവിടെയെങ്കിലും ഇത് വാട്ടർ വന്നു കഴിഞ്ഞാൽ H2O മാത്രമല്ല വാട്ടർ എന്ന് ഞാൻ പ്രൂവ് ചെയ്തു. അപ്പൊ ഇതിലൊന്നും എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രമേ H2O കറക്റ്റായി വരുള്ളൂ. സിമിലർലി എസ്സേയിൽ ഞാൻ പറഞ്ഞത് ടോപ്പിക് എന്താണ് പറയുന്നതോ ആ ടോപ്പിക് കംപ്ലീറ്റ്ലി ശരിയാണെന്നാണ് ഞാൻ പറയുന്നത് ആർഗ്യുമെന്റിൽ. കൗണ്ടർ ആർഗ്യുമെന്റിൽ ഞാൻ എന്താ പറയുന്നത്? ടോപ്പിക് കംപ്ലീറ്റ്ലി ശരിയാവണമെന്നില്ല, ദർ ഈസ് എ പോസിബിലിറ്റി ദാറ്റ് ദിസ് മേ റോങ് ഇൻ സം ടൈംസ്. അത് ഫാൾസിഫൈ ചെയ്യാണ്, തെറ്റാണെന്നാണ് ഞാൻ വാദിക്കുന്നത്. അപ്പൊ അത് മേജർ ടോപ്പിക് അല്ല, ടോപ്പിക്കിന്റെ മറ്റേ സൈഡാണ്. അത് നമ്മൾ എന്തിനാണ് എഴുതുന്നത്? നമ്മളൊരു അനലിറ്റിക്കൽ എബിലിറ്റി ഉള്ള ഒരാളാണെന്ന് കാണിക്കാനും നമ്മൾ ആ സ്റ്റാൻഡ് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഇത് ശരിയാണോ എന്നാ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പറയുന്നത് ശരിയാണ്. പക്ഷെ ഇത് ശരിയാണോ എന്ന് വാദിക്കണം എന്നുണ്ടെങ്കിൽ ഇതിന് മറ്റേ സൈഡ് കൂടി ശരിയാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൗണ്ടർ ആർഗ്യുമെന്റ്. സോ കൗണ്ടർ ആർഗ്യുമെന്റ് 20%. നൗ ഇഫ് യു ലുക്ക് അറ്റ് ദി ക്വസ്റ്റ്യൻ, നമ്മൾ ഇതുവരെ എന്താ ചെയ്തത്? ആർഗ്യുമെന്റ് ചെയ്തു, കൗണ്ടർ ആർഗ്യുമെന്റും ചെയ്തു. ആർഗ്യുമെന്റിൽ പറഞ്ഞു ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നു.
കൗണ്ടർ ആർഗ്യുമെന്റ് പറഞ്ഞു ക്വസ്റ്റ്യൻ അല്ല ആൻസറിനാണ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? ചെയ്ത് എന്ത് സംഭവിക്കും? കാരണം നമ്മളെ കൗണ്ടർ ആർഗ്യുമെന്റിൽ നിങ്ങൾ ഓൾറെഡി പറഞ്ഞു ആൻസറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അതിനെ അവോയ്ഡ് ചെയ്യുന്ന പോലെ ഉണ്ടാവും. ടോപ്പിക് ഇനി ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എസ്എന്റെ ടോപ്പിക് ശരിയാണെന്ന് ഇനി പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. കാരണം എന്താണ്? കൗണ്ടർ ആർഗ്യുമെന്റിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യൻ മാത്രമല്ല ആൻസറും എൻലേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ഒരിക്കലും ടോപ്പിക്കിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരിക്കലും കൗണ്ടർ ആർഗ്യുമെന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ ബാലൻസ്ഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എടുക്കരുത്. കാരണം ബാലൻസ്ഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പല രീതി, അത് ഓരോ ടോപ്പിക്കും അനുസരിച്ച് മാറും. അത് നിങ്ങൾ ആ ടോപ്പിക് എടുത്തതിന് ശേഷം മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഞാൻ ബാലൻസ് സ്റ്റേറ്റ്മെന്റ് ഞാൻ വിളിക്കുന്നില്ല. യു ഷുഡ് ടേക്ക് എ സ്റ്റാൻഡ്. ദാറ്റ് സ്റ്റാൻഡ് ഈസ് നോൺ ആസ് കൺക്ലൂഡിംഗ് സ്റ്റാൻഡ്. അപ്പൊ ഇവിടെ കൺക്ലൂഡിംഗ് സ്റ്റാൻഡ് എന്താന്ന് വെച്ചാൽ, അല്ലെങ്കിൽ കൺക്ലൂഡിംഗ് ആർഗ്യുമെന്റ് ആണ് നിങ്ങളുടെ കൺക്ലൂഷൻ. അതല്ലാതെ കൺക്ലൂഷൻ പാരഗ്രാഫ് അല്ല. ഇതും ഏകദേശം ഒരു 1.5 പേജോളം വരും. ഇൻട്രൊഡക്ഷൻ പോലെ തന്നെ കൺക്ലൂഷനും 1.5 പേജ് ഉണ്ടാവും. അപ്പൊ കൺക്ലൂഷൻ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ രണ്ടിനെയും, അതായത് നിങ്ങൾ ഇതുവരെ അനാലിസിസിൽ നിന്ന് നിങ്ങൾ സ്റ്റാൻഡ് ഉണ്ടാക്കുകയാണ്. ഒരു പ്രപ്പോസിഷൻ നിങ്ങൾ വെക്കുകയാണ്. അതായത് ഒരു തീസസ് വന്നു, ഒരു ആന്റി തീസസ് വന്നു, ഒരു സിന്തസിസ് ആണ് നിങ്ങളുടെ കൺക്ലൂഡിംഗ് ആർഗ്യുമെന്റ്. തീസസ് വന്നു, ആന്റി തീസസ് അതിനെ ഒപ്പോസ് ചെയ്യുന്നു, അത് രണ്ടും ഒന്നിച്ച് വരുന്നതാണ് സിന്തസിസ്. ആ സിന്തസിസ് ആണ് ഇനി നിങ്ങളുടെ കൺക്ലൂഡിംഗ് ആർഗ്യുമെന്റ്. ടോപ്പിക് തന്നെ ശരിയാവണമെന്നില്ല. ചില സമയത്ത് ടോപ്പിക് ശരിയാവുകയും വരാം. അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ബാലൻസിങ് ആണെന്ന് നിർബന്ധമില്ല. ചില സമയത്ത് ആ എഴുതുമ്പോൾ ടോപ്പിക്കിനകത്ത് ഓപ്പോസിറ്റ് സൈഡ് കംപ്ലീറ്റ്ലി റോങ് ആയിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് അതിനകത്ത് ടോപ്പിക്കിന്റെ സൈഡ് ആയിരിക്കും ബെറ്റർ ആയിട്ട് വരിക. സോ ഇറ്റ് ഈസ് ഓൾ ഡിപ്പെൻഡ് ഓൺ ദ ടോപ്പിക്. ഇനി ഇവിടുത്തെ കാര്യത്തിൽ നിങ്ങൾക്ക് അറിയാം എന്താണ്? ആൻസർ ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. സോ നേരത്തെ മനു ചോദിച്ചൊരു ചോദ്യം എന്തായിരുന്നു? മനുവിന്റെ ഒരു പോയിന്റ് എന്തായിരുന്നു? എവിടെ ഉണ്ടായിരുന്നല്ലോ മനു? ഓക്കെ, ആൻസേഴ്സ് ന്യൂ. ഓക്കെ, മനസ്സിലായി. അപ്പൊ ഞാൻ എന്താ ബേസിക്കലി, അപ്പൊ ഇനി ഞാൻ പറയാണ് ഇവിടെ ആ കൗണ്ടർ ആർഗ്യുമെന്റ് ഞാൻ പറഞ്ഞു, ആർഗ്യുമെന്റ് ഞാൻ പറഞ്ഞു. ഇനി എന്ത് ചെയ്യുന്നു? ഇനി കൺക്ലൂഡിംഗ് ആർഗ്യുമെന്റ് വരുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കുകയാണ്, സി as we have discussed that both question as well as the answers are important to gauge somebody's enlightenment. Then what is actually leads us to enlightenment? What is actually happening? Every question leads to an answer. That answer leads to a new question. So this is not a destination, it is a continuous process. Question and answer is in a continuum. Every question leads to an answer, every answer leads to a question. Just like first we reached the moon. From moon we got a lot of answers. From that answers we generated a further question to reach to Mars. From there we reached to Mars. So from Mars we have aiming for the sun. So what is happening? There is a never ending process of question answer. So enlightenment is not a destination. Enlightenment is not a destination, either come with a question or not with a answers. Rather, enlightenment is nothing but a continuous process of questioning and answering. So it will come into a circular. So every question will lead to an answer. That answer will lead to a bed, a bed for further questioning. So that become your enlightenment. So this is your stand. Now you essay പറഞ്ഞ സ്റ്റാൻഡ് ശരിയാണോ? അല്ല. essay പറഞ്ഞ സ്റ്റാൻഡിന് അഗെയിൻസ്റ്റ് നമ്മൾ വന്നത്. എന്താ essay പറഞ്ഞത്? It is not the answers but the question that enlighten. But now we say that no, it is actually continuous process. Enlightenment is not a destination, it is a process. So it is a question and answer that lead to an enlightenment. How? That is what we said. Now we need to write that ഒരു നമ്മൾ എന്ത് ചെയ്യണം? എസ്സേന്റെ അവസാനത്തെ എത്തുമ്പോഴേക്കും ഒരു പുഷിംഗ് സ്റ്റേറ്റ്മെന്റ്, അതായത് അതിന് നമ്മൾ ഒരു റെട്ടോറിക് പാരഗ്രാഫ് എന്ന് പറയും. ഈ റെട്ടോറിക് പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ ബ്ലാ ബ്ലാ പാരഗ്രാഫ് ആണ്. അതായത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ റൊമാൻറ്റിഫിക്കേഷൻ ഉണ്ടാക്കുന്ന പാരഗ്രാഫ് ഇല്ലേ, ഇറ്റ് ഈസ് ദാറ്റ് വാട്ട് വി അച്ചീവ് എന്നൊക്കെ പറഞ്ഞ് റൊമാൻറ്റിഫിക്കേഷൻ ഉണ്ടാകുന്ന വാക്കുകൾ ഉണ്ടാക്കുക എന്നതാണ് റെട്ടോറിക് പാരഗ്രാഫ് എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക? കണ്ടിന്യൂഷൻ കൺക്ലൂഷൻ ചെയ്യാന്ന് പറയുന്നത്. പിന്നെ അങ്ങനെ മാത്രം എഴുതണമെന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പല ഡിഫറെന്റ് ആയിട്ടുള്ള, ഇപ്പൊ ഞാനിപ്പം ഇതൊരു സ്റ്റോറി പറഞ്ഞു, ഇപ്പൊ വേറൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ട്രൈ ഔട്ട് ചെയ്യുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഇപ്പം ഈ വർഷത്തെ മെയിൻ ചെയ്യുന്ന ഒരു കുട്ടീനെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ട്രൈ ഔട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 2 ന്യൂസ് പേപ്പർ കട്ടിങ്ങുകളാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഒന്ന് ഫസ്റ്റത്തെ ഹിന്ദുവിന്റെ ന്യൂസ് പേപ്പർ കട്ടിംഗ് ആണ്, ഒരു കോളം അടിച്ചിട്ടുണ്ടാവും 2 ന്യൂസ് പേപ്പർ കട്ടിങ് പോലെ. ഓക്കെ, അപ്പൊ ഇതാണ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ന്യൂസ് പേപ്പർ വായിക്കുന്ന ഹിന്ദു. ടോപ്പിക് എന്ന് പറയുന്നത് ബി ലൈക്ക് എ ട്രീ ആൻഡ് ലെറ്റ് ദി ഡെഡ് ലീവ്സ് ദി ഡ്രോപ്സ്. ഓക്കെ, ലെറ്റ് ദ ഡെഡ് ലീവ്സ് ഡ്രോപ്പ്. ഓക്കെ, അതായത് ട്രീയെ പോലെ ആവുക, ചത്ത ഇലകളെ എന്ത് ചെയ്യണം? നമ്മൾ പൊഴിഞ്ഞു കളയണം എന്നാണ് പറയുന്നത്. ഹിന്ദുവിന്റെ ന്യൂസ് പേപ്പർ എയിമിംഗ് ICC വേൾഡ് കപ്പ് സെലക്ടർ മൈറ്റ് ഇൻക്ലൂഡ് വിരാട് കോഹ്ലി റീപ്ലേസിംഗ് ദ്രാവിഡ് എന്ന് പറയുന്ന ഒരു ന്യൂസ് പേപ്പറിന്റെ കട്ടിങ്. നോയിഡയിൽ നിന്നുള്ള ഇന്ത്യൻ എക്സ്പ്രസിന്റെ ന്യൂസ് പേപ്പർ കട്ടിങ്. സബ് ഇൻസ്പെക്ടർ അറസ്റ്റ് ഓൺ സൺ എൻഗേജ്ഡ് ഇൻ തെഫ്റ്റ്.
അപ്പൊ 2 ന്യൂസ് പേപ്പർ കട്ടിംഗ് ആണ്. ഇത് രണ്ടിലും എന്താണ് റിഫ്ലക്ട് ചെയ്യുന്നത്? അതായത് ഒന്നില് വിരാട് കോഹ്ലി എന്ത് ചെയ്യുന്നു, ദ്രാവിഡിനെ റീപ്ലേസ് ചെയ്യുന്ന ന്യൂസാണ്, ഹിന്ദുവിന്റെ ന്യൂസ്. രണ്ടാമത് എന്താണ്, സണ്ണ് IPS ഓഫീസർ എന്ത് ചെയ്യുന്നു, സണ്ണിനെ അറസ്റ്റ് ചെയ്യുന്നു തെഫ്റ്റിന്റെ ചാർജില്. രണ്ടും എന്താണ്, ഡെഡ്-ആയ ലീഫിനെ എന്ത് ചെയ്യുന്നു, ഒഴിവാക്കുന്നു എന്നുള്ളതാണ്. ഇനി the two stories given above the have similarities and dissimilarities. In the first story, selected dropped Dravid because of the 2 reasons. One is due to the weakness of Dravid as he is approaching retirement age. Second is need of urgent backup at 1 down position in Indian batting lineup. This shows a permanent change. Dravid will not be a part of the team in the future. In the second story, a father in the police uniform tried to help his son from his deviant behavior by temporarily shifting him to the correctional center. So one thing is common in these stories are expecting the better outcome by sacrificing instant happiness. Though being a tree which drops the dead leaves is tough, it will lead to better outcome if things are going well. മനസ്സിലായോ? ആ ടോപ്പിക്കിലേക്ക് കണക്ട് ചെയ്യാനുണ്ടോ? ക്ലിയർ ആയോ? ഇനി എന്തിനാണ് ഇങ്ങനെ ഡെഡ് ട്രീനെ പോലെ ആവുന്നത് എന്നുള്ളത് നമ്മൾ ആർഗ്യുമെന്റിൽ പറയും. അതായത് ഡെഡ് ലീവ്സ് എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ കളയണം എന്നുള്ളത് പറയണം. പക്ഷെ ചില സമയത്ത് ഡെഡ് ലീവ്സ് കളയുന്നുണ്ടെങ്കിലും ഡെഡ് ലീവ്സ് കൗണ്ടർ ആർഗ്യുമെന്റ് നമ്മൾ ഡെഡ് ലീവ്സ് എന്ന് പറയുന്നത് നമ്മുടെ പാർട്ട് തന്നെയാണ്, കളയണം എന്നുള്ളത് നിർബന്ധമില്ല എന്നുള്ളതിലേക്ക് വേണമെങ്കിൽ നമുക്ക് വരാം. അപ്പൊ ഇതിന്റെ കൺക്ലൂഷനിലേക്ക് ഞാൻ കാണിച്ചു തരാം. കൺക്ലൂഷനിലേക്ക് എന്താ ചെയ്തിട്ടുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിന്റെ ഇൻട്രൊഡക്ഷൻ കൺക്ലൂഷനിലേക്ക് കണക്ട് ചെയ്യുന്ന വേറൊരു രീതിയാണ്. ഇപ്പൊ പൊതുവെ നിങ്ങൾ SL കാണാത്ത രീതിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത്. സോ അവസാനത്തെ കൺക്ലൂഷനിലേക്ക് വരുവാണേ. We should remember that even that clock shows the perfect time twice in a day, but people are behind newer things in a fear of missing out stage. So what is solution for this? What is solution for this everlasting problem? Is it this tree or the leaf that matters? Giving both factors its own importance is what we want. For the cheetah, it is the speed, and for the eagle, it is the flying ability matters. The idea is to serve when we could and use our maximum potential when we required. Secondly, empathy comparison should be with us. Following a legal system is a better way. Even Ajmal Kasab, the terrorist, got legal trial. Thirdly, before leaving the dead leaf, think with your inner self. If it is good or bad, as the corrupt Aham Brahmaswamy says that inner knowledge should be the unleashed. The world, last paragraph ആണ്. The world, ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. The world is one family, trees. The world is one family, trees, leaves, and all have a place in our earth. So protecting the earth for all of us, our society, is what we can foster. Let's just wind up by reading the old piece of a newspaper heading. അവസാനത്തേക്കും ന്യൂസ് പേപ്പർ ഹെഡിങ് ആണ്. അവസാനത്തെ ന്യൂസ് പേപ്പർ ഹെഡിങ് എന്താ? ഫസ്റ്റ് നിങ്ങൾ വായിച്ച അവസാനത്തെ ന്യൂസ് പേപ്പർ ഹെഡിങ് ആണെന്ന് ഞാൻ വായിക്കാം. ഇന്ത്യൻ എക്സ്പ്രസ് തന്നെയാണ്. ഡൽഹി, വിരാട് കോഹ്ലി the run mission second only to Sachin in hundreds. Noida, DYSP Yashwant writes about his juvenile home days in his autobiography. അതായത് ആദ്യം വന്ന 2 ആളുകൾ എന്ത് ചെയ്യുന്നു, പുതിയ സക്സസ്ഫുൾ ആയിട്ട്, അതായത് മറ്റേ അറസ്റ്റ് ചെയ്ത മോൻ എന്ത് ചെയ്യുന്നു, അയാളുടെ DYSP Yashwant writes about juvenile home. അയാൾ പിന്നീട് എന്ത് ചെയ്തു, അയാൾ DYSP ആയി, ആ കുട്ടി. എന്നിട്ട് വലുതായപ്പോൾ അയാളുടെ പഴയകാല ഓർമ്മയെ പറ്റിയിട്ട് അയാൾ എഴുതുന്നതിനെ പറ്റിയുള്ള ഓട്ടോബയോഗ്രഫിയാണ്. അപ്പൊ എന്താണ്, ഒരു പോസിറ്റീവ് നോട്ടിലേക്ക് 2 എൻഡ് ചെയ്യാം. ദിസ് എ ഡിഫറെന്റ് വേ ഓഫ് റൈറ്റിംഗ് ആൻഡ് ഇൻട്രൊഡക്ഷൻ. ഓക്കെ, അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻട്രൊഡക്ഷൻസ് എഴുതാൻ പറ്റും. ഞാൻ പറഞ്ഞത് ഐ എം ജസ്റ്റ് ഗിവിംഗ് യു ഡിഫറെന്റ് വ്യൂ പോയിന്റ്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു 10 മിനിറ്റ് കൂടി എടുക്കുകയാണ്, ഒരു 10 minutes. അതിൽ ഐ വിൽ വൈൻഡ് അപ്പ് ഇൻ 10 minutes. ഓക്കെ, സോ വി വിൽ ഡിസ്കസ് എവറിത്തിങ് ഇൻ ഡീറ്റെയിൽ. There's a lot of things to discuss, but very little to study. That is why I am just trying to make you understand properly. That is why I am taking a lot of time. Okay, what I said that UPSC ശരിക്കും നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി എല്ലാ ടോപ്പിക്കും പുതിയതല്ല. എവറി ടോപ്പിക് ഈസ് എ റിക്കറിംഗ് ടോപ്പിക്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് UPSC SIയിലേക്ക് വരുന്ന സമയത്ത് പുതിയതായിട്ടൊന്നും പഠിക്കാനില്ല. എല്ലാം എന്താണ്, റിക്കറിംഗ് തീംസ് ആണ്. ഈ തീമിൽ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ചൂസബിൾ ആയിട്ടുള്ള ഒരു 4-5 തീമുകൾ നിങ്ങൾ എടുക്കുക. ഈ 5 എല്ലാവർക്കും എല്ലാ തീമും കംഫർട്ടബിൾ ആയിരിക്കില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും എഴുതാൻ പറ്റില്ല, എല്ലാ തീമും കംഫർട്ടബിൾ അല്ല. ഇപ്പൊ എനിക്ക് എല്ലാ essay എനിക്ക് എഴുതാൻ പറ്റില്ല. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കുറെ ടോപ്പിക്കുകൾ ഉണ്ടാവും, അതായിരിക്കും ഞാൻ ചൂസ് ചെയ്യുക. സോ അതിൽ നിന്ന് എന്ത് ചെയ്യും, ഒരു 5ഓളം ടോപ്പിക്കുകളോളം നമ്മൾ കംഫർട്ടബിൾ ആക്കി വെക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്തിനാണ്? കാരണം എങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാലും നമുക്ക് എഴുതാനുള്ള സാധനം അതിനകത്ത് ഉണ്ടാവണം. നേരത്തെ നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടില്ലേ, ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ എന്താണ്, 8 ഡിഫറെന്റ് ടോപ്പിക് അല്ല 5 ഡിഫറെന്റ് തീമുകളാണ് നമ്മൾ കണ്ടത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്,
തീമുകൾ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ 5 തീമിൽ നമ്മൾ കംഫർട്ടബിൾ ആവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു 5-6 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന തീമുകളാണ്. ഒന്ന് ഇൻഡിവിജ്വലിസം. ഓക്കെ, സോ ഇൻഡിവിജ്വലിസം, സെൽഫ് പ്രൊപ്പസ്, അതായത് ഇൻഡിവിജ്വൽസിനെ പറ്റി പറയുന്ന ഐഡിയാസ് അല്ലെങ്കിൽ നമ്മുടെ ഫിലോസഫി ഓഫ് ലൈഫിനെ പറ്റി പറയുന്ന ടോപ്പിക്കുകൾ UPSC റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ വർഷവും 1-2 ക്വസ്റ്റ്യൻ ഈ ഏരിയയിൽ നിന്നുണ്ടാവും. നോക്കുവാണെങ്കിൽ നോട്ട് ഓൾ ഹൂ വാണ്ടേഴ്സ് ആർ ലോസ്റ്റ്. No, you cannot step twice in the same water. A smile is a chosen vehicle for all ambiguities. Your preparation is, me reflection of you, and my reflection of you is an awareness of me. The process of self-discovery has now been technologically outsourced. Topic meaning എന്തൊക്കെയാണ് നമുക്ക് ഫർദർ ആയിട്ടുള്ള സെഷൻസിലൊക്കെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഫിലോസഫി ഓഫ് വൺലെസ് ഈസ് ഉട്ടോപ്പിയൻ ആൻഡ് വൈൽ മെറ്റീരിയലിസം ഈസ് ചിമ്ര. സോ ഇതെന്താണ് ഇൻഡിവിജ്വലിസ്റ്റിക് സ്റ്റോറീസ് ആണ്. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ ഒരെണ്ണം പ്രിപ്പയർ ചെയ്യാൻ പറ്റും, ഒരെണ്ണം എഴുതാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തുള്ള എല്ലാം എഴുതാം. അതാണ് ഇതിന്റെ പ്രത്യേകത. വേറൊരു തീമാണ് ഇൻഡിവിജ്വൽ ഫിലോസഫിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് അത്. വേറെ തീമാണ് സയൻസ്, നോളജ്, റാഷണാലിറ്റി. അപ്പൊ ഇവിടെ എങ്ങനെയാ ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 രീതിയിൽ ചോദിക്കാം. ഒന്ന് സയന്റിഫിക് ആയിട്ടുള്ള സയൻസിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നതിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ വരാം. അപ്പൊ ഇവിടെ ചോദിക്കുന്നതാണ് ഡൗട്ടർ ഈസ് എ ട്രൂ മാൻ ഓഫ് സയൻസ്, മാത്തമാറ്റിക്സ് ഈസ് എ മ്യൂസിക് ഓഫ് റീസൺ, വാട്ട് ഈസ് റിസർച്ച് ഈസ് എ ബ്ലൈൻഡ് ഡേറ്റ് വിത്ത് നോളജ്. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും ബ്ലൈൻഡ് ഡേറ്റ് എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. Real is rational, realist is what we'll discuss that. Okay. അപ്പം ഇപ്പൊ നോക്കിക്കേ, റിസർച്ച് ഈസ് വാട്ട് ഈസ് റിസർച്ച്? എ ബ്ലൈൻഡ് ഡേറ്റ് വിത്ത് നോളജ്. എന്താണ് ബ്ലൈൻഡ് ഡേറ്റ്? അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്. എന്താണ് ബ്ലൈൻഡ് ഡേറ്റ്? വാട്ട് ഈസ് ബ്ലൈൻഡ് ഡേറ്റ്? ഇപ്പൊ ആർക്കും ഡേറ്റിനെ പറ്റി അറിയില്ല. സോ ബ്ലൈൻഡ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലേ, നമ്മൾ ആളെ അറിയാതെ അല്ലെ, ഔട്ട്കം അറിയാതെ, അറിയാതെ ഒരാൾ ഡേറ്റ് ചെയ്യാൻ പോകുന്നതിനെയാണ് നമ്മൾ ബ്ലൈൻഡ് ഡേറ്റ് വിളിക്കുന്നത്. സോ ടോപ്പിക് ഈസ് ദാറ്റ് റിസർച്ച് ഈസ് എ ബ്ലൈൻഡ് ഡേറ്റ് വിത്ത് നോളജ്. വാട്ട് ഡസ് ദാറ്റ് മീൻ? ഒരു ബ്ലൈൻഡ് ഡേറ്റിന് പോകുമ്പോൾ വി ഡു നോട്ട് നോ ഹൂ ദാറ്റ് പേഴ്സൺ ഈസ്. റിസർച്ച് ചെയ്യുമ്പോൾ വി ഡു നോട്ട് നോ വാട്ട് ഈസ് ഔട്ട്കം. അതേപോലെ തന്നെ ബ്ലൈൻഡ് ഡേറ്റിന് പോകുമ്പോൾ വി ഡു നോട്ട് നോ ഇയാൾ നമുക്ക് ശരിയാവോ ഇല്ലോ. ചിലപ്പോൾ ഒരു കോഫി കുടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും റെഡ് ഫ്ലാഗ് അപ്പൊ തന്നെ ഇറങ്ങി വരേണ്ടി വരും. ചില സമയത്ത് നമുക്ക് തോന്നും ഇത് ഭയങ്കര അടിപൊളിയാണല്ലോ അല്ലെ, ഗ്രീൻ ഫ്ലാഗ്. റിസർച്ചും അങ്ങനെ തന്നെയല്ല. ചില സമയത്ത് എത്രയോ വർഷങ്ങളോളം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് വെറുതെ കാര്യമൊന്നുമില്ല, റിസൾട്ട് ഒന്നുമില്ല, ഒന്നും നടക്കില്ല. ഇനി രണ്ടാമത് എന്താണ്, നമ്മൾ ബ്ലൈൻഡ് ഡേറ്റിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ എക്സ്പെക്ടേഷൻസ് കീപ്പ് ചെയ്യാൻ പാടില്ല അല്ലെ. നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പൺ മൈൻഡോട് കൂടി പോകണം. റിസർച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഓപ്പൺ മൈൻഡോട് കൂടി പോകണം. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? മുൻകൂർമായിട്ടുള്ള ധാരണകൾ പാടില്ല. സോ you have to delve into the matter, you understand. ഓക്കെടാ, അത് അപ്പൊ delve into the matter we should understand. അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇനി ബ്ലൈൻഡ് ഡേറ്റിൽ എങ്ങനെയാണ് നമ്മൾ പഠിക്കുക? നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. റിസർച്ചിൽ എന്ത് ചെയ്യണം? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ വേണം നമ്മൾ റിസർച്ച് ഫോളോ ചെയ്യാൻ. അപ്പൊ റിസർച്ചും എന്താണ്, ബ്ലൈൻഡ് ഡേറ്റും എല്ലാം എന്താണ്, ഒരേപോലെയാണെന്നുള്ളതാണ് പറയുന്നത്. ഹിസ്റ്ററി ഈസ് എ സീരിയസ് വിക്ടറി വോൺ ബൈ ദ സയന്റിഫിക് മാൻ ഓവർ ദ റൊമാൻറ്റിക് മാൻ. ഇത് എപ്പോഴും UPSC ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അതായത് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒന്ന് റൊമാൻറ്റിക് മാൻ ആണോ സയന്റിഫിക് മാൻ ആണോ? റൊമാൻറ്റിക് മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പോയറ്റ്, ഫിലോസഫർ, പൊളിറ്റീഷ്യൻസ്, ഇവരൊക്കെ റൊമാൻറ്റിക് മാൻ ആണ്. സയന്റിഫിക് മാൻസ് എന്ന് പറഞ്ഞാൽ സയൻസ് കൊണ്ടാണോ ലോകം മുന്നോട്ട് പോകുന്നത് അതോ റൊമാൻറ്റിസിസം കൊണ്ടാണോ? ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ടോപ്പിക്കാണ്. ഒരു തവണ നിങ്ങൾക്ക് ഇതിനകത്ത് എക്സാമ്പിൾ ഉണ്ടെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് എഴുതാം. ദ റിയൽ ഈസ് റാഷണൽ, റാഷണൽ ഈസ് റിയൽ. അഗെയിൻ ആക്ച്വലി ഒന്നുമില്ല, സെയിം ടോപ്പിക് തന്നെയാണ്. ഓക്കെ, റിയൽ എന്ന് കാണുന്ന എന്താണ്? റാഷണൽ ആണ്. റാഷണൽ ആയിട്ട് കാണുന്നതാണ് റിയൽ ആയിട്ട് വരുന്നത്. റൊമാൻറ്റിസിസം എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി സിമിലർ ആണ് തന്നെ. റൊമാൻറ്റിക് ഐഡിയാസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറയുന്നത് ഇപ്പൊ ഡെമോക്രസി, പോയറ്റ്സ്, ഇതെന്താണ്? പോയറ്റ്സ് ആർ ദ ലെജിസ്ലേറ്റർ ഓഫ് ദ വേൾഡ്. UPSC ചോദിച്ച ചോദ്യം തന്നെയാണ്. ഇതൊക്കെ സിമിലർ ടോപ്പിക്കുകളാണ് കേട്ടോ. നമുക്ക് എന്താണ് ഈ ഒരു ടോപ്പിക്കിനകത്ത് നിങ്ങൾക്ക് ഫോൾഡർ മെറ്റീരിയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം എഴുതാം. ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഫോൾഡർ മെറ്റീരിയൽ അത് 5 നിങ്ങൾ കണ്ടെത്തുക. അതിലാണ് നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കേണ്ടത്. അതിൽ കണ്ടന്റ് ഉണ്ടാക്കി എക്സാമ്പിൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതും എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. നിങ്ങൾക്ക് എന്തായാലും എഴുതാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ പവർ, ലീഡർഷിപ്പ്, ഹ്യൂമൻ ക്യാരക്ടർ എന്നുള്ളത് പറയുകയാണെങ്കിൽ നിയർലി ഓൾ മാൻ വിത്ത്സ്റ്റാൻഡ് അഡ്വേഴ്സിറ്റി ബട്ട് ടു സെറ്റ് എ ക്യാരക്ടർ യു ജസ്റ്റ് ഗിവ് ഇം പവർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ കോസ്റ്റ് ഓഫ് ബീങ് റോങ് ഈസ് ലെസ് ദാൻ ദ കോസ്റ്റ് ഓഫ് ഡൂയിങ് നത്തിങ് ആൻഡ് തിങ്കിങ് ഈസ് ലൈക്ക് എ ഗെയിം. അതേപോലെ തന്നെ ഇറ്റ് ഡസ് നോട്ട് ബിഗിൻ അൺലെസ് ദർ ഈസ് ആൻ ഓപ്പോസിറ്റ് ടീം. ഓക്കെ, തിങ്കിങ് എന്ന് പറയുന്ന ഗെയിം പോലെയാണ്. ഇറ്റ് ഡസ് നോട്ട് ബിഗിൻ അൺലെസ് ദർ ഈസ് ആൻ ഓപ്പോസിറ്റ് ടീം. അപ്പൊ എങ്ങനെയാണ് ഗെയിം എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കണം വരും അല്ലെ. തിങ്കിങ് ഈസ് ലൈക്ക് ഗെയിം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഗെയിമിൽ എപ്പോഴും ഓപ്പോസിഷൻ ടീംസ് ഉണ്ടാവും. ഗെയിമിൽ എന്തുണ്ടാവും? ദർ ആർ റൂൾസ് ടു തിങ്ക്. ഗെയിമിൽ എന്തുണ്ടാവും? ഓട്ടോമാറ്റിക്കലി നമുക്ക് ടീമായിരിക്കും അതിനകത്ത് വരിക. അപ്പം തിങ്കിങ് എന്ന് പറയുന്നത് പിന്നെ ഓപ്പോസിഷൻ ടീം ഉണ്ടെങ്കിലേ തിങ്കിങ്, അപ്പൊ എന്താണ്? കൗണ്ടർ തോട്ട് ഉണ്ടെങ്കിലേ തിങ്കിങ് വരുള്ളൂ. അപ്പൊ നമുക്കൊരു ചലഞ്ച് വരുമ്പോഴാണ് തിങ്കിങ് വരിക.
എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കണക്ട് ചെയ്ത് എഴുതാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾ നോക്കി ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ, അബ്സ്ട്രാക്ട് തിങ്കിങ് വെച്ച് റിലേറ്റ് ചെയ്യുന്ന ടോപ്പിക്കുകളാണ്. എംപയർ ഓഫ് ദ ഫ്യൂച്ചർ ആർ ദ എംപയർസ് ഓഫ് ദ മൈൻഡ്. അത് ക്രിയേറ്റിവിറ്റി പറ്റിയാണ്, ഫ്യൂച്ചർ മറ്റ് നമ്മൾ പ്രിഡിക്ട് ചെയ്യാൻ പറ്റുന്നതിനെ പറ്റിയാണ് ചോദ്യം വരുന്നത്. ഓൾ ഐഡിയ ഹാവിംഗ് എ ലാർജ് കോൺസിക്വൻസ് ആർ ഓൾവേസ് സിമ്പിൾ. ഇൻസ്പിറേഷൻ ഫോർ ക്രിയേറ്റിവിറ്റി സ്പ്രിംഗ്സ് ഫ്രം ദ എഫോർട്ട് ടു ലുക്ക് ഫ്രം ദ മാജിക്കൽ ഇൻ ദ മുണ്ടേൻ. അതല്ലെങ്കിൽ തോട്ട് ഫൈൻഡ് എ വേൾഡ് ആൻഡ് ക്രിയേറ്റ്, നമ്മൾ ഓൾറെഡി കണ്ടു അതിനെ പറ്റിയിട്ട്. എഡ്യൂക്കേഷൻ, സോഷ്യലൈസേഷൻ ആൻഡ് യൂത്ത് ഇഷ്യൂസ് എന്ന ചോദ്യങ്ങളാണ്. ഗേൾസ് ആർ വെയ്റ്റഡ് ഡൗൺ ബൈ റെസ്ട്രിക്ഷൻസ് ആൻഡ് ബോയ്സ് വിത്ത് ഡിമാൻഡ്സ് ടു ഈക്വലി ഹാർംഫുൾ ഡയമെൻഷൻസ്, ഡിസിപ്ലിൻ. ഇത് 2024 മെയിൻസിൽ ചോദിച്ചതാണ്. നല്ല ടോപ്പിക്കാണ്. നമുക്ക് കുറച്ചുകൂടി സൊസൈറ്റി ഒക്കെ അറിയുന്നവർക്കും ഒക്കെ കുറെ അത്യാവശ്യം നല്ല രീതിയിൽ കുറെ എക്സാംസ് ഒക്കെ എഴുതുന്നവർക്ക് കുറെ സാധനം എഴുതാൻ പറ്റുന്ന സാധനമാണ്. എഡ്യൂക്കേഷൻ ഈസ് വാട്ട് റിമെയിൻ വൺ ഹാസ് ടു ഫോർഗെറ്റ്, വൺ ഹാസ് ടു ലേൺ ഇൻ ദ സ്കൂൾ. നിങ്ങൾ കുറെ കേട്ടിട്ടുള്ള കോട്ടുകളായിരിക്കും. സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞതാണ് എ സൊസൈറ്റി ദാറ്റ് ഹാസ് മോർ ജസ്റ്റിസ് ഈസ് എ സൊസൈറ്റി ദാറ്റ് നീഡ് ലെസ് ചാരിറ്റി. അതേപോലെ തന്നെ ഹാൻഡ് ദാറ്റ് റോക്സ് ദ കാർഡിൽ റൂൾസ് ദ വേൾഡ്. ദർ ആർ ബെറ്റർ പ്രാക്ടീസസ് ടു ദി ബെസ്റ്റ് പ്രാക്ടീസസ്. ഇതൊക്കെ സിമ്പിൾ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞത് എൻവയോൺമെന്റൽ സസ്റ്റൈനബിൾ തിങ്ക് ആണ്. ഫോറസ്റ്റ് പ്രൊസീഡ് ദ സിവിലൈസേഷൻ, ഡെസേർട്ട് ഫോളോ ദം. എന്താണ് അതിന്റെ അർത്ഥം? സിവിലൈസേഷൻ, മനുഷ്യന്മാർ വരുന്നതിന് മുമ്പ് ഈ നാട് മൊത്തം ഫോറസ്റ്റ് ആയിരുന്നു. മനുഷ്യന്മാർ വന്നതിന് ശേഷം ഇതെന്തായി? ഡെസേർട്ടായി. അത് നമുക്ക് തിരിച്ചും പറയാം അല്ലെ. ചില സമയത്ത് മനുഷ്യന്മാർ എന്ത് ചെയ്യുന്നു? ഡെസേർട്ടിനെ ഫോറസ്റ്റ് ആക്കിയിട്ടുണ്ട്. സോ അതിന്റെ കൗണ്ടർ ആർഗ്യുമെന്റ് എന്താണ്? ചിലപ്പം ഡെസേർട്ട് പ്രിസൈഡ്സ് എന്ത് ചെയ്യുന്നു? സിവിലൈസേഷൻ ആൻഡ് ഫോറസ്റ്റ് ഫോളോ ദം. തിരിച്ചുമാക്കാം. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ എല്ലാ ടോപ്പിക്കിനും അങ്ങനെ കൗണ്ടർ ആർഗ്യുമെന്റ് നമ്മൾ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഫോറസ്റ്റ് ആർ ദ ബെസ്റ്റ് കേസ് സ്റ്റഡീസ് ഓഫ് ദി എക്കണോമിക് എക്സലൻസ്. എന്തുകൊണ്ടാണ് ഫോറസ്റ്റ് ബെസ്റ്റ് കേസ് സ്റ്റഡീസ് ഓഫ് എക്കണോമിക് എക്സലൻസ് എന്ന് പറയാൻ കാരണം? കാരണം ഫോറസ്റ്റ് എന്താണ്? സർക്കുലർ ആണ് അല്ലെ. അവിടെയുള്ള സാധനങ്ങൾ അവിടുന്ന് തന്നെയാണ്. ഇമ്പോർട്ട് ഇല്ല, എക്സ്പോർട്ട് ഇല്ല, ഇന്റർ ഡിപ്പെൻഡന്റ് ആണ്. എക്കണോമി അതുപോലെ തന്നെയാണ്. ആൻഡ് ട്രിപ്പിൾ ആർ എക്കണോമിയാണ്. റീസൈക്കിൾ, റീയൂസ് ആൻഡ് റെഡ്യൂസ് ആണ് ഫോറസ്റ്റിന്റെ ഫിലോസഫി. സെയിം ഫിലോസഫി. ഹിസ്റ്റോറിക്കലി ഹിസ്റ്ററി ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇതൊക്കെ എഴുതാം. ഹിസ്റ്ററി റിപ്പീറ്റ് ഇൻ ഇറ്റ്സെൽഫ് ആൻഡ് ഫസ്റ്റ് ആസ് എ ട്രാജഡി, സെക്കൻഡ് ആസ് എ ഫാർസ്. The time to repair the roof is when the sun is shining. ഹിസ്റ്റോറിക്കലായിട്ട് കുറെ എക്സാമ്പിൾസ് വേണ്ടതാണ്. ബെസ്റ്റ് ലെസൺ ലേൺ ത്രൂ ദ ബിറ്റർ എക്സ്പീരിയൻസ്. ഹിസ്റ്റോറിക്കലി നമുക്ക് കുറെ എഴുതാം. The years teach much less than, അതും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിലാണ്. റിസ്ക്, ആക്ഷൻ, ഹ്യൂമൻ പൊട്ടൻഷ്യൽ നോക്കുവാണെങ്കിൽ ഷിപ്പ് ഇൻ ദ ഹാർബർ is safe but that is not for the ship is for. The cost of being is wrong less than the cost of doing nothing. ഓക്കെ, ഇത് ലീഡർഷിപ്പിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് പല ഓവർലാപ്പിംഗ് ഓഫ് ടോപ്പിക് ഉണ്ടാവും. ഓക്കെ, അപ്പം സ്ക്രീനിങ് ഓഫ് ഓക്കെ ഫൈൻ. സോ അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. ഹിസ്റ്ററി ഈസ് എ സീരീസ് ഓഫ് വിക്ടറി ബോൺ ബൈ സെന്റി മാൻ ഓവർ. ഐ തോട്ട് ഓഫ് ഹാവിംഗ് ഒരു സാധനം നമ്മൾ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ വാട്ട് ഹാപ്പൻഡ് ഈസ് ദാറ്റ് ആക്ച്വലി നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നാളെ ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ കംപ്ലീറ്റ് ആയിട്ട് തീരാനായി. 5 മിനിറ്റ്. ഓക്കെ. അപ്പൊ ഓക്കെ, അത് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു മെന്റർഷിപ്പ് എടുക്കാനുണ്ട്. മെയിൻസ് എഴുതുന്ന കുട്ടികൾക്ക്. അപ്പൊ അവര് 8:30 ഒത്ത് വെയിറ്റ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഫാസ്റ്റ് ആക്കുന്നത് കൂടിയെ. അപ്പം ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പൊ വിൽ ഡു ഇറ്റ് ടുമാറോ നമുക്ക് എന്തായാലും ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻ ഉണ്ട്. അപ്പൊ ബ്രെയിൻ സ്റ്റോം സെഷനിൽ വിൽ ടേക്ക് വൺ ടോപ്പിക് ആൻഡ് എങ്ങനെയാണ് അത് ബ്രെയിൻ സ്റ്റോം. ഇപ്പൊ നമ്മൾ ഓൾറെഡി ചെയ്തു. ഓൾറെഡി നമ്മൾ ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ് ഒരു ടോപ്പിക്കിന്റെ എഴുതുക, ആർഗ്യുമെന്റ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുക, കൗണ്ടർ ആർഗ്യുമെന്റ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുക, കൺക്ലൂഡിംഗ് ആർഗ്യുമെന്റ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ട്. അപ്പൊ ഓൾറെഡി നമ്മൾ അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഓൾറെഡി അത് ചെയ്താണ്. അപ്പൊ യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ദാറ്റ്. We haven't done that. Means I will also share the slides. You can also go through the slides once. So നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഐഡിയ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. So what our program is about, so ethics essayന്റെ ഒരു ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം ആണ്. നെക്സ്റ്റ് 40 days. ഈ 40 ഡേയ്സിൽ നമ്മൾ ചെയ്യുന്ന എന്തൊക്കെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻസ് ഉണ്ടാവും, വേർ വി വിൽ പ്രാക്ടീസ് യു ഹൗ ടു ബ്രെയിൻ സ്റ്റോം ദി ടോപ്പിക്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഓരോ എസ്സേ നിങ്ങൾ എഴുതിയിട്ട് അതിനകത്ത് നിങ്ങൾക്ക് ഇൻഡിവിജ്വലി ഫീഡ്ബാക്ക് തരും. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഫീഡ്ബാക്കിൽ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യുണീക് സ്റ്റൈലിംഗ് നിങ്ങൾക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ച ടോപ്പിക്കിന്റെ എസ്സേ, അത് അങ്ങനത്തെ പൊതുവെ ആളുകൾ എഴുതുന്നത് നിങ്ങൾ കാണില്ല. അത് ആ കുട്ടിക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്തൊരു സ്റ്റൈലാണ്. അങ്ങനെ ഓരോ ആളുകൾക്കും ഡിഫറെന്റ് സ്റ്റൈലുകളായിരിക്കും ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പ്രപ്പോസ് ചെയ്യുക. ഇറ്റ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ കേപ്പബിലിറ്റി ഓൾസോ. ഓക്കെ, നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റി എവിടെയാണോ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ശേഷമായിരിക്കും അതിനകത്ത് നമ്മൾ ഡെവലപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ടോട്ടൽ 4 ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ദാറ്റ് മീൻസ് 8 എസ്സേസ് ആയിരിക്കും നിങ്ങൾ എഴുതുക. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോ എസ്സേ കഴിയുമ്പോൾ അതിന്റെ ഡിസ്കഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് മൊത്തം കോസ്റ്റ് ഓഫ് ദ പ്രോഗ്രാം എന്ന് പറയുന്നത് 999 ആണ് വരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് വാട്ട് ദ പ്രോഗ്രാം ഈസ് ഓൾ അബൌട്ട്. സോ ഇതിനകത്ത് ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു വാണ്ടഡ് ടു റൈറ്റ് എ ബെറ്റർ എസ്സേ, വൺ തിങ് യു ഷുഡ് പ്രാക്ടീസ് ഇസ് ദാറ്റ് യു ഷുഡ് ഹാവ് എ കണ്ടന്റ് ആൻഡ് എക്സാമ്പിൾസ്. അപ്പൊ നിങ്ങൾ ഈ ഫോൾഡർ മെറ്റീരിയൽ എടുത്തിട്ട് ഈ ഫോൾഡറിൽ നിന്നിട്ട് സിമിലർ ആയിട്ടുള്ള, ഇപ്പൊ സയന്റിഫിക്കിനെ പറ്റിയാണെങ്കിൽ സയൻസുമായി റിലേറ്റ് ചെയ്യുന്ന എക്സാമ്പിളുകൾ എടുക്കുക, അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആർഗ്യുമെന്റ് എടുക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യണം, റൊമാൻറ്റിക് മാനിന്റെ എക്സാമ്പിൾസും ആർഗ്യുമെന്റും എടുക്കുക. അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക,
കളക്ട് ചെയ്ത് വെച്ചിട്ട് പ്രാക്ടീസ് റൈറ്റിംഗ് എഴുതുന്നത് ഇത് പ്രാക്ടീസ് ചെയ്തത് ശരിയാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ക്രിയേറ്റീവ് റൈറ്റിംഗ് ഇമ്പോർട്ടന്റ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞതൊക്കെ എന്താണ്, ഓവർ എക്സാജറേഷൻ ഉണ്ട്, എക്സാമിനത് മുന്നിലുണ്ട്. അപ്പൊ അയാൾ അത് വായിക്കുമ്പോൾ അയാൾ എങ്ങനെയാണ് അത് ഫീൽ ചെയ്യുക എന്നുള്ളത് ഓക്കെ ടോപ്പർ കോപ്പി ഞാൻ പറയാം. അപ്പൊ അത് എന്നുള്ളതിനെ പറ്റിയിട്ട് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടോപ്പിക്കിൽ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ അയാളെ ഇതിനകത്തേക്ക് എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളതും അതേപോലെ നിങ്ങൾ ഡെപ്ത് ഓഫ് അനാലിസിസും നിങ്ങളെ മൾട്ടി വേ ഓഫ് നിങ്ങൾ തിങ്ക് ചെയ്യുന്നതും ഈ പേപ്പറിൽ റിഫ്ലക്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് ഒരു 140 ലെവലിലേക്ക് കയറണം എന്നുണ്ടെങ്കിലാണ് ഞാൻ പറയുന്നത്. ഒരു 120 ആകുമ്പോൾ അത്രയും വേണമെന്നില്ല. നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും വാവ് ഫാക്ടർ കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ എക്സാമിന് ഒരു 3-4 സ്ഥലത്ത് കൊള്ളാലോ ഒരു 4 കൊള്ളാലോ എന്ന് എക്സാമിനർ ചിന്തിച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 140. ഒരു 4 എണ്ണം മതി. അപ്പൊ അത് ഇൻട്രൊഡക്ഷനിൽ കൊണ്ടുവരാം. ട്രാൻസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് ഫർദർ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്, മൈന്യൂട്ട് ആയ കാര്യങ്ങളാണ്. ആദ്യം നമുക്ക് ബേസിക് ആയുള്ള സാധനങ്ങൾ വേണം. അപ്പൊ അതിന് ശേഷം നമ്മൾ വി വിൽ ഡിസ്കസ് ഓൾ ദോസ് ആസ്പെക്ട്. ഓക്കെ, അപ്പൊ ആ ട്രാൻസിഷൻ പാരഗ്രാഫ് നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, അതുപോലെ തന്നെ നമുക്ക് കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെന്റുകൾ എങ്ങനെയൊക്കെ ഭംഗിയായിട്ട് എഴുതാൻ പറ്റും, അങ്ങനെ കുറെ സാധനങ്ങൾ ഡിഫറെന്റ്. 2 എസ്സേയും നമ്മൾ ഡിഫറെന്റ് ആക്കണം. 2 ഒരേപോലെ പാറ്റേൺ ആണെന്നുണ്ടെങ്കിൽ 2ാമത്തെ എസ്സേക്ക് മാർക്ക് കുറയും. അപ്പൊ അതെങ്ങനെ തിങ്കിങ് നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കണം. വിത്ത് റെഫറൻസ് ടു റെലവൻസ് ഓഫ് ടോപ്പേഴ്സ് കോപ്പിനെ പറ്റിയിട്ട് വൺ തിങ് ദാറ്റ് ടോപ്പറിന്റെ എസ്സേ നിങ്ങൾ വായിക്കുമ്പോൾ ഒരു ടോപ്പറിന് എസ്സേക്ക് മാർക്ക് ഉണ്ടോ എന്നുകൂടി നോക്കണം. അതെല്ലാ ടോപ്പറിന്റെ കോപ്പി വായിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇപ്പൊ നിങ്ങൾ ഒരു ടോപ്പറിന്റെ ഫസ്റ്റ് റാങ്കറിന്റെ എടുക്കാന്ന് ചോദിക്കാം. സപ്പോസ് ലെറ്റ്സ് സേ ദാറ്റ് ഫസ്റ്റ് റാങ്കറിന് എസ്സേക്ക് 100 മാർക്ക് ഇല്ലെങ്കിൽ പിന്നെ വാട്ട് ഇസ് ദ പർപ്പസ് യു ആർ റീഡിംഗ് ദാറ്റ് ടോപ്പേഴ്സ് കോപ്പി. അപ്പൊ അതിനോട് കാര്യമില്ല. എസ്സേയിലെ ടോപ്പർ ആരോ നോക്കിയിട്ട് അയാളുടെ ടോപ്പർ കോപ്പി വായിക്കണം, ഒന്നാമത്തെ കാര്യം. 2ാമത്തെ കാര്യം, അയാൾ എന്ന് എഴുതിയതാന്ന് വായിക്കണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പല കോപ്പികളും നെറ്റിലുള്ളത് ഇപ്പൊ 2026 പാസ്സായ ഒരാളുടെ കോപ്പിയിൽ 2022 23 എഴുതിയ എക്സാമിന്റെ കോപ്പി ആയിരിക്കും നെറ്റിൽ ഉണ്ടാവുക. അപ്പൊ അതിന്റെ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അയാൾ തുടക്കത്തിൽ എഴുതിയ എസ്സേ ആയിരിക്കും, നിങ്ങൾ അത് വെച്ചിട്ടായിരിക്കും നിങ്ങൾ അളക്കുന്നത്. അയാൾ അതിന് മുന്നേ എപ്പോഴും എത്തിയിട്ടുണ്ടാവും. 2 അതിനെ പറ്റി എപ്പോഴും ആലോചിക്കണം. അപ്പൊ 3 എന്ന് പറയുന്നത് ഇതേ എസ്സേ തന്നെയാണ് അയാൾ ആൻസറിൽ എഴുതിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല. അതിനകത്തുള്ള ഫീഡ്ബാക്ക് ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റഡ് കോപ്പീസ് നിങ്ങൾക്ക് കിട്ടില്ല. കാരണം കറക്റ്റഡ് കോപ്പീസിൽ അതിനകത്ത് കൃത്യമാണ്. നിങ്ങൾ എഴുതുമ്പോൾ എപ്പോഴും ബയാസ്ഡ് ആയിരിക്കും ടോപ്പേഴ്സിന്റെ വായിക്കുമ്പോൾ. കാരണം അയാൾ ടോപ്പറാണ്, ഇതെല്ലാം 100% കറക്റ്റ് ആണ് എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കാം. അല്ല, അതിൽ നിന്ന് കുറെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇങ്ങനെ വെട്ടും കുത്തും ഇട്ടിട്ട് അത് കറക്റ്റ് ചെയ്യാൻ പറഞ്ഞതിന് ശേഷം അവരുടെ സാധനമായിരിക്കും അയാൾ എഴുതിയിട്ടുണ്ടാവുക. ഈ കറക്റ്റ് ചെയ്യാത്ത കോപ്പിയാണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നത്. അതുകൊണ്ട് അത് കംപ്ലീറ്റ്ലി കറക്റ്റ് ആണെന്ന് വിശ്വസിക്കരുത്. പകരം എന്ത് ചെയ്യുക, അതിൽ നിന്ന് നിങ്ങൾക്ക് ലോജിക്കലി വർക്ക് ആവുന്ന സാധനങ്ങൾ എടുക്കുക. ഇനി ടോപ്പേഴ്സിന്റെ കോപ്പി എങ്ങനെ യൂസ് ചെയ്യാം? ടോപ്പേഴ്സിന്റെ കോപ്പിയിൽ നിങ്ങൾക്ക് എക്സാമ്പിൾ വേണമെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. അപ്പൊ ടോപ്പേഴ്സിന്റെ കോപ്പിയിൽ ഇവർ കുറെ കഷ്ടപ്പെട്ട് കുറെ എക്സാമ്പിൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. യു ഗോ ആൻഡ് ടേക്ക് ദാറ്റ് ഈസ് സ്മാർട്ട് വർക്ക്. നിങ്ങൾ എന്ത് ചെയ്യുക, ആ കോപ്പീസ് വായിച്ചിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന എക്സാമ്പിളുകളും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന സ്റ്റോറീസും നല്ല ഇൻട്രസ്റ്റിംഗ് സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ അടിച്ചു മാറ്റുക. എന്നിട്ട് നിങ്ങൾ എസ്സേയിലേക്ക് അത് കൊണ്ടുവരിക. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ കുറെ തപ്പി നടക്കണ്ട, ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. കാരണം ടോപ്പർ ഈസ് ഓൾറെഡി ഡൺ. നിങ്ങൾ ഒരു 10-25 ടോപ്പേഴ്സിന്റെ എസ്സേ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ഇനഫ് എക്സാമ്പിൾ, ഇനഫ് ആർഗ്യുമെന്റ്, ഇനഫ് അനിക്ഡോട്ട്സ് ആൻഡ് ഇനഫ് ജാർഗൻസ്. ഇങ്ങനെ നല്ല നല്ല വേർഡ്സുകളൊക്കെ വെച്ച് എഴുതാൻ പറ്റുന്ന നല്ല നല്ല ജാർഗൻസും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പൊ സ്വാഭാവികമായിട്ടും വെറുതെ കഷ്ടപ്പെടാതെ അതിൽ നിന്ന് എടുത്ത് കോപ്പി എടുത്ത് നമുക്ക് ചെയ്യുന്നത് ടോപ്പേഴ്സിന്റെ കോപ്പി ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, that's how you should use a toppers copy. And if you have any doubt with respect to essay writing, you can ask me right now. Okay, where do we get the today's slides? We will share in the group. അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന വെച്ചാൽ ഏതൊക്കെയാണ്? ഓക്കെ, ടോപ്പേഴ്സിന്റെ കോപ്പി നമ്മൾ പ്രൊവൈഡ് ചെയ്യില്ല. അത് നമ്മളെങ്ങനെ പ്രൊവൈഡ് ചെയ്യാം മീൻസ് ടോപ്പേഴ്സിന്റെ കോപ്പി പകരം വി വിൽ പ്രൊവൈഡ് യു ദ മെറ്റീരിയൽ. അതായത് വി ഓൾറെഡി ഹാവ് എ മെറ്റീരിയൽ. നിങ്ങൾക്ക് ഇപ്പൊ ടോപ്പേഴ്സിന്റെ കോപ്പിയിൽ നിന്ന് കിട്ടേണ്ടത് എന്താണ്? എക്സാമ്പിളും സാധനങ്ങളല്ലേ. ദാറ്റ് വി വിൽ പ്രൊവൈഡ് യു ആസ് എ മെറ്റീരിയൽ. ഓക്കെ, എക്സാമ്പിൾസ്, സ്റ്റോറി, അതേപോലെ തന്നെ അനിഡോട്ട്, ഓരോ ടോപ്പിക്കിനും ഓരോ ഫോട്ടർ മെറ്റീരിയലിനും എന്തൊക്കെ സ്റ്റോറീസ് എഴുതാം, എന്തൊക്കെ എക്സാമ്പിൾ എഴുതാം, ദാറ്റ് ഐ വിൽ പ്രൊവൈഡ്. ഓക്കെ, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? ക്ലാരിറ്റി കിട്ടിയോ നിങ്ങൾക്ക്? ഇനി ഇത് എഴുതിയാണ് ശരിയായി വരേണ്ടത്. വി ഹാവ് ടു ഡിസ്കസ് ലോട്ട് ഓഫ് തിങ്സ് ചെയ്യാണ്ട്. പക്ഷെ സമയക്കാലായി. പൊതുവെ ഒരു വെബിനാറിന്റെ ടൈമിംഗ് എന്ന് പറയുന്നത് 1.5 മണിക്കൂറിന്റെ മുകളിൽ പോകാൻ പാടില്ല എന്നുള്ളതാണ് എൻഗേജ്മെന്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ. ബട്ട് യു ഗൈസ് ആർ സ്റ്റിൽ ഹിയർ. സോ വി സ്റ്റാർട്ടഡ് വിത്ത് 52 people. Now we have 40 people automatically, 40 plus. So that's a good audience. Thank you for listening to me for the last 1 hour and 45 minutes. Okay.
സോ ഫർദർ കാര്യങ്ങളൊക്കെ നമുക്ക് താല്പര്യമുള്ള ആളുകൾക്ക് ജോയിൻ ചെയ്യാം. പിന്നെ ആരോ പേര് വെച്ചായിരുന്നു, എൻ്റെ പേര് ബാസിൽ എന്നാണ്. ഞാൻ അന്നേരം ആ ഒരു കണ്ടിന്യൂറ്റി കളയാതിരിക്കാൻ വേണ്ടിയിട്ട് പേര് പറയാത്തതാണ്. ഓക്കെ ഓക്കെ, സംബഡി ആക്ച്വലി ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ സാർ, ഹൗ ക്യാൻ വി റീച്ച് യു സാർ? സോ യു ക്യാൻ റീച്ച് ടു ദി അവർ നമ്പർ 9633133312. This is our office number. You can contact us. Okay. So automatic നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, അതിനകത്തേക്ക് കിട്ടും കേട്ടോ. റൈസപ്പിന്റെ ഓഫീസ് നമ്പർ ആണ് 9633133312. ഓക്കെ, ഓക്കെ, ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? പിന്നെ താങ്ക് യുടാ. പിന്നെ വേറൊരു കാര്യം ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി എന്ത് ചെയ്യണം? അൾട്ടിമേറ്റ്ലി വളരെ സിമ്പിൾ ആണ്. നിങ്ങളിൽ അധികം കണ്ടന്റ് വേണ്ട, ഉള്ള സാധനത്തിനെ നമ്മൾ വലുതാക്കി എഴുതണം. ഇഫ് ഐ കുഡ് ഹാവ് ടൈം, ഐ വുഡ് ഹാവ് റീഡ് കുറച്ച് എസ്സേസ് വേണമെങ്കിൽ വായിച്ചു തരായിരുന്നു. പക്ഷെ ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് നമുക്കത് ഭാവിയിൽ പിന്നീട് അങ്ങോട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി അതിനകത്തൊരു ഐഡിയ എന്താണ് വേണ്ടതെന്നുള്ളത് കുറച്ചുകൂടി മനസ്സിലാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു സ്ട്രക്ചർ കിട്ടിയല്ലോ, എന്താ വേണ്ടതെന്ന് മനസ്സിലായല്ലോ. അതായത് എക്സാമ്പിൾസ് അല്ല വേണ്ടത്, ആർഗ്യുമെന്റ് വേണം. ആ ആർഗ്യുമെന്റിനെ സപ്പോർട്ട് ചെയ്യാനാണ് നിങ്ങളുടെ എക്സാമ്പിൾ കേട്ടോ. എക്സാമ്പിൾ നമ്മൾ എവിടെ എഴുതുക? ഈ പറയുന്ന ആർഗ്യുമെന്റിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സാമ്പിളുകൾ എഴുതുന്നത്. അല്ലാതെ എന്ത് ചെയ്യില്ല, എക്സാമ്പിൾ അല്ല നമ്മുടെ നേരത്തെ ആരോ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ അവിടെ സമയം കിട്ടിയില്ല. അപ്പം എന്ത് ചെയ്യുന്നു, അവിടെ കുറച്ചുകൂടി എക്സാമ്പിൾസ് വേണം എന്നുള്ളതാണ്. ഓക്കെ, ഒരൊറ്റ സാധനം ഞാൻ വായിച്ചുതരാം കേട്ടോ. ട്രീസ്, നേരത്തെ ട്രീ ഡെഡ് ലീഫിനെ കളയുന്നത് മാത്രമാണ്. അപ്പൊ അതിന്റെ ആർഗ്യുമെന്റിലേക്ക് ഞാൻ വരാം. ആർഗ്യുമെന്റ് ഒരു സാധനത്തിലേക്ക് വരുവാണ്. Trees often drop their dead leaves, expecting young, cheerful leaves to grow. It will be ultimately give better respiration through young stomata, aids in faster rate of photosynthesis. This similar situation can be seen in the case of being, human beings, society, state, and countries, etc. Human beings move with the rate of progression of technology. They adopt better technology for better experience. This will enhance their productivity. Thus, they might keep the first product for memory. Majority will be replaced. In case of iPhones, when newer editions are available, they easily replace with the materialistic satisfaction of the new iPhone. Examples വന്നിട്ടുണ്ട് അവിടെ. എക്സാമ്പിൾസ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് വന്നത്. എക്സാമ്പിൾ എന്താണ്? ആർഗ്യുമെന്റ് ഉള്ളിൽ ബ്ലെൻഡ് ആയിട്ടല്ലേ കിടക്കുന്നത്. അതായത് എക്സാമ്പിളും ആർഗ്യുമെന്റും സെപ്പറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. രണ്ടും ഒന്നായിട്ടേ നിങ്ങൾക്ക് ഫീൽ ചെയ്യുള്ളൂ, കാരണം അത് അതിന്റെ ബ്ലെൻഡ് ആയിരിക്കും. സിമിലർലി ഇൻ ദ ആനിമൽ കിങ്ഡം, mammals might give birth to more than 5 offsprings in a single delivery. The mother animal will only take care of the top strongest offspring. They need the beings which could tolerate harsh experience of reality. The purposeful avoidance of mother duck towards the weaker offsprings is an example. Also nature. അപ്പൊ ഇതെന്താണ് ഇവിടെ? അതായത് ഇത് സബ്ജക്റ്റീവ് ആണ്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനകത്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എവിടെയാണ് ചെക്ക് ചെയ്യുന്നത്? അതായത് എക്സന്റെ റീഡിംഗ് എബിലിറ്റി എപ്പോഴും സബ്ജക്റ്റീവ് ആണ്. പക്ഷെ ഇവിടെ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, വെദർ ആർ യു അഡ്രസ്സിംഗ് ദ ക്വസ്റ്റ്യൻ, അതിനകത്ത് പറയുന്ന കാര്യങ്ങളാണോ കൃത്യമായിട്ട് പറയുന്നത്. രണ്ട്, അതിന്റെ ആർഗ്യുമെന്റ് എത്രത്തോളം എന്നെ ഇംപ്രസ് ചെയ്യിപ്പിക്കുന്നു, അവിടെയാണ് സബ്ജക്റ്റീവ് വരുന്നത്. അതായത് നിങ്ങളെ തോട്ട് ചിലപ്പോൾ ഭയങ്കര നാരോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ 120 നിൽക്കും. നിങ്ങൾക്ക് ആർഗ്യുമെന്റ് ഒക്കെ ഉണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് ഒരു എന്നെ വാവ് ഫീലിംഗ് തരുന്നില്ല. അപ്പൊ ഒരു 120 വന്ന് നിൽക്കും. പക്ഷെ വാവ് ഫീലിംഗ് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ 140. ബട്ട് ദാറ്റ് കം വിത്ത് പ്രാക്ടീസ്, വിത്ത് ബ്ലെൻഡ് ഓഫ് ഫ്ലോ ഓഫ് ദ റൈറ്റിംഗ്, എക്സാക്ട് എക്സ്പ്രഷൻ, how you blender the example, how do you take the stand. അത് നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ ഫൈനലി ഒരു ടോപ്പിക്കിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് വരുന്നത്, എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓൾസ്റ്റിക് ആണ്. അതായത് നമുക്ക് ഒരു കൺസിസ്റ്റൻസി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് വി വിൽ ഡിസ്കസ് വൈൽ നെക്സ്റ്റ് ടൈം നമ്മൾ വന്ന് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് കഴിയുമ്പോൾ എത്തുമ്പോൾ നിങ്ങൾ എസ് ഒക്കെ ഒരു കൺസിസ്റ്റന്റ് ലെവലിലേക്ക് എത്തും. അപ്പൊ ആ സമയത്താണ് നിങ്ങൾക്ക് അത് മനസ്സിലാവുക കേട്ടോ. ക്ലിയർ ആണല്ലോ? വേറെന്തെങ്കിലും ഉണ്ടോ? ചോദിക്കാനുണ്ടോ വേറെന്തെങ്കിലും? ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? Okay, so thank you so much for listening, and those who are interested how to overcome the situation of grammar mistake, they will be okay. Grammar mistake is one of the problem with essay. Yes, grammar check ചെയ്യും ചെറുതായിട്ട്. അതായത് എൻ്റെ എസ്സേയിൽ അവിടെ ഇവിടെയൊക്കെ ഗ്രാമർ മിസ്റ്റേക്ക് എന്തായാലും വരും.
അതൊരു പ്രോബ്ലം അല്ല. അതായത് 1200 വേർഡ് എഴുതുമ്പോൾ എവിടെ എവിടേക്ക് എന്തായാലും ഗ്രാമർ മിസ്റ്റേക്ക് വരും, അത് പ്രോബ്ലം ആക്കണ്ട. പക്ഷെ കുറെ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ നിങ്ങളെ റീഡിങ്ങിന്റെ മീനിങ് തന്നെ മാറ്റിക്കളയും. നിങ്ങൾ എഴുതുന്ന ഒന്നും നിങ്ങൾ പക്ഷെ വായിക്കുന്ന ആൾ ഉദ്ദേശിക്കുന്ന വേറൊന്നും ആയി മാറും ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ. സോ ഗ്രാമർ മിസ്റ്റേക്ക് ഒഴിവാകുന്നത് എങ്ങനെയാണ്? ബൈ നിങ്ങൾ കുറച്ച് സാധനങ്ങൾ ഗ്രാമർ ഒട്ടും അറിയാത്ത ആളുകളാണെങ്കിൽ കുറച്ച് എഴുതി പഠിക്കണം. അതുപോലെ തന്നെ ബൈ റൈറ്റിംഗ് റിപ്പീറ്റഡ് ആയിട്ട് എഴുതി ഗ്രാമർ മിസ്റ്റേക്കിൽ കറക്റ്റ് എഴുതുന്നത് ബെറ്റർ ആക്കി വരുത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ കൂടുതൽ ന്യൂസ് പേപ്പർ വായിക്കുമ്പോഴും അതുപോലെ തന്നെ പുതിയ സാധനങ്ങൾ വായിക്കുമ്പോഴും അതെങ്ങനെയാണ് അത് ഫ്രെയിം ചെയ്തിരിക്കുന്നതെന്ന് നോക്കണം. അതുപോലെ തന്നെ ഹാൻഡ് റൈറ്റിംഗ് മോശമാണെന്നുണ്ടെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് ബെറ്റർ ആക്കണം. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയ ഫാക്ടറാണ്, ഇതൊക്കെ ഇംപ്രഷനെ ബാധിക്കും. അപ്പം ചെറിയ മിസ്റ്റേക്സ് ഇറ്റ്സ് നോട്ട് എ മിസ്റ്റേക്ക്, കാരണം എല്ലാവരിലും ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടാവും. പക്ഷെ കംപ്ലീറ്റ് മീനിങ് മനസ്സിലാവാത്ത രീതിയിലേക്ക് അതിനെ മാറ്റുവാണെന്ന്, അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതും അത് റീഡ് ചെയ്യുന്ന ആളും വേറെ രണ്ടിലേക്ക് എത്തുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ യെസ് ദർ ഈസ് എ നീഡ് ടു വർക്ക്. Okay, that's it. Then thank you so much.